ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്നത് നമ്മുടെ സ്ട്രാറ്റജി ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റ്. നമ്മുടെ ഫൈനലിനകത്തുള്ള സ്ട്രാറ്റജി ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റിനകത്തെ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് മാത്രമാണ്. അപ്പോൾ ഈ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്ന സബ്ജക്ട് അല്ല, നമ്മുടെ ടോപ്പിക്ക് നമ്മൾ 2 സെഷൻ ആയിട്ടായിരിക്കും എടുക്കുന്നുണ്ടാവുക. ഓക്കെ, ആദ്യത്തെ സെഷനിൽ നമ്മൾ എന്ത് ചെയ്യും, 3 തിയറീസ് അതിനകത്ത് പഠിക്കാനുണ്ട്. അപ്പോൾ അതിനകത്ത് 2 തിയറീസ് നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് സെഷനിൽ കവർ ചെയ്യും. ബാക്കിയുള്ള ഒരു തിയറി നമ്മൾ രണ്ടാമത്തെ സെഷനിലും, പിന്നെ കുറച്ച് പ്രോബ്ലംസ് എവിടെയായിരിക്കും, സെക്കൻഡ് സെഷനിലായിരിക്കും കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം നമുക്ക് ടൗൺ ബൗണ്ടഡ് ആയിട്ട് ക്ലാസ് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. നമ്മുടെ ടോപ്പിക് എന്നത് എന്താ, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ആണല്ലേ. ദെൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന, കുറച്ച് പേർക്കെങ്കിലും അറിയുന്ന ഒരു ടേം ആയിരിക്കും എന്താണ് പോർട്ട്ഫോളിയോ എന്നല്ലേ. മാനേജ്മെന്റ് എന്ന ടേംസ് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ മാനേജ്മെന്റ്, നമ്മൾ +2 തൊട്ട് ഇങ്ങോട്ടേക്ക് പഠിക്കുന്ന ടേം ആണ് അല്ലെ. എന്താ മാനേജ്മെന്റ്? മാനേജ്മെന്റ് ഈസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് ഡൺ ത്രൂ അതേഴ്സ്. മറ്റുള്ളവരിലൂടെ എന്തൊക്കെയോ കാര്യങ്ങൾ നേടിത്തരുന്ന കാര്യത്തിനല്ലേ നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആ ഒരു സ്കില്ലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷെങ്കിൽ ഈ പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന ടേം നമ്മൾ അത്ര ഫെമിലിയർ അല്ല. കുറച്ച് ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ടാവും, കുറച്ച് ആൾക്കാർ കേട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യാം, നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ യൂഷ്വൽ ബേസിൽ എന്ത് ചെയ്യാം, ഞാൻ ഈ പോർട്ട്ഫോളിയോ എന്താണെന്ന് പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ചിന്തിക്കാം, നിങ്ങൾ ഈ എക്സാം കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ക്വാളിഫൈഡ് ആവുന്നു. എക്സാം ക്വാളിഫൈഡ് ആയി CMA ഫൈനൽക്കാരനായി CMA ക്വാളിഫൈഡ് ആയ ശേഷം നിങ്ങളൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ഒരു കൊലീഗ്, അവരുടെ പേര് സ്റ്റെനി എന്നാണ്. സ്റ്റെനി നമ്മുടെ പ്രൊഡിഗയുടെ ഫാക്കൽറ്റിയാണ്. അവിടെ ഫാക്കൽറ്റി ഇപ്പം അസെഞ്ചർ എന്ന് പറയുന്ന ഒരു കമ്പനി 945 നല്ലൊരു പാക്കേജിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ CMAയുടെ വാല്യൂ ഓൾമോസ്റ്റ് ഇപ്പോൾ കൂടി വരുന്നതാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു, നാളെ ക്വാളിഫൈഡ് ആയിട്ട് നല്ലൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നു. ജോയിൻ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, നല്ലൊരു പേയ്മെന്റ് ഒക്കെ കിട്ടുന്നു. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, കുറച്ചൊരു 10 ലക്ഷം മീൻസ് 1 മില്യൺ റുപ്പീസ് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്, സേവിങ്സ് ആയിട്ട് കിടപ്പുണ്ടെന്ന് കരുതാം. ആ 1 ലക്ഷം രൂപ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഐഡിയലായി കിടക്കുന്നില്ലേ, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വെറുതെ കിടക്കുന്ന എമൗണ്ട് അല്ലേ. നിങ്ങൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്ന വെച്ചാല്, നിങ്ങളുടെ നാട്ടിൽ ഒരു ബിൽഡിംഗ് വാങ്ങിച്ചിട്ടു, ഒരു പ്രോപ്പർട്ടി എന്ത് ചെയ്തു, വാങ്ങിച്ചിട്ടു. എത്ര രൂപ കൊടുത്തിട്ട്? 10 ലക്ഷം രൂപ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ നാട്ടിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടു. അങ്ങനെ പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടപ്പോൾ നിങ്ങൾ എന്താ മനസ്സിൽ വിചാരിച്ചത്, ഐ ഹാവ് ആൻ ഇൻവെസ്റ്റ്മെന്റ്, എനിക്ക് എപ്പോൾ ആവശ്യം വരുന്ന സമയത്ത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എനിക്ക് പ്രോപ്പർട്ടി വിൽക്കാൻ വേണ്ടി പറ്റുന്ന നിങ്ങളുടെ മൈൻഡിലുള്ളത് അല്ലേ. പക്ഷെ പെട്ടെന്ന് നിങ്ങൾക്കൊരു കുടുംബത്തിൽ ഒരാൾ വന്നിട്ട് നിങ്ങളോട് പറയണേ, നിങ്ങളുടെ ഫാദർ നിങ്ങളോട് പറയാണ്, ഒരാഴ്ച ബിൽഡിംഗ് വാങ്ങിച്ച് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങളോട് പറയാണ്, എനിക്കൊരു 8 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടെന്ന് പറയാം. നിങ്ങളുടെ കയ്യിൽ വേറെ ഫണ്ടൊന്നും ഇല്ല. കാരണം നിങ്ങൾ ഒരു വർഷമായിട്ടുള്ള ജോലി ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ അറൌണ്ട് 1 മില്യൺ മാത്രമേ കയ്യിലുള്ളൂ. ആ 1 മില്യണിനകത്ത് 8 ലക്ഷം രൂപ എന്ത് ചെയ്തു, നിങ്ങളുടെ ഫാദർ നിങ്ങളോട് ചോദിക്കണം, എനിക്ക് അർജന്റ് ആയിട്ട് ഒരാഴ്ചത്തേക്ക് തിരിച്ചു തരാം, അർജന്റ് ആയിട്ട് ഇത്ര പൈസ വേണമെന്ന് പറയുന്നു. നിങ്ങൾക്ക് പെട്ടെന്ന് ആ ബിൽഡിംഗ് വിൽക്കാൻ വേണ്ടി പറ്റുമോ? പറ്റില്ല. യൂഷ്വലി ഇൻ ദ വേയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അതിന് അടികെട്ടുള്ള ഒരു ബയ്യർ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല, നിങ്ങളുടെ ആ ബിൽഡിംഗ് വിട്ടിട്ട് നിങ്ങളുടെ അപ്പന് ക്യാഷ് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല അല്ലെ. അവിടെ ലിക്വിഡിറ്റി ഇല്ല. നിങ്ങൾ ആ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അസറ്റ് എന്ന് പറയുന്നത് ലോങ് ടേം അസറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ അസറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്യാഷിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ലിക്വിഡ് ഫോം ഓഫ് മണിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഡിഫിക്കൽട്ട് നിങ്ങൾ ഫേസ് ചെയ്തു അല്ലെ. ഫേസ് ചെയ്യും, ഉറപ്പായിട്ടും ഫേസ് ചെയ്യും. പക്ഷേ നിങ്ങൾ അറിയുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയാണ്, നിങ്ങൾ 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച പ്രോപ്പർട്ടി അല്ലേ, അങ്ങനെ 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച പ്രോപ്പർട്ടി ഞാൻ 10 ലക്ഷം രൂപയ്ക്ക് തന്നെ എടുക്കാം. എന്നെ സംബന്ധിച്ചോളം കുഴപ്പമില്ല, കാരണം കോസ്റ്റ് ടു കോസ്റ്റ് ആണ്, നഷ്ടമൊന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. എന്റെ ഹോൾഡിംഗ് എന്ന് പറയുന്നത് മാക്സിമം ഒരാഴ്ച ഹോൾഡ് ചെയ്യുന്നുള്ളൂ. രജിസ്ട്രേഷൻ എക്സ്പെൻസ് മാത്രമേ എനിക്ക് കോസ്റ്റ് ആയിട്ട് വരും. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്തോ, ഈ പ്രോപ്പർട്ടി എടുത്തോ, പ്രോപ്പർട്ടി നിങ്ങളുടെ പേരിൽ മാറ്റിത്തരാം. നിങ്ങൾ എനിക്ക് ആ 10 ലക്ഷം 1 മില്യൺ റുപ്പീസ് എന്ത് ചെയ്തു, എന്റെ അക്കൗണ്ടിലേക്ക് തന്നു. ഞാൻ ആ പൈസ എടുത്തിട്ട് അതിനകത്ത് 8 ലക്ഷം രൂപ എടുത്ത് എന്റെ ഫാദറിന് എന്ത് ചെയ്തു, ആ എമൗണ്ട് കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോ എന്റെ ഫാദർ ആ 8 ലക്ഷം തിരിച്ചെന്റെ തന്നു. മുൻപുണ്ടായിരുന്ന 2 ലക്ഷം കൂടി കയ്യിലുണ്ടായി. അപ്പോൾ 1 മില്യൺ അഗെയിൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്റെ കയ്യിലേക്ക് തിരിച്ചു വന്നു. രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് നിങ്ങളൊന്ന് ചിന്തിക്കൂ അല്ലെ, ഞാൻ റിയൽ എസ്റ്റേറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണോ, അതോ എനിക്ക് ഈസി ആയിട്ട് ലിക്വിഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണോ? ചിന്തിക്കത്തില്ലേ? ചിന്തിക്കില്ലേ? യൂഷ്വലി നിങ്ങൾ എന്ത് ചെയ്യും, ചെയ്യോ? ഹലോ, ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യാം, പറഞ്ഞു വെച്ചിട്ടൊക്കെ കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ള ആ അസറ്റ്, നിങ്ങളുടെ കയ്യിലുള്ള ആ എമൗണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് രണ്ടാമത്തെ പ്രാവശ്യം
ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് നിങ്ങളൊന്ന് ചിന്തിക്കും അല്ലെ, ആ ചിന്തിക്കുന്നതിന് പേരാണ് നിങ്ങൾ എന്ന് പറയുന്നത് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ എന്താണോ നിങ്ങളൊരു തീരുമാനം എടുക്കുന്നു, നിങ്ങളുടെ കയ്യിലുള്ള ഫണ്ട് നിങ്ങൾ എവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. ചിലപ്പോൾ നിങ്ങൾ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ചിലപ്പോൾ നിങ്ങൾ എന്ത് പറയുന്നു, 10 ലക്ഷം രൂപ എന്റെ കയ്യിൽ കിടപ്പുണ്ട്, അതിൽ 5 ലക്ഷം രൂപയ്ക്ക് ഞാൻ പ്രോപ്പർട്ടി വാങ്ങിച്ചോളാം, ബാക്കി 3 ലക്ഷം രൂപ ഞാൻ എന്ത് ചെയ്യുന്നു, എന്റെ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാം, ഐ വിൽ ഗെറ്റ് ഇൻട്രസ്റ്റ്. എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ഞാൻ 3 ലക്ഷം രൂപ FD ഇട്ടു, 2 ലക്ഷം രൂപ ഞാൻ എന്റെ കറണ്ട് അക്കൗണ്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ തന്നെ കീപ്പ് ചെയ്യും. കാരണം എന്താ, എനിക്ക് നാളെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വർക്കിംഗ് ക്യാപിറ്റൽ, ബിസിനസ് ടേംസിൽ പറയാനുള്ള ഒരു വർക്കിംഗ് ക്യാപിറ്റൽ പോലെ കുറച്ച് ഫണ്ട് ചെയ്യും. അങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ള ഫണ്ടിനെ, ഐഡിയലായി കിടക്കുന്ന ഫണ്ടിനെ പ്രോപ്പർ ആയിട്ടുള്ള അസറ്റിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തതിനെയാണ് നിങ്ങൾ എന്ത് വിളിക്കുന്നത്, പോർട്ട്ഫോളിയോ എന്ന് വിളിക്കുന്നത്. പോർട്ട്ഫോളിയോ എന്താ, പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് അസറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കാം. അത് ഇത് ഷെയറിലായിരിക്കാം, ബിൽഡിങ്ങിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കടം കൊടുത്തായിരിക്കാം, ലോൺസ് ആയിട്ട് കൊടുത്തായിരിക്കാം. ആ ഒരു ക്ലാസ് ഓഫ് അസറ്റിനെ അല്ലെങ്കിൽ ബ്ലോക്ക് ഓഫ് അസറ്റിനെ നിങ്ങൾ എന്ത് വിളിക്കും, പോർട്ട്ഫോളിയോ എന്ന് വിളിക്കും. അപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പൂളിംഗ് ഓഫ് ഈ ഫണ്ടിനെ നിങ്ങൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്, ഡൈവേഴ്സിഫൈ ചെയ്യുന്നത്, അതിനെ മാനേജ് ചെയ്യുന്നത്, അതാണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ അതിനകത്ത് വേണോ? എനിക്ക് തോന്നുന്നു മനസ്സിലായെന്ന് തോന്നുന്നു. ആരും റിപ്ലൈ ഒന്നും ചെയ്യുന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെഫിനിഷൻ സൈഡിലെ കൂടി ഒന്ന് പോയേക്കാം. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈസ് എൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് ഡൺ ത്രൂ അതേഴ്സ്. മറ്റുള്ളവരിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് പറയുന്ന ഒരു പേരാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഒരു പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്, എ പോർട്ട്ഫോളിയോ റെഫേഴ്സ് ടു എ കളക്ഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഓർ സെക്യൂരിറ്റി. സെക്യൂരിറ്റിയുടെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു കളക്ഷനെ, ഒരു പൂളിനെ എന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒരു മിക്സിനെ ഞങ്ങൾ എന്ന് വിളിക്കും, പോർട്ട്ഫോളിയോ എന്ന് വിളിക്കും. സോ സിംപ്ലി portfolio management refers to the selection of securities and their continuous shifting in the portfolio for optimizing the return for a given level of risk and maximizing the wealth of an investor. ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, ഞാൻ റെഡിങ്ങിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ മാത്രം നോക്കുക. പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സെലക്ടിങ് ദ റൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് അറ്റ് മിനിമം റിസ്ക് ആൻഡ് മാക്സിമം റിട്ടേൺ. നിങ്ങൾക്ക് റിസ്ക് റെഡ്യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം റിട്ടേൺ തരാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഇൻവെസ്റ്റ്മെന്റിനെ സെലക്ട് ചെയ്യുന്ന പരിപാടിയെ, സെലക്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെ, ആ തോട്ട് പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കും, ദാറ്റ് ഈസ് കോൾഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്ന് വിളിക്കും. സോ നമ്മൾ എന്തിനാണ്, ഇത്രയും കാര്യം നമുക്ക് മനസ്സിലായി. ബേസിക് ആയിട്ട് എന്താണ് പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ മാനേജ്മെന്റിലൂടെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്ന കാര്യം ഒരു ആവറേജ് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. ഇനി നമുക്ക് അങ്ങോട്ട് എന്ത് ചെയ്യാം, സിലബസ് ബേസ്ഡ് ആയിട്ട് ക്ലാസ് ചെയ്യാം. കുറച്ച് സിലബസ് ബേസ്ഡ് ആയിരിക്കും നമ്മൾ ഇനി പോകുന്നുണ്ടാകുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ഞാൻ ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ അസറ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 3 തിയറീസ് ആയിരിക്കും, നമ്മുടെ തിയറീസ് ആയിരിക്കും, നല്ല തിയറീസ് ആണ് നിലവിലുള്ളത്. അതില് MPT, CMT ആൻഡ് APT എന്റെ പേര് പറഞ്ഞതുപോലെ ആദ്യത്തെ തിയറി എന്ന് പറഞ്ഞത് നമ്മുടെ ഹാരി മോക്കോവിറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ എഞ്ചിനീയർ, അയാളുടെ പോർട്ട്ഫോളിയോ സെലക്ഷൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിനകത്ത് പരാമർശിച്ച ഒരു കോൺസെപ്റ്റാണ് നമ്മളെന്ന് വിളിച്ചത് മോഡേൺ പോർട്ട്ഫോളിയോ തിയറി എന്ന് പറയുന്നത്. എന്താ മോഡേൺ പോർട്ട്ഫോളിയോ തിയറി എന്ന് അറിയോ? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മളൊരു അസറ്റ്, നമ്മളൊരു ഷെയർ മാർക്കറ്റിനെ കേസിന് സംസാരിക്കാം. ഒരു ഷെയർ മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഷെയറിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾ എന്തായിരിക്കും, ഈ സ്റ്റോക്കുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ പഠിച്ചിരിക്കണം എന്ന് പറയുന്നു. മനസ്സിലായോ? സ്റ്റോക്ക് ഇൻ ബിറ്റ്വീൻ ഷെയർസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ മനസ്സിലാക്കിയതിനു ശേഷം, അങ്ങനെ അനലൈസ് ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങൾ എവിടേക്ക് പോകാൻ വേണ്ടി പാടുള്ളൂ, നിങ്ങൾ ഷെയർസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ സെക്യൂരിറ്റിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്ന് പറയുന്ന തിയറിയാണ് നമ്മൾ എന്ന് പറയുന്നത് മോഡേൺ പോർട്ട്ഫോളിയോ തിയറി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. ഈ മോഡേൺ പോർട്ട്ഫോളിയോ തിയറിയുടെ ബേസ് ആയിട്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്, നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ ഓൾറെഡി ഫോളോ ചെയ്തിരിക്കുന്ന ആളാണെന്നെങ്കിൽ, അല്ലെങ്കിൽ ഓൾറെഡി SFM എന്ന് പറഞ്ഞ ടോപ്പിക്ക് പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് ടേംസ് ഒക്കെ പറയുന്നുണ്ട്. ഒന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ് പറയുന്നുണ്ട്, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്താണ് പറയുന്നുണ്ട്, കോവേരിയൻസ് എന്താണെന്ന് പറയുന്നുണ്ട്, കൊറിലേഷൻ എന്താണ് പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് അണ്ടർ മോഡേൺ പോർട്ട്ഫോളിയോ തിയറിയുടെ ഭാഗമായിട്ടാണ്. കാരണം ആ മോഡേൺ പോർട്ട്ഫോളിയോ തിയറിയാണ് പറയുന്നത് ഇൻ ബിറ്റ്വീൻ സ്റ്റോക്കുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കണം എന്ന് പറയുന്നത്. ബിഫോർ യു ആർ ഗോയിങ് ടു ഇൻവെസ്റ്റ് ഇൻ എ പെർട്ടിക്കുലർ സെക്യൂരിറ്റീസ് ഓർ ഷെയർ, നിങ്ങൾ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റിയിലേക്കോ ഒരു ഷെയറിലേക്കോ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ഇൻ ബിറ്റ്വീൻ ഷെയറുകൾ തമ്മിലുള്ള കൊറിലേഷൻ പഠിക്കണം, കോവേരിയൻസ് പഠിക്കണം, കോഎഫിഷ്യന്റ് ഓഫ് വേരിയൻസ് പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുള്ളൂ എന്ന് പറയുന്ന സിദ്ധാന്തത്തെ നമ്മൾ എന്ത് വിളിക്കും,
മോഡേൺ പോർട്ട്ഫോളിയോ തിയറി എന്ന് വിളിക്കും. ചിലപ്പോ വൺ വേർഡിനെ അത് ഹു ഇസ് ദ ഓതർ അല്ലെങ്കിൽ ആ മോഡേൺ പോർട്ട്ഫോളിയോ തിയറി കൊണ്ടുവന്നത് ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വെച്ചു എവിടെയും ഹാരി മൊക്കോവിറ്റ്സ് എന്ന് പറയുന്ന ഫിനാൻഷ്യൽ എഞ്ചിനീയർ ത്രൂ ഹിസ് പോർട്ട്ഫോളിയോ സെലക്ഷൻ എന്ന് പറയുന്ന പ്രബന്ധത്തിലൂടെയാണ് അയാൾ എന്ത് പറയുന്നത് നമ്മുടെ മോഡേൺ പോർട്ട്ഫോളിയോ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. രണ്ടാമത്തെ ഇതുമായി ബന്ധപ്പെട്ട തിയറി, അതായത് പോർട്ട്ഫോളിയോ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ തിയറി എന്ന് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് തിയറി ആണ്. എന്താ ക്യാപിറ്റൽ? നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റ് ഓൾറെഡി ഓക്കെ, നിങ്ങളെ SFMന്റെ തിയറി പാർട്ടിലേക്ക് വരുന്ന സമയത്ത് എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ്, എന്താണ് കമ്മ്യൂണിറ്റി മാർക്കറ്റ്, എന്താണ് ക്യാഷ് മാർക്കറ്റ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഓൾറെഡി. ഇനി വരുന്ന അങ്ങോട്ടുള്ള സെഷൻസിൽ നമ്മൾ തിയറി പാർട്ട് കൂടി കവർ ചെയ്യും. കവർ ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ എന്ത് ചെയ്യും, അവിടെ തരും. ഇപ്പം ജസ്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് തിയറി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ മോഡേൺ പോർട്ട്ഫോളിയോ തിയറി പ്രകാരം നമ്മൾ പറഞ്ഞു സ്റ്റോക്ക് ടു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു ഷെയർ ടു മറ്റൊരു ഷെയർ അല്ലെങ്കിൽ ഒരു ഷെയർ ടു വേറൊരു സെക്യൂരിറ്റിയുമായുള്ള റിലേഷൻഷിപ്പ് പഠിച്ചിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നല്ലേ പറഞ്ഞത്. പക്ഷേ കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു വേർഷൻ വന്നു. നിങ്ങൾ ഷെയറിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഷെയറിന്റെ പ്രൈസും അല്ലെങ്കിൽ സ്റ്റോക്കിന്റെ പ്രൈസ് അല്ലെങ്കിൽ സെക്യൂരിറ്റിയുടെ പ്രൈസും മാർക്കറ്റ് പോർട്ട്ഫോളിയോയുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്ത് നോക്കണം. നിങ്ങൾ മാർക്കറ്റിന്റെ ട്രെൻഡ് മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർ ആയിട്ട് മാനേജ്മെന്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ദെയർ ഓൺലി യു ക്യാൻ മാക്സിമം റിട്ടേൺ ത്രൂ മിനിമം റിസ്ക്. മാക്സിമം റിട്ടേൺ മിനിമം റിസ്കിൽ കിട്ടണം എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സെക്യൂരിറ്റി അല്ലെങ്കിൽ ഷെയറിന്റെ പ്രൈസും നിങ്ങൾ മാർക്കറ്റ് പോർട്ട്ഫോളിയോയുമായിട്ട് കമ്പയർ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അറിയേണ്ട ഒരു ടേം ആണ് എന്താണ് മാർക്കറ്റ് പോർട്ട്ഫോളിയോ. മാർക്കറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞത് നമ്മുടെ സെൻസസ് നിഫ്റ്റി, നമ്മുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനുള്ള ഒരു ഇൻഡെക്സ് ഉണ്ടല്ലോ, അറിയില്ലേ? സെൻസസും നിഫ്റ്റി അറിയില്ലേ? ആ നിഫ്റ്റിയുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു അനാലിസിസ് നടത്തിയിരിക്കണം. അനാലിസിസ് നടത്തിയതിനു ശേഷം മാത്രമേ നിങ്ങൾ എവിടെ വരാൻ വേണ്ടി പാടുള്ളൂ, നിങ്ങളുടെ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട മാനേജീരിയൽ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി പാടുള്ളൂ എന്ന് പറയുന്ന തിയറിയെ നമ്മൾ എന്ത് വിളിച്ചു, ക്യാപിറ്റൽ മാർക്കറ്റ് തിയറി എന്ന് വിളിച്ചു. ഇങ്ങനെ തിയറി ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ എന്ത് പഠിക്കുന്നത്, ബീറ്റ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ പഠിക്കുന്നത്. ബീറ്റ കമ്പ്യൂട്ടേഷൻ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുണ്ട് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് കുറച്ച് അപ്പുറത്തേക്ക് എത്തുന്ന സമയത്ത് കമ്പ്യൂട്ടേഷൻ ഓഫ് ബീറ്റ ഓൾവേസ് വി ആർ കമ്പയറിംഗ് വിത്ത് മാർക്കറ്റ്. മാർക്കറ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്യാപിറ്റൽ മാർക്കറ്റ് തിയറി എന്ന് വിളിക്കുന്നത്. അടുത്ത തിയറി കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയ തിയറിയാണ് ആർബിട്രേജ് പ്രൈസിംഗ് തിയറി അഥവാ APT എന്ന് വിളിക്കും. ഈ APTയിൽ അവർ പറഞ്ഞെന്താ അറിയോ, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. നിങ്ങൾ ആദ്യം പറഞ്ഞ സ്റ്റോക്ക് ടു സ്റ്റോക്ക് അല്ലെങ്കിൽ സെക്യൂരിറ്റി ടു സെക്യൂരിറ്റി നിങ്ങൾ കമ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു, അക്സെപ്റ്റ് ചെയ്യുന്നു. അതിലൊന്നും നമുക്ക് തർക്കമോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ആർബിട്രേജ് പ്രൈസിംഗ് തിയറി ഫോളോ ചെയ്യുന്നത് വാട്ട് എവർ തിങ്സ് ആർ ഫോളോഡ് ബൈ ദ ക്യാപിറ്റൽ മാർക്കറ്റ് തിയറി. ക്യാപിറ്റൽ മാർക്കറ്റ് തിയറി ഫോളോ ചെയ്തിരിക്കുന്ന അതേ കോൺസെപ്റ്റ് അവർ ആര് ഫോളോ ചെയ്യുന്നു, ആർബിട്രേജ് പ്രൈസിംഗ് തിയറി ഫോളോ ചെയ്യുന്നു. പക്ഷെങ്കിൽ അവർ പറയുന്നത് നിങ്ങൾ ഈ സെൻസസ് അല്ലെങ്കിൽ നിഫ്റ്റി മാത്രം കമ്പയർ ചെയ്താൽ പോരാ, വേറെയും കുറെ മാർക്കറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ആ ഇൻഡിക്കേറ്റേഴ്സിനെ കൂടി എന്ത് ചെയ്യണം, നിങ്ങൾ കൺസിഡർ ചെയ്യണം ബിഫോർ യു ആർ ഗോയിങ് ടു ഇൻവെസ്റ്റ് ഇൻ എ പർട്ടിക്കുലർ ഷെയർ ഓഫ് സെക്യൂരിറ്റി അല്ലെങ്കിൽ ഷെയറിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ്, നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരെ കൂടി കൺസിഡർ ചെയ്തിരിക്കണം, നമ്മുടെ മാർക്കറ്റ് ഇൻഡിക്കേറ്റേഴ്സിനെ കൂടി കൺസിഡർ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു. ഒരു എക്സാമ്പിൾ പറയാം, നമ്മുടെ പെട്രോളിന്റെ അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിന് എന്തുണ്ടാവും, നമ്മുടെ പെട്രോ കെമിക്കലുമായി റിലേറ്റഡ് കമ്പനീസിന്റെ ഷെയർസിന് ഒരു ഏത് പോസിറ്റീവോ നെഗറ്റീവ് വേരിയേഷൻസ് ഉണ്ടാവില്ലേ. ആ വേരിയേഷൻസ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പെട്രോളിന്റെ അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിന്റെ പ്രൈസുമായിട്ട് ഒരു തിങ്കിങ് ഒരു അനാലിസിസ് നടത്തിയിരിക്കണം. അതുകൊണ്ട് കൂടുതൽ പേര് ഇപ്പൊ എന്താണ് ഫോളോ ചെയ്യുന്നത്, ആർബിട്രേജ് പ്രൈസിംഗ് തിയറീസ് ആയിരിക്കും ഫോളോ ചെയ്യുന്നുള്ളത്. അങ്ങനെ ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചെറിയ ഡൗട്ട് ഉണ്ടാവും, എന്താ മാർക്കറ്റ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലേ? മാർക്കറ്റ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ GDP വരാം, ക്രൂഡ് ഓയിൽ വരാം, ഗോൾഡിന്റെ പ്രൈസ് വരാം, അങ്ങനെ കുറച്ചുള്ള ക്രൈറ്റീരിയസ് ഉണ്ട്. ആ ക്രൈറ്റീരിയസ് കൂടി ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ ഷെയറിന് എന്ത് ചെയ്യണം, കമ്പയർ ചെയ്ത് നോക്കണം, അനലൈസ് ചെയ്ത് നോക്കണം. അവിടെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തിയതിനു ശേഷം മാത്രമേ, ഒരു ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തിയതിനു ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, ഷെയറിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഇനി ഓൾറെഡി ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കുന്ന ഷെയർ, ഇൻവെസ്റ്റഡുള്ള ഷെയർ ആണെന്നുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഷെയർസ് സ്വിച്ച് ചെയ്യുന്നത് തന്നെ ഇത് നടത്തിയിട്ടായിരിക്കണം. ആർബിട്രേജ് പ്രൈസിംഗ് തിയറി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തിയറി ഫോളോ ചെയ്തിട്ടായിരിക്കണം എന്ന് പറയുന്നു. ദിസ് ഇസ് ദ ബേസിക് ഓഫ് അവർ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്. 3 കാര്യങ്ങളാണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്തേലും ഡൗട്ട്സ് ഉണ്ടോ? ഞാൻ പറഞ്ഞത് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ളവർക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ എന്തെങ്കിലും മെസ്സേജ് ചെയ്താൽ മതി. എന്നുണ്ടെങ്കിൽ അവര് ഓഡിയോ അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സംസാരിച്ചാൽ മതി. നിങ്ങൾ ഫ്രീ ആയിട്ട് സംസാരിച്ചോ, ഇവിടെ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല.
ഷാഫിൻ ടു എവരിവൺ. ഓക്കെ, നിങ്ങൾ കൂളായിട്ട് ഓക്കെ, നിങ്ങൾ കൂളായിട്ട് സംസാരിച്ചു. ഇവിടെ ഒരു എന്താ ഞാൻ പറയണ്ടത്, ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. പ്രൊഡിഗി ഓൾവേസ് ഫിറ്റ് ഫോർ യുവർ സ്റ്റുഡൻസ്. നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി മാത്രമാണ്. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായില്ല അല്ലേ? ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ്ലി ഫോർ CMA വേണ്ടി മാത്രമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ആസ് ഓഫ് നൗ. നമ്മുടെ ഇന്റർമീഡിയറ്റ്, ഫൗണ്ടേഷൻ, ഫൈനൽ ലെവൽസിലുള്ള സ്റ്റുഡൻസിന് ലോവസ്റ്റ് കോസ്റ്റ്, നമുക്ക് എങ്ങനെ അതിന് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, അങ്ങനെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്തിട്ട് കുട്ടികളുടെ കെയർ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. വി ആർ കെയറിങ് മോർ ഓൺ അവർ സ്റ്റുഡൻസ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഫീഡ്ബാക്ക്, നിങ്ങളുടെ ഭാഗത്തുള്ള സജഷൻസ് ഓൾവേസ് നമ്മൾ ഫോളോ ചെയ്തിട്ടായിരിക്കും ഇനി വരുന്ന ക്ലാസ്സസ് എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഓൾവേസ് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഫ്രീ ടോക്കിന് നമ്മൾ റെഡിയാണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത കോൺസെപ്റ്റിലേക്ക് പോവാം. ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് ഒരു കാര്യം, ഒരു 2 മാർക്കോ അല്ലെങ്കിൽ 4 മാർക്കോ കിട്ടാൻ പോകുന്ന ഒരു ഏരിയ പറഞ്ഞുതരാം. ഈ ക്യാപിറ്റൽ മാർക്കറ്റ് തിയറിയും ആർബിട്രേജ് പ്രൈസിംഗ് തിയറിയും തമ്മിൽ വലിയ വ്യതിയാനങ്ങളൊന്നും ഇല്ല അല്ലെ, കാര്യമായ ഒരു മാറ്റങ്ങളൊന്നും ഇല്ല. പക്ഷെങ്കിൽ ദർ ഇസ് എ സ്ലൈറ്റ് ഡിഫറൻസ്. രണ്ടും പറഞ്ഞിരിക്കുന്നത് മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യണം എന്ന് പറഞ്ഞു അല്ലെ. പക്ഷെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അവർ ചോദിക്കാൻ വേണ്ടി പോകുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, വാട്ട് ഇസ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ് തിയറി ആൻഡ് ദ ആർബിട്രേജ് പ്രൈസിംഗ് തിയറി. ആർബിട്രേജ് പ്രൈസിംഗ് തിയറിയും ക്യാപിറ്റൽ മാർക്കറ്റ് തിയറിയും തമ്മിലുള്ള ഏതെങ്കിലും ഒരു ഡിഫറൻസ് സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പൊ എന്താ എഴുതി വെക്കുന്നത്, ക്യാപിറ്റൽ മാർക്കറ്റ് തിയറി നമ്മൾ എന്ത് പറയുന്നു, റിലേറ്റഡ് ടു സ്റ്റോക്ക് ആൻഡ് മാർക്കറ്റ് പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ സെൻസസ് അല്ലെങ്കിൽ നിഫ്റ്റിയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു. വേറെ ആർബിട്രേജ് പ്രൈസിംഗ് തിയറി നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റും സ്റ്റോക്കും, അതായത് ഷെയർസും മാർക്കറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ലൈക്ക് ക്രൂഡ് ഓയിൽ, ഗോൾഡ് പ്രൈസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി കമ്പയർ ചെയ്യുന്നു. അത് പറയുന്ന അതാണ് ഇത് തമ്മിലുള്ള വ്യതിയാനങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. മൂവിംഗ് ടു ദ നെക്സ്റ്റ് സെഷൻ, നമ്മൾ അടുത്ത സെഷനിലേക്ക് പോകുന്നു. ദെൻ കൺസെപ്റ്റ് ക്യാപ്സ്യൂൾ 1, നമ്മൾ ആദ്യത്തെ തിയറി, അതായത് മോഡേൺ പോർട്ട്ഫോളിയോ തിയറിയിലേക്ക് ഇനി എന്താണ് കുറച്ചുകൂടി ഡീപ്പായിട്ട് പോകണം. കാരണം അതിനകത്താണ് നമ്മുടെ വേരിയൻസിനെ കുറിച്ച് സംസാരിക്കുന്നത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ കുറിച്ച് സംസാരിക്കുന്ന അവിടെയാണ്, കോഎഫിഷ്യന്റ് ഓഫ് വേരിയൻസിനെ കുറിച്ച് സംസാരിക്കുന്ന അവിടെയാണ്, കൊറിലേഷൻ സംസാരിക്കുന്ന അവിടെയാണ്. എല്ലാ ഡീറ്റെയിൽ ആയുള്ള കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. വി വിൽ ട്രൈ ടു കവർ മച്ച് മോർ പ്രോബ്ലംസ് അൺടിൽ ഐ തിങ്ക് 20 ക്വസ്റ്റ്യൻ വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, ഇന്ന് കവർ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് തോന്നുന്നു. ബട്ട് വി നീഡ് ടു ഗോ സംതിങ് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 20 പ്രോബ്ലംസ് ഇന്ന് വർക്ക്ഔട്ട് ചെയ്യാം വിത്തിൻ 2 hours. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, മോഡേൺ പോർട്ട്ഫോളിയോ തിയറി പ്രകാരം ഹാരി മൊക്കോവിറ്റ്സ് എന്ന് പറയുന്ന ഫിനാൻഷ്യൽ എഞ്ചിനീയർ എന്ത് ചെയ്യും, ത്രൂ പോർട്ട്ഫോളിയോ സെലക്ഷൻ എന്ന് പറയുന്ന പേപ്പറിലൂടെ ഒരു മാജിക് സ്റ്റിക്ക് നമുക്ക് തന്നിട്ടുണ്ട്. ആ സ്റ്റിക്കിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അതിനു മുമ്പ് മോഡേൺ പോർട്ട്ഫോളിയോ തിയറിയുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങൾ പഠിക്കുക. ഒന്ന്, modern portfolio theory provides a tool for identifying the portfolio which gives the highest return for a particular level of risk. ഒരു മിനിമം ലെവൽ ഓഫ് റിസ്കിൽ നിങ്ങൾക്ക് മാക്സിമം റിട്ടേൺ തരാൻ വേണ്ടി പറ്റുന്ന സെക്യൂരിറ്റീസിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി, ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു ടൂൾ തരുന്നു, ഒരു സ്റ്റിക്ക് നിങ്ങളായി തരുന്നു. അപ്പൊ തന്നെ മനസ്സിലായി എന്തോ ഒരു കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാൻ വേണ്ടി അവിടെ കിടപ്പുണ്ട്. സോ വി നീഡ് ടു നോ അബൌട്ട് ദാറ്റ് ടൂൾ, റൈറ്റ്? നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടോട്ടൽ റിസ്ക് ഓഫ് ദ പോർട്ട്ഫോളിയോ ക്യാൻ ബി റിഡ്യൂസ്ഡ് ബൈ ഡൈവേഴ്സിഫിക്കേഷൻ. മക്കോവിച്ച് പറയുന്ന ഒരു കാര്യം എന്താണ്, നിങ്ങൾക്ക് ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ റിസ്ക് റെഡ്യൂസ് ചെയ്യാം എന്ന് പറയുന്നു. ഓക്കെ, എങ്ങനെ? നിങ്ങളുടെ ഷെയർസിൽ ഇൻ ബിറ്റ്വീൻ ഷെയർസ് ഉണ്ടാകുന്ന റിസ്ക് ഉണ്ടാവില്ലേ, ആ റിസ്ക് ഡൈവേഴ്സിഫിക്കേഷനിലൂടെ കുറക്കാൻ വേണ്ടി പറ്റുന്നു. ഈ ഒരു കാര്യം പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ എന്ത് പഠിക്കുന്ന അറിയോ, കോറിലേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ പഠിക്കുന്നത്. ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് റിസ്ക്, ദ ബെനിഫിറ്റ് ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോറിലേഷൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് തന്നെ പഠിക്കുന്നത്. when we are doing that problem, നമ്മൾ ആ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇവിടെ മാർക്കോവിറ്റ്സ് പറഞ്ഞല്ലോ ഓൾറെഡി, എന്ത്, they providing a tool for identifying the portfolio with the highest return at a particular level of risk. ഒരു ടൂളിനെ കുറിച്ച് പറഞ്ഞല്ലോ. എന്താണ് ആ ടൂൾ? ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, ആ ടൂളിനെ കുറിച്ച് പഠിക്കണം. ആ ടൂളിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ ഇന്റർമീഡിയറ്റ് ഒക്കെ നന്നായിട്ട് പഠിച്ച് പാസ്സായി വന്നവരല്ലേ ഫൈനൽ ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇന്റർമീഡിയറ്റ് എന്നൊരു ടോപ്പിക് ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് വേരിയൻസ് അനാലിസിസ് എന്ന് പറയുന്നത്. അതും ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കാൻ വേണ്ടി പറ്റും. എന്താ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ പറഞ്ഞിരിക്കുന്നത്? ഒരാളൊന്ന് പറയോ എന്താ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നത്? ഫൈനലിൽ ഉണ്ടല്ലോ ഫിക്സഡ് ഓവർഹെഡ്, വേരിയൻസ് അനാലിസിസും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് അറിയാം എന്താ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ പറയുന്നത്. ഓക്കെ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ പറഞ്ഞത് ഒരു ക്രിട്ടിക്കൽ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ടാവും, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ സെറ്റ് ചെയ്തിരിക്കുന്നതും ആക്ച്വലി നമ്മളെ വേരിയൻസ് അനലൈസ് ചെയ്യുന്നു അല്ലെ.
അതിനല്ലേ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് വേരിയൻസ് അനാലിസിസ് എന്ന് പറയുന്നത്. അതേ വേർഡ് തന്നെയാണ് ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പറയുന്നത്, ഒന്നും മാറ്റമില്ല. നമ്മുടെ മനസ്സിൽ, എന്റെ മനസ്സിൽ കമ്പനിക്ക് ഇത്ര, ഞാനിപ്പോ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന എക്സാമ്പിൾ, നമ്മുടെ വേദാന്ത എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയറിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കരുതുക. ആ വേദാന്ത എന്ന് പറയുന്ന കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ഞാൻ എക്സാമ്പിൾ ഞാൻ പറയാം, ഞാൻ ഒരു 10 രൂപയുടെ ഞാൻ ഷെയർ വാങ്ങിച്ചത് ഞാൻ വിചാരിക്കുന്നു, എനിക്ക് ഒരു വർഷം കഴിയുമ്പോൾ എനിക്ക് 2 രൂപ 20% ഡിവിഡൻഡ് കിട്ടി, എനിക്ക് 2 രൂപ എന്ത് കിട്ടും, എനിക്ക് റിട്ടേൺ കിട്ടുമെന്ന് എന്റെ മൈൻഡിനെ ഞാൻ ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് മൈ സ്റ്റാൻഡേർഡ്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ ആണ്, ആഫ്റ്റർ 1 year ഐ എം ഗോയിങ് ടു ഗെറ്റ് 2 rupees ആസ് മൈ റിട്ടേൺ ഓൺ മൈ സിംഗിൾ ഷെയർ. വേദാന്തയുടെ ഒരു ഷെയർ ഒരു വർഷം ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് 2 രൂപ ലാഭം കിട്ടും. ദാറ്റ് ഈസ് മൈ സ്റ്റാൻഡേർഡ്. പക്ഷെ ആക്ച്വലി ഡിഫറെന്റ് ആയിരിക്കില്ലേ? ചിലപ്പോൾ 2 രൂപ കിട്ടാം, ചിലപ്പോൾ അവർ 30% ഡിക്ലെയർ ചെയ്യാൻ എനിക്ക് 3 രൂപ കിട്ടാം. അങ്ങനെ ഞാൻ എന്റെ മൈൻഡിൽ സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡും ആക്ച്വലി എനിക്ക് കിട്ടിയിരിക്കുന്ന റിട്ടേണും തമ്മിലുള്ള വേരിയൻസ് ഉണ്ടാവില്ലേ? ആ വേരിയൻസിനെ ഒരു സ്റ്റാറ്റിക് ഫോമിൽ മെഷർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് ഞാൻ എന്ത് ചെയ്യാം, ഒരു പ്രോബ്ലം കാണിച്ചിട്ട് ഞാൻ അതിന്റെ കോൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ കുറിച്ച് കുറച്ചുകൂടി ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എല്ലാ ഇൻവെസ്റ്റേഴ്സിന്റെയും മൈൻഡ് ഉണ്ടാകുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാനൊരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, എന്റെ മൈൻഡിലുള്ള ആറ്റിറ്റ്യൂഡ് റിട്ടേൺ കൂടുതൽ കിട്ടുക, നിങ്ങൾക്ക് കൂടുതൽ റിട്ടേൺ കിട്ടണം, റിസ്ക് അറ്റ് കുറവായിരിക്കും. ഈ 2 ആറ്റിറ്റ്യൂഡ് ആയിരിക്കും എല്ലാ കോമൺ, അതായത് ഈ 2 സ്വഭാവമായിരിക്കും എല്ലാ ഇൻവെസ്റ്റേഴ്സിന്റെയും മൈൻഡ് ഉണ്ടാവുക. കൂടുതൽ റിട്ടേൺ കിട്ടണം, റിസ്ക് കുറഞ്ഞിട്ടുണ്ടായിരിക്കണം, അല്ലെ? അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഇപ്പൊ ഞാൻ ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന കമ്പനിയിൽ, ജസ്റ്റ് എ സെക്കൻഡ്, ഹോൾഡ് ഓൺ. ഇപ്പോ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ആ മൂന്ന് കമ്പനിയുടെ സ്റ്റോക്ക് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായി. സ്റ്റോക്ക് എ, സ്റ്റോക്ക് ബി, സ്റ്റോക്ക് സി. അതായത് ഷെയർ എ, ഷെയർ ബി, ഷെയർ ബിയിലെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 12 രൂപയാണ്. ആക്ച്വലി എനിക്ക് കിട്ടിയിരിക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 10 ആണ്. എനിക്ക് വന്നിരിക്കുന്ന റിസ്ക് എന്ന് ഇവിടെ ഗെയിൻ ആണ്, അല്ലെ? അല്ല, ലോസ് ആണ്. 2 ആണ് ലോസ് വന്നിരിക്കുന്നത്. ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? ബിയിൽ 10 എക്സ്പെക്ട് ചെയ്തിട്ട് 14 കിട്ടി, 4 എക്സസ് വന്നിരിക്കുന്നു. സിയിൽ എന്ത് ചെയ്യുന്നു? 11 എക്സ്പെക്ട് ചെയ്തിട്ട് 9 എനിക്ക് കിട്ടിയിരിക്കുന്നു. ആക്ച്വലി കിട്ടിയിരിക്കുന്നു 2 ആണ് എന്റെ എന്തെന്ന് പറയുന്നത് ലോസ് എന്ന് പറയുന്നത്. ഈ ഒരു കമ്പനിയെ കൺസിഡർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ 2ൽ കിട്ടിയിരിക്കുന്ന ലോസ്, 2ൽ വന്നിരിക്കുന്ന ലോസും ഇവിടെ ലോസ് അല്ലേ? എനിക്ക് ഇവിടെ ലോസ് ആണ്, ഇവിടെ ലോസ് ആണ്. കമ്പയറിംഗ് ടു മൈ എക്സ്പെക്ടേഷൻ, ഇവിടെ 12 പ്രതീക്ഷിച്ചിട്ട് എനിക്ക് എത്ര കിട്ടി? ആക്ച്വലി 10 കിട്ടിയുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 2 ലോസ് അല്ലേ? 2 ലോസ് ആണ്. ഇവിടെ സി എന്ന ഷെയറിൽ ഞാൻ 11 പ്രതീക്ഷിച്ചിട്ട് എനിക്ക് എത്ര കിട്ടി? 9 കിട്ടിയുള്ളൂ. ഇവിടെയും 2 ലോസ് ആണ്. പക്ഷേ ബി എന്ന ഷെയറിൽ ഞാൻ 10 പ്രതീക്ഷിച്ചിട്ട് എനിക്ക് 14 കിട്ടി. ഇവിടെ എത്ര എനിക്ക് ഗെയിൻ വന്നിട്ടുണ്ട്? 4 എനിക്ക് ഗെയിൻ വന്നിട്ടുണ്ട്, അല്ലെ? ഈ വേരിയൻസ് ഇൻ ദി പോർട്ട്ഫോളിയോ. ഈ പോർട്ട്ഫോളിയോയിൽ ഞാൻ ടോട്ടൽ പ്രതീക്ഷിച്ചിരിക്കുന്ന റിട്ടേൺ എത്രയായിരുന്നു? 33. എനിക്ക് ആക്ച്വൽ എത്ര കിട്ടി? 33 കിട്ടി. ഔട്ട്ലുക്കിലൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ഒരു പൊതുവായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ എന്റെ ഷെയറിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് 33 പ്രതീക്ഷിച്ചിരുന്നു റിട്ടേൺ, എനിക്ക് 33 കിട്ടി. പൊതുവെ പറയാമെങ്കിൽ ഓക്കെയാണ്. പക്ഷെങ്കിൽ അതിൽ ഇൻസൈഡ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇവിടെ ഈ 2 ഷെയർസ്, അതായത് ഈ ഒരു ഷെയർസ് റിസ്ക് 2, അതായത് പോർട്ട്ഫോളിയോ എയിലും പോർട്ട്ഫോളിയോ സിയിലും, അതായത് ലോസ് വന്നിരിക്കുന്ന 2 കമ്പനിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് കരുതുക. ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ എനിക്ക് 4 രൂപ ഗെയിൻ കിട്ടുമായിരുന്നല്ലേ? ജസ്റ്റ് ഒന്ന് നോക്കുക, നമ്മൾ ഇത് 2 റിവൈസ് ചെയ്യുന്നു. ഈ 2 ഷെയറിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ പോർട്ട്ഫോളിയോയുടെ മൊത്തം ഗെയിൻ എത്ര കിട്ടുമായിരുന്നു? 10 പ്രതീക്ഷിച്ചെടുക്കുക എനിക്ക് എന്ത് കിട്ടുമായിരുന്നു? 14 കിട്ടുമായിരുന്നു. ആ 2 ഷെയറിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തത് കൊണ്ടല്ലേ എന്റെ നെറ്റ് ഗെയിൻ എന്ന് പറഞ്ഞ് 0 ആയി പോയത്? അതെ അല്ലെ? അങ്ങനെ ഓരോ ഷെയറും തമ്മിലുള്ള ആ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ ആ ലോസ് ഉണ്ടാകാനുള്ള സാധ്യതകളെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മളോട് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ ഷെയറും എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വേരിയൻസ് അനാലിസിസ് നടത്തണം എന്ന് പറയുന്നു. ആ വേരിയൻസ് അനാലിസിസ് നടത്തിയ ശേഷം
നടത്തുന്നതിനാണ് നമ്മൾ എന്ത് പറഞ്ഞത്, നടത്തിയിട്ടുണ്ടാകുന്ന ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് എന്ന് പറഞ്ഞതാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ലെറ്റ് മീ സീ, ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ടോ? നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ വേരിയൻസ് അനാലിസിസ് നമുക്ക് എന്ത് ചെയ്യാം, ആ ഇല്ലുസ്ട്രേഷൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് കൂടെ നമുക്ക് പോയി പോകാം. നമുക്കിപ്പോൾ എന്ത് ചെയ്യാം, കൺസെപ്റ്റ് മാത്രം നോക്കി പോകാം. രണ്ടാമത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ആൻ ഒപ്റ്റിമം പോർട്ട്ഫോളിയോ ഓഫ് ഇൻവെസ്റ്റർ. അതായത് നിങ്ങളുടെ മുമ്പിലേക്ക് എന്ത് ചെയ്യുന്നു, ഒരു ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോ അഡ്വൈസർ ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ക്യാഷും കൊണ്ട്, ഒരു 10 ലക്ഷം രൂപയും കൊണ്ട് ഒരാൾ വരികയാണ്. അങ്ങനെ ഒരാൾ നിങ്ങളുടെ മുമ്പിൽ ഇൻവെസ്റ്റ്, എനിക്ക് ഇത്ര പൈസ ഉണ്ട്, 10 ലക്ഷം രൂപ എന്റെ കയ്യിലുണ്ട്, എനിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളൊരു ഒപ്റ്റിമം പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ അയാൾക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാസ് ഓഫ് അസറ്റിന് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അതിനെയാണ് നിങ്ങൾ എവിടെ പഠിക്കുന്നത്, ഡിറ്റർമിനേഷൻ ഓഫ് ഓപ്റ്റിമം പോർട്ട്ഫോളിയോ ഓഫ് ആൻ ഇൻവെസ്റ്റർ എന്ന് പറയുന്ന ടേമിൽ പറയുന്നത്, കൺസെപ്റ്റ് ക്യാപ്സ്യൂളിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന രണ്ടാൾക്കാർ, അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. അതായത് നിങ്ങൾ ഏത് പോർട്ട്ഫോളിയോ അനലൈസ് ചെയ്യുന്നത്, ഇപ്പൊ തിയറീസിലൊക്കെ 3 മുമ്പുള്ള പ്രീ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഏത് ഷെയറിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ, ഫസ്റ്റ് സ്റ്റേജ് ചെയ്യേണ്ടത് നിങ്ങൾ എഫിഷ്യന്റ് ആയിട്ടുള്ള ഷെയർസും ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള ഷെയർസിനെ എന്ത് ചെയ്യണം, ക്ലാസിഫൈ ചെയ്ത് വെക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, എങ്ങനെ ഈ എഫിഷ്യൻസി ഓഫ് ഷെയർസ് അല്ലെങ്കിൽ ഇൻഎഫിഷ്യൻസി ഓഫ് ഷെയർസ് എന്ത് ചെയ്യുക, മനസ്സിലാകാൻ വേണ്ടി പറ്റുക നോക്കണം അല്ലെ. അതായത് ഇപ്പൊ 100 കമ്പനിയുടെ ലിസ്റ്റ് ഓഫ് 100 കമ്പനിയുടെ ഷെയർ പ്രൈസും അതിന്റെ റിട്ടേൺ കാര്യങ്ങളൊക്കെ ഒരു ലിസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. അത് നിങ്ങൾ ഔട്ട്ലുക്കിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് കുറെ കാര്യങ്ങൾ നമുക്ക് ഫിൽറ്റർ ചെയ്ത് കഴിയാൻ വേണ്ടി പറ്റില്ലേ. അങ്ങനെയുള്ള ഫസ്റ്റ് ഫിൽറ്റർ ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മളെന്ന് വിളിക്കുക ഐഡന്റിഫൈ ദ എഫിഷ്യൻസി ആൻഡ് ഇൻഎഫിഷ്യൻസി ഓഫ് എ പെർട്ടിക്കുലർ ഷെയറിന്റെ എഫിഷ്യൻസി ഇൻഎഫിഷ്യൻസി നോക്കിയിട്ട് അതിനെ ആദ്യം എന്ത് ചെയ്യും, നമ്മൾ റിമൂവ് ചെയ്ത് കളയും. അപ്പോ ഒരു ഷെയർ എങ്ങനെയാ ഇൻഎഫിഷ്യന്റ് ആണെന്ന് പറയാന്ന് നോക്കിയാൽ ബാക്കി നമുക്ക് അതിന് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ എഫിഷ്യന്റ് ഷെയർസ് കിട്ടില്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ എന്തോ പറയാൻ വേണ്ടി പോകുന്നത്, എങ്ങനെയാണ് ഒരു ഷെയറിന്റെ ഇൻഎഫിഷ്യൻസി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ഏതേലും ഒരു ഷെയർ, ആദ്യത്തെ കണ്ടീഷൻ ഇതാണ്, ഏതേലും ഒരു ഷെയറിന് ഹൈ റിസ്ക് കൂടുതലും ലോ റിട്ടേണുമാണ് എന്നുണ്ടെങ്കിൽ, റിസ്ക് കൂടുതലും റിട്ടേൺ കുറവുമാണ് എന്നുണ്ടെങ്കിൽ, അതായത് കൂടിയ റിസ്കിൽ ആരും കുറച്ച് റിട്ടേൺ കൊടുക്കുകയാണെങ്കിൽ ആ ഷെയർ ഇൻഎഫിഷ്യന്റ് അല്ലേ. അതെ, അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എ സെക്യൂരിറ്റി ഹാവിങ് ഹൈ റിസ്ക് ആണ്, പക്ഷേ റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താണ്, കുറവാണ്, കുറച്ചേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനു വിളിക്കും, അതിനെ ഇൻഎഫിഷ്യന്റ് സെക്യൂരിറ്റി എന്ന് വിളിക്കും. ആദ്യത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് സെയിം റിസ്ക്, അതായത് 2 കമ്പനികൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 2 കമ്പനികളുണ്ട്, 2 കമ്പനി തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് 2 കമ്പനിയുടെ റിസ്കിലൊന്നും മാറ്റമില്ല. പക്ഷെങ്കിൽ എയും ബിയും എന്ന കമ്പനി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബി എന്ന കമ്പനിയുടെ റിട്ടേൺ എന്ത് ചെയ്യുന്നു, കുറവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് പെർട്ടിക്കുലർ സെക്യൂരിറ്റി ഈസ് എ ഇൻഎഫിഷ്യന്റ് സെക്യൂരിറ്റി. അപ്പൊ നമ്മൾ എന്ത് തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പായിട്ട് ആ ഒരു സെക്യൂരിറ്റിനെ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒഴിവാക്കി മാറ്റുന്നു. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് സെയിം റിട്ടേൺ ഹൈ റിസ്ക്. ഞാൻ എത്ര റിസ്ക് എടുത്താലും എനിക്ക് റിട്ടേണിൽ മാറ്റൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിന് എഫിഷ്യന്റ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ഇല്ല. കാരണം എന്റെ റിട്ടേൺ ഫിക്സഡ് ആയിപ്പോയി നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഷെയറും നമ്മളെ ഇൻഎഫിഷ്യന്റ് സെക്യൂരിറ്റി ആണെന്ന് പറയും. അപ്പോൾ അത് ഇൻഎഫിഷ്യന്റ് സെക്യൂരിറ്റി ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള 3 ടേംസ് ഉണ്ട്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഒന്ന് എഴുതി നോട്ട് ചെയ്ത് വെച്ചോ. ഫസ്റ്റ് എന്ന് പറയുന്നത് ഹൈ റിസ്ക് ലോ റിട്ടേൺ. നിങ്ങൾക്ക് റിസ്ക് കൂടുതലാണ് പക്ഷെ റിട്ടേൺ കുറവാണ്. എവിടെ എഴുതി വെച്ചോ, ഇത് നിങ്ങൾക്ക് തിയറി പാർട്ട് ചിലപ്പോൾ ചോദിക്കും. രണ്ടാമത്തത് സെയിം റിസ്ക് ആണ് പക്ഷെങ്കിൽ ലോ റിട്ടേൺ റിസ്ക് സെയിം ആയിരിക്കും, റിട്ടേൺ കുറവായിരിക്കും. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് സെയിം റിട്ടേൺ ബട്ട് ഹൈ റിസ്ക്. സെയിം റിട്ടേൺ ആയിരിക്കും, ഹൈ റിസ്ക്. ആ 3 തരത്തിലുള്ള ഷെയർസിനും നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിൽട്ടർ ചെയ്ത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഷെയറിന്റെ കാര്യത്തിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ഈ തിയറീസ് ഒക്കെ അപ്ലൈ ചെയ്ത് നോക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്ന കോൺസെപ്റ്റ്, പെൻഡിങ് വെച്ചിരിക്കുന്ന കോൺസെപ്റ്റിലേക്ക് പോകുന്നു. ഡിറ്റർമിനേഷൻ ഓഫ് ആൻ ഓപ്റ്റിമം പോർട്ട്ഫോളിയോ ഫോർ ആൻ ഇൻവെസ്റ്റർ. ഒരു ഇൻവെസ്റ്റർ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് വേണ്ടിയിട്ട് ഒരു പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ
പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ നോക്കണം നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ആളുടെ സ്വഭാവം എന്താ നോക്കണം. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന നിങ്ങളുടെ ക്ലയന്റിന്റെ സ്വഭാവം എന്താ നോക്കണം. ഒന്ന്, ഈവൻ ഇഫ് ദ റിട്ടേൺ ഈസ് ലോ, ഇഫ് ദ റിസ്ക് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ഇൻവെസ്റ്റർ ഈസ് ഗിവൻ, അതായത് നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്ന ഇൻവെസ്റ്ററിന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, അയാളുടെ ഒരു തരത്തിലുള്ള സ്വഭാവം, ഒരു ആൾക്കാരെന്ന് പറഞ്ഞത് ഈവൻ ഇഫ് ദ റിട്ടേൺ ഈസ് ലോ, റിട്ടേൺ കുറവായിക്കോട്ടെ, പക്ഷെങ്കിൽ ഐ ഡോണ്ട് വാണ്ട് എനി റിസ്ക്, എനിക്ക് റിസ്ക് ഒന്നും വേണ്ട, നിങ്ങൾ എനിക്ക് ₹1 പോലും റിട്ടേൺ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, റിട്ടേൺ കുറവായാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ എനിക്ക് ₹1 പോലും എനിക്ക് റിസ്ക് വരാൻ വേണ്ടി പാടില്ല. അങ്ങനെ ഉള്ള ഒരു മൈൻഡുള്ള ഒരാൾക്കാർക്ക് നമ്മൾ റിസ്ക് ഉള്ള സെക്യൂരിറ്റി പ്രിഫർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രിഫർ ചെയ്ത് കൊടുത്തു, നാളെ ആ കമ്പനിയിൽ ആ ഷെയറിൽ ലോസ് വന്നു കഴിഞ്ഞാൽ അയാൾ നമ്മുടെ ഓഫീസിൽ നിർത്താൻ വിടുവോ? ഇല്ല, നമ്മളുമായിട്ട് എന്ത് ചെയ്യും? ക്രാക്ക് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള ആൾക്കാരുടെ സ്വഭാവം നോക്കിയിട്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് സെലക്ട് എ പോർട്ട്ഫോളിയോ വിത്ത് ലോ റിസ്ക്, ചെറിയ റിസ്ക് ഉള്ള ഒരു ഷെയർ അല്ലെങ്കിൽ റിസ്ക് കുറഞ്ഞിട്ടുള്ള ഒരു ഷെയർ മാത്രം പറഞ്ഞെടുക്കുക. ദേ ആർ നോട്ട് ബോതേർഡ് അബൌട്ട് ഹൗ മച്ച് യു ആർ ഗോയിങ് ടു പേ ആസ് റിട്ടേൺ. അവര് നമ്മൾ എത്ര റിട്ടേൺ കൊടുക്കുന്നു എന്നുള്ളത് അവർ ബോതേർഡ് അല്ല. Their concern is only reducing the risk of the portfolio ഷെയറിന്റെ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ റിസ്ക് കുറക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ കൺസേൺ. സോ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് സെലക്ട് എ പോർട്ട്ഫോളിയോ വിത്ത് ലോ റിസ്ക് ഉള്ള ഒരു പോർട്ട്ഫോളിയോ എടുത്ത് കൊടുക്കുക, സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തോ, നിങ്ങളുടെ 1 million എന്ന് പറയാം. രണ്ടാമത്തത്, ഈവൻ ഇഫ് ദ റിസ്ക് ഇസ് ഐ വാണ്ട് റിട്ടേൺ, ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറാ, നമുക്ക് എന്ത് വേണം? റിട്ടേൺ വേണം. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടല്ലോ. അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചല്ലോ, അവർ തന്നെ ഓൾറെഡി നമ്മളോട് പറഞ്ഞു, എത്ര റിസ്ക് ഒന്നും എനിക്ക് കുഴപ്പമില്ല, ഞാൻ റിസ്ക് എടുക്കാൻ എന്തും തയ്യാറാ, എനിക്ക് എന്ത് വേണം? എനിക്ക് റിട്ടേൺ കിട്ടിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സെലക്ട് എ പോർട്ട്ഫോളിയോ വിത്ത് ഹൈ റിട്ടേൺ. നിങ്ങൾ അവിടെ എന്തിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല, റിസ്കിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഏതാണോ മാർക്കറ്റിൽ ഹൈ റിട്ടേൺ തരാൻ വേണ്ടി പോകുന്ന സെക്യൂരിറ്റി എന്ന് നിങ്ങൾ അനലൈസ് ചെയ്യാം. ഏതിലൂടെ അനലൈസ് ചെയ്യണം? അനലൈസ് ചെയ്യുന്ന ടൂൾസ് നമ്മൾ താഴെ പഠിക്കും. അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഹൈ റിട്ടേൺ ഉള്ള ഒരു സെക്യൂരിറ്റി എടുത്ത് അവിടെ കയ്യിൽ കൊടുത്താൽ യു പുട്ട് യുവർ മണി ഓവർ ഹിയർ, നിങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തോ, യു വിൽ ഗെറ്റ് എ റിട്ടേൺ, ബട്ട് ഐ ഡോണ്ട് നോ ഹൗ മച്ച് ഇസ് ദ ക്വാണ്ടം ഓഫ് ലോസ് ദാറ്റ് യു മേ ബി ഒക്വർ. നിങ്ങൾക്ക് ഒക്വർ ചെയ്യാൻ വേണ്ടി പോകുന്ന ലോസ് എത്രയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾക്ക് റിട്ടേൺ എന്തായാലും കിട്ടാൻ സാധ്യതയുണ്ട്. കിട്ടുന്നുണ്ടെങ്കിൽ നല്ല ഹൈ റിട്ടേൺ ആയിരിക്കും എന്ന് പറയും. അപ്പോ ഫസ്റ്റ് കേസ് എന്താ? മെത്തേഡ് 1, ഇഫ് ദ റിസ്ക് ആറ്റിറ്റ്യൂഡ് ഓഫ് ഇൻവെസ്റ്റർ ഈസ് ഗിവൻ. റിസ്ക് ആറ്റിറ്റ്യൂഡ് ഓഫ് ഇൻവെസ്റ്ററുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? ഡിറ്റർമിനേഷൻ ഓഫ് ഒപ്റ്റിമം പോർട്ട്ഫോളിയോ ഓഫ് ആൻ ഇൻവെസ്റ്റർ. ഒരു ഇൻവെസ്റ്റർക്ക് വേണ്ടി ഒരു പോർട്ട്ഫോളിയോ, ഒപ്റ്റിമം പോർട്ട്ഫോളിയോ സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ കേസ്, ഇത് നോർമൽ കണ്ടീഷൻ ആണ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് മെത്തേഡ് 2, ഇഫ് ദ റിസ്ക് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ഇൻവെസ്റ്റർ നോട്ട് നോൺ. നിങ്ങൾക്ക് എന്തറിയില്ല? മുകളിൽ താഴത്തെ കേസ് പറഞ്ഞ് നമുക്ക് ആറ്റിറ്റ്യൂഡ് പറയാന്ന് പറഞ്ഞല്ലേ, നിങ്ങളുടെ മുമ്പിൽ ഒരാൾ വരുന്നില്ല, നിങ്ങൾക്ക് അയാളുടെ സ്വഭാവഗതികളൊന്നും അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ടൂൾ എന്ന് പറയുന്നത് കോഎഫിഷ്യൻസ് ഓഫ് വേരിയൻസ് എന്ന് പറയും. എന്താ കോഎഫിഷ്യൻസ് ഓഫ് വേരിയൻസ് എന്ന് പറഞ്ഞാല്? ഇല്ല അല്ലെ? കോഎഫിഷ്യൻസ് ഓഫ് വേരിയൻസ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞാല് റിസ്ക് പെർ റിട്ടേൺ എന്നാണ് അർത്ഥം. റിസ്ക് പെർ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോ, നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. റിസ്ക് പെർ റിട്ടേൺ നോട്ട് ചെയ്ത് വെച്ചോ, ഒരു പെന്നും പേപ്പറും നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയത് വെച്ചാൽ നിങ്ങൾക്ക് എന്തായിരിക്കും? എളുപ്പമായിരിക്കും ഇക്വേഷൻസ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, കോഎഫിഷ്യൻസ് ഓഫ് വേരിയൻസിന്റെ ഇക്വേഷനും അത് തന്നെയാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് റിസ്ക് അല്ലേ, വേരിയൻസ് അല്ലേ? ആക്ച്വൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡും ആക്ച്വലും തമ്മിലുള്ള വേരിയൻസ് അല്ലെ നമ്മൾ റിസ്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റിസ്ക് പെർ റിട്ടേൺ എന്ന് പറയണമെന്നാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ ആവറേജ് റിട്ടേൺ. ആവറേജ് റിട്ടേൺ മീൻസ് എക്സ്പെക്ടഡ് റിട്ടേൺ. അതാണ് എന്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? കോഎഫിഷ്യൻസ് ഓഫ് വേരിയൻസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇക്വേഷൻ നോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ കൂടി നോട്ട് ചെയ്ത് നോക്കാം. സിമ്പിൾ ആയിട്ട് ഇതിനകത്തൊരു പറഞ്ഞ റൂൾ എന്താ അറിയോ? നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് റിസ്കിനെ കുറിച്ച് അറിയില്ല, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മളെന്ത് പറയും? കോഎഫിഷ്യൻസ് ഓഫ് വേരിയൻസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? ഒരു പോർട്ട്ഫോളിയോ സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകും. അങ്ങനെ ഒരു 4 ഷെയർ ഉണ്ടെങ്കിൽ 4 ഷെയറിന്റെയും കോഎഫിഷ്യൻസ് ഓഫ് വേരിയൻസ് കണ്ടുപിടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ 4 പോർട്ട്ഫോളിയോയുടെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയൻസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനെ കുറിച്ച് തീരുമാനങ്ങൾ എടുക്കും? ഏത് ക്രൈറ്റീരിയ വെച്ച് നിങ്ങളുടെ തീരുമാനം എടുക്കും? ആ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ലോവർ ദ ബെറ്റർ ആയിരിക്കും. നിങ്ങൾ കുറവുള്ളത് എടുത്തോ. എന്താ നമ്മൾ അങ്ങനെ പറയാനുള്ള കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ നമ്മൾ എന്താ പറഞ്ഞത്? ഇപ്പൊ 1/2 ആണ് എനിക്ക് എന്ത് വന്നിരിക്കുന്നത് കരുതുക. നമ്മുടെ സ്റ്റാൻഡേർഡ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയൻസ് 1/2. ഫസ്റ്റ് കേസിൽ 1/2 വന്നു, സെക്കൻഡ് കേസിൽ 1/3 വന്നു കരുതുക. ഈ 1/2 എന്ന് പറഞ്ഞത് 2/1 എനിക്ക് നഷ്ടമാണല്ലേ? റിസ്ക് പെർ റിട്ടേൺ അല്ലേ? എനിക്ക് 2 റിട്ടേൺ കിട്ടിയാൽ എനിക്ക് 1 നഷ്ടമാണ്. അതായത് 50-50 ആണ് എന്റെ പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേസിലോ 2/3 ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3ൽ എനിക്ക് 2 നഷ്ടമാണ്.
അല്ലേ? ആദ്യത്തെ കേസിൽ 1/2 ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താണ് 2 റിട്ടേൺ, റിസ്ക് പെർ റിട്ടേൺ അല്ലേ? അങ്ങനെയാണെങ്കിൽ 2 റിട്ടേൺ 1 റിസ്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ 2 റിട്ടേൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 1 റിസ്ക് ആണ്. അതായത് 50% എടുക്കുന്നുണ്ട്, റിസ്ക് കൂടുതലാണ്, റിസ്ക് പെർ റിട്ടേൺ ആണെന്ന് നമ്മൾ പറയും. രണ്ടാമത്തെ കേസിൽ 2/3 ആണെന്ന് കരുതുക. എന്റെ റിസ്ക് എന്ന് പറയുന്നത് 2ഉം എന്റെ റിട്ടേൺ എന്ന് പറയുന്നത് 3ഉം ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എത്രയാ? 2ൽ 3 നഷ്ടം. അതായത് 66.36% ആയിരിക്കും എന്റെ റിസ്ക് പെർ റിട്ടേൺ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ലോവർ ദ ബെറ്റർ അല്ലേ? ബെറ്റർ 1/2 നമുക്ക് 50%ഉം 2ൽ 1 നഷ്ടം വന്നു, അതായത് 50% നഷ്ടം വരും. രണ്ടാമത്തെ കേസിൽ 3ൽ 2 നഷ്ടം വരും. അങ്ങനെയാണെങ്കിൽ 66.67% എനിക്ക് ലോസ് വരും. ലോസ് കുറയുന്നതല്ലേ ബെറ്റർ? അതായത് നമ്മൾ 50% കൂടിയല്ലേ പോകുക. അതുകൊണ്ടാണ് ഈ തിയറി പറഞ്ഞത് ലോവർ ദ ബെറ്റർ വെൻ യു ഐഡന്റിഫൈ ദ കോഎഫിഷ്യന്റ്സ് ഓഫ് വേരിയൻസ് ഓഫ് എ പർട്ടിക്കുലർ പോർട്ട്ഫോളിയോയുടെ ഏതെങ്കിലും ഒരു കോഎഫിഷ്യന്റ് വേരിയൻസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ആ കോഎഫിഷ്യന്റ്സ് ഓഫ് വേരിയൻസ് കുറഞ്ഞതായിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലതെന്നാ പറഞ്ഞത്. കൺസെപ്റ്റ് മനസ്സിലായോ? എന്തുകൊണ്ട് ആ ഇക്വേഷനിൽ ആ റൂൾ വരാൻ കാരണം എന്ന് മനസ്സിലായോ? ജസ്റ്റ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കാം എൻട്രിയുടെ കാര്യങ്ങൾ. വെയിറ്റിംഗ് റൂം ഒന്നും ഇട്ടിട്ടില്ല, ജോയിൻ ചെയ്യാൻ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലായെന്ന് തോന്നുന്നു. രണ്ടാമത്തെ തിയറി, അതായത് നമ്മൾ 2 മെത്തേഡ് പറഞ്ഞു. നിങ്ങളൊരു പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കേസ് പറഞ്ഞു ഈവൻ ഇഫ് ദ റിസ്ക് ആറ്റിറ്റ്യൂഡ് ഓഫ് ദി ഇൻവെസ്റ്റർ ഈസ് ഗിവൻ. നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഇൻവെസ്റ്ററുടെ റിസ്ക് ആറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാമെന്നുള്ള കേസ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ അറിയില്ല, ആറ്റിറ്റ്യൂഡ് അറിയാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോഎഫിഷ്യൻസ് വേരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ മെഷർ ചെയ്തിട്ട് കോഎഫിഷ്യന്റ് വേരിയൻസ് ഏത് പോർട്ട്ഫോളിയോ ആണോ ലോവർ ഉള്ളത് അത് നിങ്ങൾ എന്ത് ചെയ്യും, ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റേഴ്സിന് അഡ്വൈസ് കൊടുക്കാൻ വേണ്ടി പറ്റും എന്ന് പറഞ്ഞു. ഇനി മൂന്നാമതൊരു കേസും കൂടി ഉണ്ട്. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഇഫ് ദ റിസ്ക് ഫ്രീ റേറ്റ് ഈസ് ഗിവൻ. നിങ്ങൾക്ക് എന്ത് പറയുന്നു, നിങ്ങളുടെ കയ്യിൽ റിസ്ക് ഫ്രീ റേറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട്. റിസ്ക് ഫ്രീ റേറ്റ് എന്താ? അവിടെ റിസ്ക് എലമെന്റ് ഒന്നുമില്ല. നിങ്ങൾ അതായത് ഫിക്സഡ് റേറ്റ്, നമ്മളിപ്പോ ഗവൺമെന്റ് ബോണ്ടിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ലേ, അല്ലെങ്കിൽ RBI ബോണ്ടിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ലേ, അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫിക്സഡ് അല്ല റിട്ടേൺ കിട്ടുക. അവിടെ മാർക്കിന് ട്രെൻഡിനനുസരിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള റേറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, റിസ്ക് ഫ്രീ റേറ്റ് എന്ന് വിളിക്കും. നമ്മൾ ഇതേ സാധനം എവിടെ പഠിച്ചിട്ടുണ്ട്? CAPM മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, CAPM മെത്തേഡ് ചെയ്യുന്ന സമയത്ത് റിസ്ക് ഫ്രീ റേറ്റിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓൾറെഡി ഇന്റർമീഡിയറ്റ് പഠിച്ചിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന ഏരിയ പഠിക്കുന്ന സമയത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്. സോ നമ്മൾ എന്ത് ചെയ്യും, RF നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഷാർപ്പ് റേഷ്യോ യൂസ് ചെയ്യണം. ഏതൊരു റേഷ്യോ യൂസ് ചെയ്യണം? ഷാർപ്പ് റേഷ്യോ ബേസ്ഡ് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, നിങ്ങൾക്ക് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി പാടുള്ളൂ. അപ്പൊ നമ്മൾ അറിയണം എന്താ ഷാർപ്പ് റേഷ്യോ എന്ന് പറയണം. ഷാർപ്പ് റേഷ്യോ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ റിട്ടേൺ പെർ റിസ്ക് ആണ്. ഞാൻ ആദ്യത്തെ കേസ് പറഞ്ഞു, നിങ്ങൾ റിഷാദ് ഒന്ന് സൗണ്ട് മ്യൂട്ട് ചെയ്യടാ. ഓക്കെ, നമ്മൾ എന്ത് പറഞ്ഞു, കോഎഫിഷ്യൻസ് വേരിയൻസിനകത്ത് പഠിച്ചിരിക്കുന്നത് എന്താ, റിസ്ക് പെർ റിട്ടേൺ ആയിരുന്നില്ലേ? അങ്ങനെയാണെന്ന് ഞാൻ ഇവിടെ പറയുന്നു ഷാർപ്പ് റേഷ്യോ വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് ദ റിട്ടേൺ പെർ റിസ്ക്. അങ്ങനെയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് റൂളല്ലേ ഇവിടെ ആപ്ലിക്കബിൾ ആവേണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞ കേസ് എന്താ, ലോവർ ദ ബെറ്റർ ആയിരുന്നില്ലേ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഷാർപ്പ് റേഷ്യോയിൽ എന്ത് യൂസ് ചെയ്യണം, ഹയർ ദ ബെറ്റർ യൂസ് ചെയ്തിട്ടായിരിക്കണം നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞു. ഓക്കെ, ആ ഇക്വേഷൻ ഇങ്ങനെ പറഞ്ഞ റിസ്ക് ഓഫ് ദ പോർട്ട്ഫോളിയോ മൈനസ് റിസ്ക് ഫ്രീ റിട്ടേൺ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ചുരുക്കി പറഞ്ഞ ഇതിന് അർത്ഥം എന്ന് പറഞ്ഞത് എന്താ, നമ്മുടെ റിട്ടേൺ പെർ റിസ്ക് ആണ്. റിട്ടേൺ പെർ റിസ്ക് കൂടുതലായിരിക്കുന്നില്ലേ നമ്മൾക്ക് നല്ലത്, റിട്ടേൺ കൂടുതലായിരിക്കുന്നില്ലേ നല്ലത്. സോ ഇവിടെ എന്തെടുക്കണം, തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ഹയർ ദ ബെറ്റർ ബേസ്ഡ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത്, പോർട്ട്ഫോളിയോയിലെ ഡിസിഷൻ എടുക്കേണ്ടതെന്ന് പറയുന്നു. എന്തുകൊണ്ടാ ഇതിനെ നമ്മുടെ ഈ ഷാർപ്പ് റേഷ്യോ വരാനുള്ള കാരണം എന്ന് അറിയോ? നമ്മുടെ ഇന്റർമീഡിയറ്റ് പഠിക്കുന്ന സമയത്ത് മാർജിനൽ കോസ്റ്റിംഗ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായി, നമ്മൾ എന്തിനെ കുറിച്ച് സംസാരിക്കുന്നില്ല, ഫിക്സഡ് ആയിട്ടുള്ള കോസ്റ്റിനെ കുറിച്ച് അതായത് നമ്മൾ ഇങ്ങനെ പറഞ്ഞത് അബ്സോർപ്ഷൻ കോസ്റ്റിംഗിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വേരിയബിൾ കോസ്റ്റും കൺസിഡർ ചെയ്യുന്നു, ഫിക്സഡ് കോസ്റ്റും കൺസിഡർ ചെയ്തിട്ട് ആയിരുന്നു മുൻപുണ്ടായിരുന്നു. അത് ട്രഡീഷണൽ മെത്തേഡ് ആയിരുന്നു. രണ്ടാമത് നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയുകയാണ്, നിങ്ങളത് തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിന് ഫിക്സഡ് ആയിട്ടുള്ള കോസ്റ്റിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല,
തീരുമാനങ്ങൾ ഉറപ്പായിട്ട് നോട്ട് ഷെയർ ചെയ്യും. നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ഫിക്സഡ് ആയിട്ടുള്ള ഒരു കോസ്റ്റിനെ കുറിച്ച് എടുക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെയും നമ്മൾ എടുക്കുന്ന എന്താ, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ. ആ കോൺട്രിബ്യൂഷൻ വെച്ച് ഡിറൈവ് ചെയ്യുന്ന പി വി റേഷ്യോ വെച്ചില്ലേ നമ്മൾ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടായതിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രേക്ക് ഈവൻ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ പോയത്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും ആ ലോജിക്ക് യൂസ് ചെയ്യണം. ഇവിടെ നമ്മളോട് പറയുന്നില്ലേ, റിസ്ക് ഫ്രീ റേറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ടുള്ള നിങ്ങൾക്കുള്ള റിട്ടേൺ ആണ്. അങ്ങനെയാണെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ഈ റിസ്ക് ഫ്രീ ആയിട്ടുള്ള റിട്ടേൺ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. ടോട്ടൽ റിസ്ക് ഓഫ് ദി പോർട്ട്ഫോളിയോനകത്ത് നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന, അതായത് ഫിക്സഡ് ആയിട്ടുള്ള, അതായത് റിസ്ക് എലമെന്റ് എഫക്ട് ചെയ്യാത്ത റിസ്ക് ഫ്രീ റിട്ടേൺ അങ്ങ് നമ്മൾ എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്തിട്ട് ബാക്കി മാത്രം, അതായത് റിസ്ക് എലമെന്റ് ഉള്ള, റിസ്ക് വരാൻ സാധ്യതയുള്ള റിട്ടേൺ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസിഷൻ മേക്കിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അതാണ് ഇക്വേഷനകത്ത് ആർ പി മൈനസ് ആർ എഫ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന ഇക്വേഷൻ വരാനുള്ള കാരണം എന്ന് പറയുന്നത്. ബിക്കോസ് റിസ്ക് ഫ്രീ റേറ്റ് ഈസ് എ ഫിക്സഡ് ഇൻകം ഓവർ ദ, നമ്മുടെ അവിടുത്തെ ഫിക്സഡ് ആയിട്ടുള്ള ഇൻകം ആണ്. ഫിക്സഡ് ഇൻകം നമ്മൾ ഉപയോഗിക്കുന്നില്ല, ഇതിനു വേണ്ടിയിട്ട് ഡിസിഷൻ മേക്കിംഗ് പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്ന് പറയും. കോൺസെപ്റ്റ് മനസ്സിലായോ? എന്താ ഇക്വേഷൻ വരാനുള്ള ലോജിക് എന്ന് പറഞ്ഞത്? അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത് കുറച്ചുകൂടി ഷാർപ്പാണ്. നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എക്സാമിന്റെ തൊട്ട് തലേ ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇക്വേഷൻസ് ഒക്കെ ഒറ്റയടിക്ക് ബൈ ഹാർട്ട് ചെയ്ത് മൈൻഡിലേക്ക് കയറി വരണം അല്ലേ? അങ്ങനെയാണെങ്കിൽ കുറച്ച് നൊട്ടേഷൻസ് ഒക്കെ വെച്ച് പഠിക്കുക. അണ്ടർ ഷാർപ്പ് റേഷ്യോയിൽ എന്തായിരിക്കും, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ കുറച്ചുകൂടി ഷാർപ്പായിരിക്കും. ഷാർപ്പാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അവോയ്ഡ് ചെയ്യും. അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തു. നമ്മളിവിടെ അൺനെസസറി ആയിട്ടുള്ള ആരെ അവോയ്ഡ് ചെയ്തു, റിസ്ക് ഫ്രീ റേറ്റ് നമ്മൾ അവോയ്ഡ് ചെയ്തു. ദിസ് ഇസ് എ റീസൺ ഫോർ ദാറ്റ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇല്ലുസ്ട്രേഷൻസ് വർക്ക്ഔട്ട് ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ കാര്യങ്ങൾ ഇക്വേഷൻ വരുന്ന സമയത്ത് ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്തിരിക്കും. ഇത് മനസ്സിലായോ? മനസ്സിലായില്ലേ? മനസ്സിലായോ? എന്തെങ്കിലും എക്സ്പ്ലനേഷൻ അധികം വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. മുൻപോട്ട് പോടേ. ഓക്കേടാ. അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എക്സ്പെർട്ട് റിട്ടേൺ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ സ്റ്റോക്ക് ഓർ സെക്യൂരിറ്റി. ആരെക്കുറിച്ച് സംസാരിക്കുന്നത്? ഇത് പഠിക്കുമ്പോൾ നമ്മൾ ഏത് തിയറിയിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് ഓർമ്മയുണ്ടോ? മോഡേൺ പോർട്ട്ഫോളിയോ തിയറിനകത്തുള്ള കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും കയറി വരുന്നില്ല. നിങ്ങൾ എവിടെ മാർക്കറ്റ് എന്ന ടേം കണ്ടോ, ദാറ്റ് ഷുഡ് ബി റിലേറ്റഡ് ടു ഏത് തിയറി? ഒന്നുകിൽ ആർബിട്രേജ് പ്രൈസിംഗ് തിയറിയുമായി ബന്ധപ്പെട്ടതായിരിക്കാം, എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന CRT മോഡലുമായി ബന്ധപ്പെട്ടതായിരിക്കാം. എല്ലാ എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ന വേർഡ് യൂസ് ചെയ്യാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. കാരണം അണ്ടർ മോഡേൺ പോർട്ട്ഫോളിയോ തിയറി നമ്മൾ എന്താ പറഞ്ഞത്, നമ്മൾ മാർക്കറ്റുമായിട്ട് ഒരു ബന്ധവും സ്ഥാപിക്കാൻ വേണ്ടി പോകുന്നില്ല. ഓക്കെ. രണ്ടാമത്തെ കേസ് പറയാം. മൂന്നാമത്തെ കേസ് എക്സ്പെർട്ട് റിട്ടേൺ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ സ്റ്റോക്ക് ഓർ സെക്യൂരിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ നേച്ചർ ഓഫ് ഇൻഫർമേഷൻ. നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യും, ഇത് എക്സ്പെക്ടഡ് റിട്ടേൺ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ സ്റ്റോക്ക്, ഒരു സെക്യൂരിറ്റിയുടെ അല്ലെങ്കിൽ സ്റ്റോക്കിന്റെ റിട്ടേൺ നമ്മൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റിസ്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് തന്നിരിക്കുന്നത് പാസ്റ്റ് ഡാറ്റ, കഴിഞ്ഞു പോയ ഡാറ്റയെ കുറിച്ചാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് പാസ്റ്റ് ഡാറ്റയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പ്രോബബിലിറ്റി ഇല്ല. ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കണ്ടല്ലോ, ഓൾറെഡി ഡാറ്റ അവൈലബിൾ ആണല്ലോ. സോ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇക്വേഷൻസിന്റെ 2 ഇക്വേഷൻസ് പറയാനുണ്ട്. അവിടെ എഴുതി വെച്ചോ. ദർ ഇസ് നോ ആപ്ലിക്കബിലിറ്റി ഓഫ് പ്രോബബിലിറ്റി. അവിടുത്തെ റിട്ടേണിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ. സിമ്പിൾ അവറേജ് മെത്തേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ. സിഗ്മ എക്സ് എന്ന് പറയുന്നത് ഓരോ വർഷത്തെ റിട്ടേണിന് ആഡ് ചെയ്ത് എടുക്കുന്നതാണ് സിഗ്മ എക്സ് എന്ന് പറയുന്നത്. എക്സ് ഈസ് ഈക്വൽ ടു റിട്ടേൺ ആണ്. അപ്പോൾ സിഗ്മ എക്സ് ഡിവൈഡ് ബൈ എൻ ഈസ് ഈക്വൽ ടു അവർ റിട്ടേൺ, നോർമൽ റിട്ടേൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി അവിടെ റിസ്ക് എന്ന് പറയുന്ന എലമെന്റ്, നമ്മൾ റിസ്ക് എന്ന എലമെന്റ് പറഞ്ഞില്ലേ, ഞാൻ പ്രതീക്ഷിച്ചതും എനിക്ക് കിട്ടിയതും തമ്മിൽ നമ്മൾ ആരുമായിട്ട് കമ്പയർ ചെയ്യുന്നില്ല, മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നില്ല. അപ്പൊ അവിടെ ആര് കയറി വരില്ല, ബീറ്റ കയറി വരില്ല. ബീറ്റ കയറി വരാത്തതുകൊണ്ട് നമ്മൾ പറയാണ് ഇവിടെ നമ്മൾ ആരെ യൂസ് ചെയ്യും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ യൂസ് ചെയ്യും. സോ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ആരെ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഓർമ്മയുണ്ടോ? എക്സ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് ബാർ. എക്സ് ബാർ കുറച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന വേരിയൻസ് വരും. ആ വേരിയൻസ് നമ്മൾ എന്ത് ചെയ്യും, സ്ക്വയർ അപ്പ് ചെയ്യും. സ്ക്വയർ അപ്പ് ചെയ്തിട്ട് സം ടോട്ടൽ വേരിയൻസ് സ്ക്വയർ എടുക്കും. അതിനെ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യും, സ്ക്വയർ ചെയ്തതിനെ കുറിച്ച് നമ്മൾ റൂട്ട് ചെയ്യും. റൂട്ട് വേരിയൻസ് എടുത്തിട്ടായിരിക്കും നമ്മൾ എന്തെന്ന് കണ്ടുപിടിക്കുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുക. സോ ഇക്വേഷൻ നിങ്ങൾ എഴുതി വെക്കുക. റിസ്ക് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ എൻ. അതായത് നമ്പർ ഓഫ് ഇയേഴ്സ് തന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ചെയ്തിരിക്കണം. ഇനി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, എപ്പോഴെങ്കിലും നിങ്ങൾ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുമ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ കണ്ട് വേരിയൻസ് കണ്ടുപിടിച്ചു. വേരിയൻസ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു,
വേരിയൻസ് കണ്ടുപിടിച്ച് അതിനെ സ്ക്വയർ അപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. അത് നമ്മുടെ എക്സൽ ഷീറ്റുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അതൊന്ന് ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന അതേ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് മാറ്റാം. 10, 14. ഓക്കെ. ആദ്യത്തെ റിട്ടേണിൽ നമ്മൾ എക്സ്പെക്ടഡ് റിട്ടേൺ എന്ന് പറഞ്ഞത് ഞാൻ 10 പ്രതീക്ഷിച്ചിട്ട് എനിക്ക് ആക്ച്വലി കിട്ടിയിരിക്കുന്നത് 12. എന്റെ റിസ്ക് എന്ന് പറയുന്നത് -2. എന്റെ രണ്ടാമത്തേതിനകത്ത് ഞാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്റെ എക്സ്പെക്ടഡ് റിട്ടേൺ എന്ന് പറഞ്ഞിരിക്കുന്നത് 14. ഞാൻ ആക്ച്വലി എനിക്ക് കിട്ടിയിരിക്കുന്നത് 10. അതായത് എനിക്ക് 4 എന്ത് ചെയ്തിരിക്കുന്നു, എക്സസ് വന്നിരിക്കുന്നു. ഓക്കെ, 4 എന്ത് വന്നിരിക്കുന്നു, എക്സസ് വന്നിരിക്കുന്നു. മൂന്നാമത്തെ ഷെയറിന് ഞാൻ എന്താ പറഞ്ഞത്, ഞാൻ 9 പ്രതീക്ഷിച്ചിട്ട് എനിക്ക് 11 കിട്ടി. എനിക്ക് എന്ത് ചെയ്യുന്നു, എനിക്ക് 2 എക്സസ് വന്നു. 2 എക്സസ് വന്നിരിക്കുന്നു പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സം ടോട്ടൽ എടുത്തിട്ട് ഇതിന്റെ സം ടോട്ടൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റില്ല, അതിന് ഇൻബിറ്റ്വീൻ ഷെയറിനകത്ത് എന്തുണ്ടോ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, വ്യതിയാനങ്ങൾ ഉണ്ടാവുമോ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇൻബിറ്റ്വീൻ ഷെയർസിനകത്തുള്ള വ്യതിയാനങ്ങൾ ക്യാപ്ചർ ചെയ്യുന്നതാണെങ്കിൽ ഇതിന്റെ സം എടുത്ത് നമുക്ക് മനസ്സിലാവുമോ? ഇല്ല, കാരണം നെറ്റ് എഫക്ട് എത്രയാ, 0 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ക്വയർ ചെയ്യുന്നു. ഇതിനെ 2നെ സ്ക്വയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 4 കിട്ടും. 4 സ്ക്വയർ എന്നിട്ട് 16 കിട്ടും. 16 2നെ സ്ക്വയർ വീണ്ടും 4 കിട്ടും. സോ സം ടോട്ടൽ നമുക്ക് എത്ര കിട്ടും, 24 കിട്ടും. ആ 24നെ ആദ്യം നമ്മൾ സ്ക്വയർ ചെയ്തിട്ട് നമ്മൾ റൂട്ട് ചെയ്യുന്ന സമയത്ത്, നമ്മൾ റൂട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ആക്ച്വൽ ആയിട്ടുള്ള, അതായത് എഫക്റ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ആയിട്ട്, അതായത് നെഗറ്റീവിലൂടെ ഉണ്ടാകുന്ന എഫക്ട് പോസിറ്റീവിൽ വന്നിരിക്കുന്ന, അതായത് ലോസിൽ വന്നിരിക്കുന്ന എഫക്ട് അല്ലെങ്കിൽ നമ്മൾ റിട്ടേണിൽ ക്ലബ് ചെയ്തിട്ട് അതിന്റെ എഫക്ട് ഒഴിവാക്കി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ സ്ക്വയർ അപ്പ് ചെയ്തിട്ട് ആ സ്ക്വയർ ചെയ്യുന്നതിനെ പിടിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, റൂട്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഓരോ പോർട്ട്ഫോളിയോയുടെ എഫക്ട് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സം ടോട്ടൽ എടുക്കുന്ന സമയത്ത്, സിമ്പിൾ ആവറേജിൽ സം ടോട്ടൽ എടുക്കുന്ന സമയത്ത് അതിന്റെ എഫക്ട് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ സ്ക്വയർ അപ്പ് ചെയ്തിട്ട് ആ സ്ക്വയർ അപ്പ് ചെയ്തിരിക്കുന്ന വാല്യൂനെ നമ്മൾ റൂട്ട് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, ഈ 3 ഷെയർസിന്റെയും എയും ബിയും സിയുടെയും എല്ലാ സ്വഭാവവും അതിനകത്ത് ഉണ്ടാവും. എന്തിനകത്ത് വരും, ആ കണ്ടുപിടിക്കുന്ന ഫിഗറിനകത്തേക്ക് വരും. അതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനകത്ത് നമ്മൾ അങ്ങനെയുള്ള കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയത് കൊറിലേഷൻ. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എക്സ്പെക്ടഡ് റിട്ടേൺ. അടുത്ത ഏരിയ ഇതിനകത്ത് പറഞ്ഞില്ല അല്ലെ, നമ്മുടെ ഫ്യൂച്ചർ ഡാറ്റയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 2 തരത്തിലുള്ള ഡാറ്റയെ കുറിച്ച് പറഞ്ഞു. ഒന്ന് പാസ്റ്റ് ഡാറ്റയുണ്ട്, രണ്ടാമത്തെ ഫ്യൂച്ചർ ഡാറ്റയുണ്ട്. ഈ പാസ്റ്റ് ഡാറ്റയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഇക്വേഷൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് പറയാൻ വേണ്ടി പോകുന്നത് ഫ്യൂച്ചർ ഡാറ്റയെ കുറിച്ചാണ്. ഫ്യൂച്ചർ ഡാറ്റയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്തുണ്ടാവും, പ്രോബബിലിറ്റി ഉണ്ടാവും. കാരണം എല്ലാ സാധ്യതകളെ ബേസ് ചെയ്തിട്ടാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രോബബിലിറ്റി യൂസ് ചെയ്യണം. അങ്ങനെ ആണ് എന്നുണ്ടെങ്കിൽ റിട്ടേൺ എന്ന് പറയുന്നത്, റിട്ടേൺ ഓഫ് എ സെക്യൂരിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, സിഗ്മ പ്രോബബിലിറ്റി ഓഫ് എക്സ്. അതായത് പ്രോബബിലിറ്റിനെ ആദ്യത്തെ എക്സ്പെക്ടഡ് റിട്ടേണും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നതിന്റെ സമ്മപ്പ് ആയിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഡിവൈഡഡ് ബൈ എന്ന് വരില്ല. പ്രോബബിലിറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും, ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ റിട്ടേൺ വരും. എന്നില്ല കേട്ടോ, സോറി, സിഗ്മ പ്രോബബിലിറ്റി ഓഫ് എക്സ് ആയിരിക്കും നമ്മുടെ റിട്ടേണിന്റെ ഇക്വേഷൻ. ആൻഡ് ഈവൻ ഇഫ് ദ ഡാറ്റ ഈസ് നോട്ട് അവൈലബിൾ, ഡാറ്റ അവൈലബിൾ അല്ല, അല്ലെങ്കിൽ വി ആർ പ്രെഡിക്റ്റിംഗ് ദ ഫ്യൂച്ചർ, ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഇക്വേഷൻ പറയുന്നത്, സിഗ്മ പി ഓഫ് എക്സ് ആയിരിക്കും നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് റിട്ടേണിന്റെ. ഇനി അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക, സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ, അതായത് വേരിയൻസ് സ്ക്വയർ എടുക്കണല്ലോ, എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഇൻടു പ്രോബബിലിറ്റി എടുക്കുന്നത്, എന്നിട്ട് അതിനെ റൂട്ട് ചെയ്യുന്നതായിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി സെക്യൂരിറ്റി ഈവൻ ഇൻ ദ കേസ് ഓഫ്
ഫ്യൂച്ചർ ഡാറ്റനെ സംബന്ധിച്ചിട്ട് അതായിരിക്കും നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് എഴുതിയെടുത്തോ. ആയിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് പാസ്റ്റ് ഡാറ്റനെ വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ റിട്ടേൺ എന്ന് പറയുന്നത് സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ n ആയിരിക്കും യൂസിങ് സിമ്പിൾ അവറേജ് മെത്തേഡ്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് x മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ n റൂട്ട് ആയിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അണ്ടർ പാസ്റ്റ് ഡാറ്റ. ഇനി ഫ്യൂച്ചർ ഡാറ്റനെ ബേസ് ചെയ്തിട്ട് റിട്ടേൺ എന്ന് പറയുന്നത് സിഗ്മ പ്രോബിലിറ്റി ഓഫ് എക്സ് ആയിരിക്കും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് പ്രോബിലിറ്റി എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ റൂട്ട് ആയിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. എന്തെങ്കിലും അതിനകത്ത് സംസാരിക്കാനുണ്ടോ? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറയാം. മനസ്സിലായിട്ടില്ല, ഇനി എന്തെങ്കിലും ഇക്വേഷൻ തിരിച്ചു പറയാന്നുണ്ടെങ്കിൽ അതും പറയാം. ജസ്റ്റ് ആ ചാറ്റ് ബോക്സിനകത്ത് മെസ്സേജ് ചെയ്താൽ മതി, സംസാരിക്കാൻ പ്രശ്നമുണ്ടെങ്കിൽ. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത കോൺസെപ്റ്റിലേക്ക് പോവാം. ദെൻ കോൺസെപ്റ്റ് ക്യാപ്സ്യൂൾ നമ്പർ 4, എക്സ്പെക്ടഡ് റിട്ടേൺ ഓഫ് റേറ്റ്. ഷാഫി നമ്മൾ എന്തായാലും പ്രോബ്ലം ചെയ്യും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം എല്ലാ കോൺസെപ്റ്റും മാത്രമായിട്ട് പറയാന്നുണ്ടെങ്കിൽ ഇത് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്ന് പറയുന്നത് കുറച്ച് വൈഡായിട്ടല്ല, കുറച്ച് ഡിസ്കസ് ചെയ്യാനുള്ള, സംസാരിക്കാനുള്ള കുറച്ച് ഏരിയ ആണ്. സോ ഇവൻ നമ്മളിപ്പോൾ കൊറിലേഷനൊക്കെ എത്തിയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കോൺസെപ്റ്റ് ഒക്കെ പറഞ്ഞു വരുമ്പോൾ കുറച്ച് ടൈം എടുക്കും. സോ ഞാൻ ഇന്നത്തെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ മാക്സിമം തിയറി പാർട്ട് പറഞ്ഞു പോയിട്ട് ഒരു 10, 15, 20 പ്രോബ്ലംസ് നമ്മൾ പറ്റണ പോലെ ടൈം ഉള്ളത് പോലെ നമ്മൾ വർക്കൗട്ട് ചെയ്യും. വർക്കൗട്ട് ചെയ്തിട്ട് സെക്കൻഡ് സെഷൻ എന്ന് പറയുന്നത് ബാക്കിയുള്ള പ്രോബ്ലംസും നമുക്ക് ഡൗട്ട് ക്ലിയറിംഗ് ആയിട്ട് ഒരു സെഷനും കൂടി വെക്കാം. അങ്ങനെയായിരിക്കും. അതാണ് ഞാൻ 2 സെഷനായിട്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. സോ വി വിൽ കവർ ഓൾ ദിസ് പ്രോബ്ലം, നോ വറീസ് ഓൺ ദാറ്റ്. കൺസെപ്റ്റ് ക്യാപ്സ്യൂൾ 4ലേക്ക് നമ്മൾ പറഞ്ഞത് എക്സ്പെക്ടഡ് റിട്ടേൺ ഓഫ് എ പോർട്ട്ഫോളിയോ. ഒരു പോർട്ട്ഫോളിയോയുടെ എക്സ്പെക്ടഡ് റിട്ടേൺ നമ്മൾ എന്ത് ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കണം അതിനകത്ത് ആരൊക്കെ ഉണ്ടാവും. ഷെയർസിന്റെ മിക്സിനല്ലേ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞത്, അപ്പൊ സെക്യൂരിറ്റി അല്ല. അതിന് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സിമ്പിൾ ആവറേജ് മെത്തേഡ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്പെക്ടഡ് റിട്ടേൺ ഓഫ് എ പോർട്ട്ഫോളിയോ ഈസ് ഈക്വൽ ടു വെയിറ്റേജ് ഓഫ് എ. എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റി ആണ്, ഒരു ഷെയർ ആണ്. വെയിറ്റേജ് ഓഫ് എ ഇൻ ദാറ്റ് പർട്ടിക്കുലർ പോർട്ട്ഫോളിയോ. ആ പോർട്ട്ഫോളിയോനകത്ത് എയുടെ, ഇപ്പൊ എയും ബിയും എന്നാണ് 2 ഷെയർസ് ആണെങ്കിൽ ഇതൊരു 50 ആണ്, ഇതൊരു 50 ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ വെയിറ്റേജ് ഓഫ് എ എന്തായിരിക്കും 0.50. ഇവിടെ എക്സ്പെക്ടഡ് റിട്ടേൺ ഓഫ് ദ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ ഒരു 10 ആണെന്ന് കരുതുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ 0.50 ഇൻറ്റു 10, അപ്പൊ എത്ര വരും? ഇതിന്റെ റിട്ടേൺ ആയ 5 ഇവിടെ കയറി വരും. രണ്ടാമത്തേത് എത്ര? വെയിറ്റേജ് നമ്മൾ 0.50 ഇൻറ്റു 4 ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ രണ്ടും വരും. 5 + 2 = 7 ആയിരിക്കും എന്റെ എക്സ്പെക്ടഡ് റിട്ടേൺ ഓഫ് ദ പോർട്ട്ഫോളിയോ. സിമ്പിൾ മെത്തേഡ് ആണ്. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ആ ഷെയർ ആ പോർട്ട്ഫോളിയോ എത്ര ശതമാനം ഉണ്ട് അല്ലെങ്കിൽ എത്ര പ്രൊപ്പോർഷൻ ഉണ്ട്, ആ പ്രൊപ്പോർഷൻ ഇൻറ്റു ആ ഷെയറിന്റെ റിട്ടേൺ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ സമ്മപ്പ് എടുക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എക്സ്പെക്ടഡ് റിട്ടേൺ ഓഫ് ദ പോർട്ട്ഫോളിയോ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? സിമ്പിൾ ആണ് ആ ഇക്വേഷൻസ്. അത് നിങ്ങൾക്ക് ഒരു ലോജിക്ക് വെച്ചിട്ട് അങ്ങ് ചെയ്ത് നോക്കിയാൽ തന്നെ ഇത് കാര്യങ്ങൾ മനസ്സിലാവും. അതായത് വെയിറ്റേജ് ഓഫ് എ ഇൻറ്റു റിട്ടേൺ ഓഫ് എ പ്ലസ് വെയിറ്റേജ് ഓഫ് ബി ഇൻറ്റു റിട്ടേൺ ഓഫ് ബി. അത് മാത്രമാണ് ഈ ഇക്വേഷൻ അത് പറയുന്നത്. മനസ്സിലായി തോന്നുന്നു, കാരണം സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാ. അങ്ങനെ നമുക്ക് എക്സ്പെക്ടഡ് റിട്ടേൺ ഓഫ് എ പോർട്ട്ഫോളിയോ കണ്ടുപിടിക്കാൻ വേണ്ടി, പോർട്ട്ഫോളിയോ കണ്ടുപിടിക്കാം, സെക്യൂരിറ്റി അല്ല, പോർട്ട്ഫോളിയോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് കൺഫ്യൂഷൻ ആകാനുള്ള ഏരിയ ഉണ്ട്. കാരണം എന്താ അറിയോ, ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ ഇല്ലേ, നേരത്തെ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ ഏത്, സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ n, അത് റിട്ടേൺ ഓഫ് എ സെക്യൂരിറ്റി ആണ്. അവിടെ വെയിറ്റ് വരുന്ന ആവശ്യമില്ല. ബട്ട് കമ്പയറിംഗ് ടു പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് സെക്യൂരിറ്റിയുടെ ഒരു കൂട്ടത്തെ നമ്മൾ വിളിക്കുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ അവിടെ ഓരോ ഷെയറിന്റെ റിട്ടേൺ അതിനെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നതായിരിക്കും അതിന്റെ പോർട്ട്ഫോളിയോയുടെ റിട്ടേൺ എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ തന്നെ എന്താണ്, ഇക്വേഷൻ വളരെ ക്ലിയർ ആണ്. ദെൻ രണ്ടാമത്തെ മെത്തേഡ്, അതായത് റിട്ടേൺ കണ്ടുപിടിക്കാനുള്ള രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആസ് എ പ്രൈസിംഗ് മോഡൽ അണ്ടർ CAPM മെത്തേഡ്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. RF + RM - RF പോർട്ട്ഫോളിയോ ആണല്ലോ. പോർട്ട്ഫോളിയോ നമ്മൾ മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യും, മാർക്കറ്റ് പോർട്ട്ഫോളിയോ അവിടെ വരാം. സോ നമ്മൾ എന്തു ഏത് ഇക്വേഷൻ യൂസ് ചെയ്യുന്നു, RF + RM - RF ഇൻറ്റു ബീറ്റ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, CAPM മെത്തേഡിൽ ചെയ്യുക. അത് നമ്മൾ എന്ത് ചെയ്യും, ഇല്ലുസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ കോൺസെപ്റ്റും കൂടി പറഞ്ഞു തരും. ഇത്രയാണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സെഷനിലേക്ക് നമ്മൾ പോകുന്നു. അതായത് നമ്മൾ ഇപ്പോൾ ഇതുവരെ പറഞ്ഞിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ക്യാപിറ്റൽ അസറ്റ്, നമ്മുടെ മോഡേൺ പോർട്ട്ഫോളിയോ തിയറിനകത്തുള്ളതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, വി ആർ ഗോയിങ് ടു കമ്പയർ വിത്ത്, അല്ല ഒരു ഏരിയയും കൂടി, കൊറിലേഷൻ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ലാസ്റ്റ് ഏരിയ
അതായത് ഈ മോഡേൺ പോർട്ട്ഫോളിയോ തിയറി എന്ന് പറയുന്ന ആ തിയറിക്കകത്തിലെ ഏറ്റവും അവസാനത്തെ ഏരിയയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതിനകത്ത് പറയും, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി സിമ്പിൾ ആയിട്ട് ഈ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി. ഞാൻ എ എന്നൊരു അസറ്റിന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായി. ആ അസറ്റിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ എന്ന് പറയുന്നത് ഞാൻ 100 രൂപക്കാണ് ഇട്ടിട്ടുണ്ടായത്. അപ്പൊ എന്റെ ഹോൾഡിംഗ് എത്രയാണ്? 100 രൂപയാണ്. ബി എന്ന ഷെയറിൽ ഞാൻ 120 ഇട്ടിട്ടുണ്ട്, സി എന്ന ഷെയറിൽ 130 ഇട്ടിട്ടുണ്ട്, ഡി എന്ന ഷെയറിൽ 115 ഇട്ടിട്ടുണ്ട്. ടോട്ടൽ ഞാൻ ഇട്ടിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 465 രൂപ. എനിക്ക് ഓരോ ഷെയറിലും 84126. നമുക്ക് എന്ത് ചെയ്യുന്നു? എനിക്ക് ഇത്ര റിട്ടേൺ കിട്ടും. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, ഈ പോർട്ട്ഫോളിയോ എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ഹൗ ഇസ് മൈ പോർട്ട്ഫോളിയോ? ഞാൻ ഇങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ എന്റെ പോർട്ട്ഫോളിയോ നിങ്ങൾ നിങ്ങളുടെ ആംഗിൾ നോക്കിയിട്ട് ഇത് എന്തുണ്ട്, ഇതിന് വേർത്ത്ഫുൾ ആണോ എന്ന് പറയാൻ വേണ്ടി പറ്റും. ഒന്ന് ആരെങ്കിലും 1-2 ആൾക്കാരെ എന്നൊരു കമന്റ് വന്നിട്ട് നമുക്ക് നോക്കാലോ എന്താ വരുന്നത്. എന്റെ ഈ പോർട്ട്ഫോളിയോ എങ്ങനെയുണ്ട്, ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന ഈ മിക്സ് ഓഫ് അസറ്റ് എങ്ങനെയുണ്ട് ഒന്ന് നോക്കി. ആരേലും നോക്കിയിട്ട് പറ. കാരണം എല്ലാ ഷെയറിനും എനിക്ക് റിട്ടേൺ കിട്ടുന്നില്ല. 8% ഒക്കെ റിട്ടേൺ കിട്ടുന്നില്ലേ? 4, 12, 6 ഒക്കെ റിട്ടേൺ കിട്ടുന്നില്ലേ? എന്റെ അസറ്റ് വാല്യൂ ഭയങ്കര വേർത്ത് അല്ലേ? ഞാൻ 465 ഇട്ടു, അടുത്ത വർഷം കഴിയുമ്പോൾ ഇവിടെ 100 8 കിട്ടും, 124. എനിക്ക് റിട്ടേൺ കിട്ടുന്നില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ ചുരുക്കി ഒന്ന് നേരെ ഔട്ട്ലുക്കിലൂടെ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? എന്റെ പോർട്ട്ഫോളിയോ ഗുഡാണ് അല്ലെങ്കിൽ നല്ല വേർത്ത്ഫുൾ ആണ് എന്ന് പറയും അല്ലേ? പക്ഷേ ഞാനൊരു സാധനം കൂടി നിങ്ങളോട് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ എ എന്നൊരു കമ്പനി ഡീൽ ചെയ്യുന്നത്, ഒരു എക്സാമ്പിൾ കമ്പനി കൊടുക്കാം. ഇതൊരു കാർ എക്സ്പോർട്ടിങ് കമ്പനിയാണെന്ന് വിചാരിക്കാം. എ എന്ന കമ്പനി ഒരു കാർ എക്സ്പോർട്ടിങ് കമ്പനി, ബി എന്നൊരു കമ്പനി ഈ കാർ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി. എക്സാമ്പിൾ നമ്മൾ ടൊയോട്ടോയുടെ പ്രാഡോ എന്ന് കരുതുക. ടൊയോട്ടോ പ്രാഡോ ആണ് ബി എന്ന കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഡയറക്റ്റ് അവർ ചെയ്യുന്ന ടൊയോട്ടോ എടുത്തിട്ട് എ എന്ന കമ്പനിക്ക് വിട്ട് കമ്പനിയാണ് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് കരുതുക. ടൊയോട്ടോയുടെ പ്രാഡോന് റീസെന്റ് ആയിട്ടുള്ള മോഡൽ നമുക്ക് എന്ത് ചെയ്യുന്നു? കംപ്ലൈന്റ് വന്നു. കംപ്ലൈന്റ് വരുന്ന സമയത്ത് ബി എന്ന ഷെയറിന്റെ പ്രൈസിന് ഇത് ബാധിക്കുമല്ലോ. അവർക്ക് ടൊയോട്ടോ ആർക്ക് കൊടുക്കാൻ ഉണ്ടാവില്ല? ബി എന്ന കമ്പനി നിന്ന് സ്റ്റോക്ക് എയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അൾട്ടിമേറ്റ്ലി എ എന്ന കമ്പനിക്ക് എന്തുണ്ടാവില്ല? സെയിൽ ഉണ്ടാവില്ല. എക്സ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ വരുമാനം മുട്ടിയില്ലേ? ചുരുക്കി പറഞ്ഞ ബി എന്ന കമ്പനി കൊണ്ട് കൊടുക്കുന്ന ടൊയോട്ടോ പ്രാഡോ എന്ന് പറയുന്ന ആ മോഡല് ബി എന്ന കമ്പനി എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് റിസോഴ്സസ് ഇല്ല, മെറ്റീരിയൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എക്ക് വന്നിരിക്കുന്ന ദോഷം കൊണ്ട് ബിനെയും കൂടി ബാധിക്കുന്നില്ലേ? അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണ്ടേ? അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കോറിലേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. വാട്ട് ഈസ് കോറിലേഷൻ? ഒരു ഷെയർ മറ്റൊരു കമ്പനിയുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഇപ്പൊ ബി എന്ന കമ്പനിയിലെ ഷെയർ ഞാൻ പറഞ്ഞു ടൊയോട്ടോ പ്രാഡോ അല്ലെങ്കിൽ പ്രാഡോയുടെ എന്ത് വന്നിരിക്കുന്നു? ആ പ്രാഡോ കമ്പനി മോഡൽ എന്ത് വരുന്നു? ഡാമേജ് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ കസ്റ്റമർ ഫീഡ്ബാക്ക് കുറവ് വന്നിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ബി അഫക്ട് ചെയ്തിരിക്കുന്ന ബിസിനസ് എ എന്ന കമ്പനീനെ അഫക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. അങ്ങനെയാണെങ്കിൽ എയും ബിയും എന്ന കമ്പനി ഇൻ ബിറ്റ്വീൻ കോ റിലേറ്റഡ് ആണ്. അത് അനലൈസ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ? ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. സിംപ്ലി ഇതാണ് കോൺസെപ്റ്റ്. അതാണ് നമ്മൾ എവിടെ മനസ്സിലാക്കുന്നത്? കോറിലേഷൻ എന്ന് പറയുന്ന നമ്മുടെ ഈ കോൺസെപ്റ്റിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. മനസ്സിലായോ? ആ ഇക്വേഷൻ ഒക്കെ വരാനുള്ള കാരണം ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഹൗ ഇസ് മൈ പോർട്ട്ഫോളിയോ? വാട്ട് വിൽ ഹാപ്പൻ ഇഫ് above companies are not interconnected? ഇന്റർകണക്റ്റഡ് ഒന്നും ഇല്ലെങ്കിൽ എന്റെ കോറിലേഷൻ 0 ആണ്. അപ്പൊ കോറിലേഷൻ ടേബിളും കൂടി ഞാൻ പറഞ്ഞുതരാം. എന്താ കോറിലേഷൻ ടേബിൾ എങ്ങനെ നോക്കാന്നുള്ളത്. ഇവിടെ കമ്പനീസ് ഇന്റർകണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ എ എന്ന കമ്പനി ബി എന്ന കമ്പനി പ്യൂർലി 100% ഡിപ്പെൻഡ് അപ്പോൺ എ എന്ന കമ്പനി പ്യൂർലി 100% ഡിപ്പെൻഡ് അപ്പോൺ ദ പെർഫോമൻസ് ഓഫ് ബി എന്ന കമ്പനിയിൽ 100% ഡിപ്പെൻഡഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? അത് കോ റിലേറ്റഡ് ആണ്, 100% കോറിലേറ്റഡ് ആണ്. കോറിലേഷൻ എന്തായിരിക്കും? 1 ആയിരിക്കും. അവിടെ കോറിലേഷൻ എടുക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഓക്കെ, അത് കോറിലേറ്റഡ് കമ്പനിയാണ്. ഇനി അവർ തമ്മിൽ ഒരു ബന്ധമില്ല എന്നുണ്ടെങ്കിൽ എന്താ? കോറിലേഷൻ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടോ? എഡ്യൂക്കേഷന്റെ കീഴിൽ വരുന്ന ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയറും ഹോസ്പിറ്റലിന്റെ കീഴിൽ വരുന്ന ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയർ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പഠിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വലിയ ബന്ധം പോലും ഇല്ല. സോ ദാറ്റ് ഷുഡ് നോട്ട് ബി കോറിലേറ്റഡ്. കറക്റ്റ് അല്ലേ? പക്ഷെങ്കിൽ ഒരു മാനുഫാക്ചറിങ് കമ്പനിയും ഒരു എക്സ്പോർട്ടിംഗ് കമ്പനിയും ആണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? അവർ നോക്കേണ്ട ആവശ്യമുണ്ട്. പെട്രോളിയം കമ്പനി, പെട്രോൾ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയുള്ള കമ്പനികൾ തമ്മിലുള്ള അവരുടെ ബിസിനസ് എങ്ങനെ എഫക്ട് ചെയ്യുന്നു, കോർ റിലേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, കോർ ആയിട്ടുള്ള റിലേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നു? കോറിലേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നു? പോർട്ട്ഫോളിയോ മാനേജ്മെന്റിന് വേണ്ടി. ദിസ് വിൽ ലീഡ് ടു ഇംപ്രൂവ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കോറിലേഷൻ. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോറിലേഷൻ എന്ന കോൺസെപ്റ്റ് നമ്മുടെ മോഡേൺ പോർട്ട്ഫോളിയോ തിയറിയിൽ വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടെന്ന് പറയാൻ വേണ്ടി
അല്ല പറയാൻ വേണ്ടി പോകുന്നല്ല പറയുന്നത്. സോ വി വിൽ ഗോ ടു ഐഡന്റിഫൈ വാട്ട് ഈസ് കോറിലേഷൻ കോഎഫിഷ്യന്റ്. കോറിലേഷൻ ടേബിൾ നമുക്ക് നോക്കാൻ പറ്റും. കോറിലേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കോറിലേഷൻ വരാനുള്ള കാരണം എന്താ പറയുക, നമുക്ക് ഡയറക്റ്റ് കോറിലേഷനിലേക്ക് പോകാൻ വേണ്ടി പറ്റില്ല. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കും, വേരിയൻസ് അനാലിസിസ് ചെയ്യും. ആ വേരിയൻസ് അനാലിസിസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, കോവേരിയൻസ് അനാലിസിസിലേക്ക് കൊണ്ടുപോകും. ഒരു ഷെയറിന്റെ വേരിയൻസ് അനാലിസിസ് കണ്ടുപിടിച്ചു, അത് വേറൊരു കമ്പനിയുടെ ഷെയറുമായിട്ട് എങ്ങനെ കോവേരി ചെയ്യും, ഒന്നിച്ചെങ്ങനെ മൂവ് ചെയ്യുന്നു കണ്ടുപിടിച്ചു. നിങ്ങൾ ഓൾറെഡി വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന ഫിഗേഴ്സ് എടുത്ത് നോക്കിയാൽ മതി. കോവേരിയൻസിൽ വരുന്നത് ഓൾമോസ്റ്റ് -1നും +1നും ബിയോണ്ടുള്ള ഫിഗർ ആയിരിക്കും, ഇൻഫിനിറ്റ് ഫിഗർ ആയിരിക്കും. ഒന്നുകിൽ ഇൻഫിനിറ്റ് നെഗറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് മാനേജ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്ന ആൾക്കാർക്ക് എന്ത് കിട്ടില്ല, ഒരു ഐഡിയ കിട്ടില്ല. ഏത് റേഞ്ച് വരെ ഇത് പോകും നമുക്ക് അറിയാൻ പറ്റില്ല. നെഗറ്റീവ് വന്നാൽ ഏത് റേഞ്ച് വരെ നെഗറ്റീവ് കോവേരിയൻസ് പോകും നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. പോസിറ്റീവ് വന്നാൽ ഏത് റേഞ്ച് വരെ പോസിറ്റീവ് ഇൻഫിനിറ്റ് ആണ് അറിയാൻ വേണ്ടി പറ്റില്ല. അത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ ബിറ്റ്വീൻ -2 +1 ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്കെയിൽ കൊണ്ടുവച്ചിട്ട് പറയാണ് നിങ്ങൾ ഈ റൂൾ ഫോളോ ചെയ്തോ. ആ റൂൾ ഫോളോ ചെയ്യാൻ വേണ്ടി ആ സ്കെയിലിനകത്തുള്ള, അതായത് ഈ -1 to +1 ഈ റേഞ്ചിനകത്തുള്ള ഡാറ്റയിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ആരെന്ന ഇക്വേഷൻ യൂസ് ചെയ്യും, കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്ന ഇക്വേഷൻ. ഏതിനെ ബേസ് ചെയ്തിട്ട് കണ്ടുപിടിക്കും, കോവേരിയൻസിനെ ബേസ് ചെയ്തിട്ട് കണ്ടുപിടിക്കും. അതാണ് കോറിലേഷൻ ഇക്വേഷൻ വരാനുള്ള കാരണം. കോറിലേഷൻ എന്ന് പറയുന്നത് എന്താ, കോവേരിയൻസ് ഓഫ് x y ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് x into സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y. അതല്ലേ ഇക്വേഷൻ. എവിടുന്നാ വന്നിട്ട് ഡിറൈവ് ചെയ്തിരിക്കുന്നത്, കോവേരിയൻസ് എന്ന കോൺസെപ്റ്റിനാണ് കോറിലേഷൻ വന്നിരിക്കുന്നത്. എന്തിനാ വന്നിരിക്കുന്നത്, ആ ഡാറ്റ റേഞ്ചിനെ -1 to +1 വന്നിരിക്കുന്ന ആ ഒരു വയറിനിടക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇതിന് കോറിലേഷൻ എന്ന് പറയുന്ന ഇക്വേഷൻ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് ആ ഇക്വേഷൻ വരാനുള്ള കാരണം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി കോറിലേഷൻ സ്കെയിലിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ -1 എന്ന് പറയുന്നത്, അതായത് 3 തരത്തിലാണ് നമ്മൾ പറഞ്ഞത്. ഇതിന്റെ ലെഫ്റ്റ് ആംഗിളിൽ -1 ആയിരിക്കും, റൈറ്റ് ആംഗിൾ എന്നായിരിക്കും +1 ആയിരിക്കും. ലെഫ്റ്റ് ആംഗിളിൽ പറയുന്നത് എന്താണ് മക്കളെ, നെഗറ്റീവ് കോറിലേഷൻ. അതായത് 0യിൽ നിന്നും -1 വരെ എത്തുന്ന റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ മൈനസ് ആയിരിക്കുമല്ലോ, നെഗറ്റീവ് ഫിഗർ ആയിരിക്കുമല്ലോ. അതിനെ ഞാൻ എന്ത് വിളിക്കും, നെഗറ്റീവ് കോറിലേഷൻ എന്ന് വിളിക്കും. ദെൻ 0 to 1 എത്തുന്ന റേഞ്ച് എന്നാണ് എന്ത് വിളിക്കും, പോസിറ്റീവ് കോറിലേഷൻ എന്ന് വിളിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ നെഗറ്റീവ് കോറിലേഷൻ എന്ന് അറിയണ്ടേ? ഞാൻ വെറുതെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ, സീറോ കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ, പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. നിങ്ങൾ ആ കോറിലേഷൻ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം. ഈവൻ ഇഫ് ദ കമ്പനി ഇസ് ഇൻ എ നെഗറ്റീവ് കോറിലേഷൻ, പെർഫെക്റ്റ്ലി -1 ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് ഇൻ ബിറ്റ്വീൻ ഷെയറിൽ എങ്ങനെ ബാധിക്കും എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കണം. അതിന് ആദ്യം -1 എന്താണെന്ന് പഠിക്കണം. -1 എന്ന് പറയുന്നത്, അതായത് 0 to -1 വരെയുള്ള ആ റേഞ്ചിന്, 0 to -1 വരെയുള്ള ആ റേഞ്ചിൽ വരുന്ന ഇങ്ങനെയായിരിക്കും. Opposite reaction will happen. Suppose A and B are in the share in the portfolio, and the correlation between A and B are in -1 ആണെങ്കിൽ, which means if the price of A go high, automatically price of B will fall down. അതായത് എയുടെ പ്രൈസ്, അതായത് ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, എയും ബി എന്ന കമ്പനി പറഞ്ഞില്ലേ, എയുടെ പ്രൈസ് നമ്മൾ എന്ത് ചെയ്യുന്നു, എയുടെ പ്രൈസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ബിയുടെ പ്രൈസ് കുറയും. അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് റിയാക്ഷൻ നിൽക്കും. ഇനി ബിയുടെ പ്രൈസ് കൂടിയാൽ എയുടെ പ്രൈസ് കുറയും. ആ ഒരു റിലേഷൻഷിപ്പിനെ പറയുന്നത് അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോബ്ലം നമ്മൾ ചെയ്ത് ആൻസർ എത്തി, കോറിലേഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കുമ്പോൾ -1 നമുക്ക് കിട്ടി. അപ്പൊ നമ്മൾ പറയും, എടാ എയുടെ പ്രൈസ് കൂടുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ബിയുടെ പ്രൈസ് കുറയും. അപ്പൊ നമ്മളൊരു തീരുമാനം എടുക്കും, എയുടെ പ്രൈസ് കൂടുമ്പല്ലേ ബിയുടെ പ്രൈസ് കുറയൂ. അങ്ങനെയാണെങ്കിൽ എയുടെ പ്രൈസ് കൂടുമ്പോൾ കിട്ടിയിരിക്കുന്ന ഗെയിന് എനിക്ക് ബിയുടെ പ്രൈസ് കുറയുമ്പോൾ ഉണ്ടാകുന്ന ലോസുമായി സെറ്റ് ഓഫ് ചെയ്യാലോ. ആ സെറ്റ് ഓഫ് ചെയ്യുന്ന ആ പരിപാടി ഇല്ലേ, ആ പ്രോസസ് ഇല്ലേ, ആ പ്രോസസ്സിനെയാണ് പറയുന്നത് ബെനിഫിറ്റ് ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായി, ഫസ്റ്റ് ഇനീഷ്യൽ ബേസിക്സ് ഞാൻ പറഞ്ഞ സമയത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായി, നമ്മൾ കോറിലേഷനിലൂടെ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്ന എന്താ, ഡൈവേഴ്സിഫിക്കേഷൻ ബെനിഫിറ്റ്. മോഡേൺ പോർട്ട്ഫോളിയോ തിയറിയുടെ രണ്ടാമത്തെ ഏരിയയിൽ, അതായത് ഇവിടെ വന്നിട്ട് അവിടെ മക്കോവിറ്റ്സ് പറയുന്ന കേസ് എന്തായിരുന്നു, ആദ്യം എന്താ പറഞ്ഞത്, നമ്മുടെ പോർട്ട്ഫോളിയോ അനലൈസ് ചെയ്യാൻ വേണ്ടി ഒരു ടൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറയുന്നു. രണ്ടാമത് എന്താ പറയുന്നത്, ഇതാ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, provides a tool for identifying the portfolio which gives the highest return of a particular level of ഒരു ടൂൾ പറയുന്നു. രണ്ടാമത്തെ reduced by diversification. ഡൈവേഴ്സിഫിക്കേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ റെഡ്യൂസ് ചെയ്യണമെന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കണം, കോറിലേഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ റിസ്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധനത്തിൽ ഉണ്ടാകുന്ന നഷ്ടം വേറെ എന്നിലൂടെ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കോറിലേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റും കൂടി നമ്മൾ ഇതിനകത്തേക്ക് ഇൻജക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തിനാണ് ഈ കോറിലേഷൻ നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഈ കോറിലേഷൻ എന്ന് പറയുന്ന ആ ഒരു ടൂള് നമ്മൾ SFM-നകത്ത് പഠിക്കുന്നത്, പോർട്ട്ഫോളിയോയിൽ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക്
മനസ്സിലായിട്ടുണ്ടാവും. ദെൻ അടുത്തത് പോസിറ്റീവ് കോറിലേഷൻ ആണ്. ഓക്കെ, പോസിറ്റീവ് കോറിലേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ അതായത് ഇവിടെ 0 to +1 ഈ ഒരു പോയിന്റ് തൊട്ട് ഈ ഒരു പോയിന്റ് വരെ വന്നിരിക്കുന്ന ഏരിയയിലെ അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. സെയിം റിയാക്ഷൻ വിൽ ഹാപ്പൻ ഇഫ് ദ പ്രൈസ് ഓഫ് എ ഇൻക്രീസസ് ദെൻ ഓട്ടോമാറ്റിക്കലി ദ പ്രൈസ് ഓഫ് ബി വിൽ ഓൾസോ ബി ഇൻക്രീസ്ഡ്. നമ്മുടെ പ്രൈസ് എന്ത് ചെയ്യും, എ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മുടെ ഷെയർ അതായത് നമ്മുടെ പ്രൈസ് പോർട്ട്ഫോളിയോ ഷെയറിന്റെ സെക്കൻഡ് ഷെയർ ആയ ബിയുടെ പ്രൈസും നമ്മൾ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ദെൻ 0 ആണെന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എയും ബിയും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മള് പ്രൊപ്പോർഷണൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം പഠിക്കാറുണ്ട് അല്ലെ. അതായത് ഹൗ ടു ഫൈൻഡ് ഔട്ട് ഹൗ ടു റെഡ്യൂസ് ദ പോർട്ട്ഫോളിയോ, നമ്മൾ എന്ത് ചെയ്യുക, റിസ്ക് റെഡ്യൂസ് ചെയ്തിട്ട് ബിയുടെ പ്രൊപ്പോർഷൻ എത്രയാണ് കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളൊന്ന് മെറ്റീരിയൽ എടുത്ത് നോക്കിയേ, ഒരു ഇക്വേഷൻ പറയുന്നുണ്ടോ എന്ന് നോക്കിയേ. വേരിയൻസ് അതിനുവേണ്ടി ഒരു ഇക്വേഷൻ ഇങ്ങനെ കമ്പ്യൂട്ടേഷൻ ഇൻവെസ്റ്റ്മെന്റ് സെക്യൂരിറ്റീസ് മറ്റ് വേരിയൻസ് ഓഫ് വൈ മൈനസ് കോവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡ് ബൈ വേരിയൻസ് ഓഫ് വൈ പ്ലസ് വേരിയൻസ് ഓഫ് എക്സ് മൈനസ് 2 കോവേരിയൻസ് ഓഫ് എക്സ് വൈ. അതിനകത്ത് അതൊരു നിങ്ങളൊന്ന് പേപ്പറിനകത്ത് എഴുതുക, ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് നിങ്ങളൊന്ന് പേപ്പറിനകത്ത് എഴുതിയിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കുക. വേരിയൻസ് ഓഫ് വൈ പ്ലസ് വേരിയൻസ് ഓഫ് എക്സ് മൈനസ് കോവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് വൈ പ്ലസ് വേരിയൻസ് ഓഫ് എക്സ് മൈനസ് 2 കോവേരിയൻസ് ഓഫ് എക്സ് വൈ. ചുരുക്കി പറഞ്ഞ മുകളിൽ നമ്മൾ അതായത് മുകളിൽ പറഞ്ഞിരിക്കുന്ന വേരിയൻസ് ഓഫ് വൈയും വേരിയൻസ് ഓഫ് എക്സും നമുക്ക് ക്രോസ് ചെയ്ത് പോകും. ആ ഇക്വേഷൻ അത് നള്ളിഫൈ എഫക്ട് ആയി വരുന്നത് കോവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡ് ബൈ കോവേരിയൻസ് ഓഫ് എക്സ് വൈ. അതായത് 0.50-50 ആണ് അവിടെ റിലേഷൻ എന്ന് പറയുന്നത്. അതായത് കോറിലേഷൻ 0 ആയിരിക്കും. 0 പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും നമ്മുടെ, അതായത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, അസറ്റില് കോറിലേഷൻ 0 ആണ്, 0 പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50-50 ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് അവിടെ നിന്ന് പഠിക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇങ്ങനെ ഇക്വേഷൻ വരാനുള്ള റൂട്ട്സ് എന്ത് ചെയ്യുക, മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ SFM എന്ന് പറയുന്ന ടോപ്പിക് എന്തായിരിക്കും, വളരെ 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 സിമ്പിൾ ആയിരിക്കും എന്ന് ഞാൻ പറയും. സോ നമ്മുടെ കോറിലേഷൻ ചെയ്ത് ഇക്വേഷൻ കഴിഞ്ഞു. ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാം. കോവേരിയൻസും ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇനി അങ്ങോട്ടേക്ക് കുറച്ച് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാം. ബീറ്റ കമ്പ്യൂട്ട് ചെയ്യാനുണ്ട്. ബീറ്റ കമ്പ്യൂട്ടേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി, ഇത് ഷുഡ് ബി അണ്ടർ സെക്കൻഡ് മൊഡ്യൂൾ. ക്യാപിറ്റൽ മാർക്കറ്റ് തിയറി, അതായത് ഷെയർ ടു മാർക്കറ്റ് ഇൻഡെക്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഏരിയയിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, കമ്പ്യൂട്ടേഷൻ ഓഫ് ബീറ്റ കമ്പ്യൂട്ടേഷൻസുമായിട്ട് വരിക. നമുക്ക് ജസ്റ്റ് ഒരു ലാഗ് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇല്ലുസ്ട്രേഷനിലേക്ക് പോകാം. നമുക്ക് ഇല്ലുസ്ട്രേഷൻ നമ്പർ 1 എടുക്കാം, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. സോ നിങ്ങൾ എന്ത് ചെയ്യും, ആ ഒരു മൈൻഡിലേക്ക് പെട്ടെന്ന് എത്തും. ഇത് ഇത്ര സമയം പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം. കാരണം നിങ്ങൾക്ക് മനസ്സിലാകുന്നവരെ ഞാൻ പറയാൻ വേണ്ടി റെഡിയാണ്. എന്തേലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോൾ ഒന്ന് പറയണം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് 2-3 5-10 പ്രോബ്ലംസും കൂടി വർക്ക്ഔട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് പോയിട്ട് ബീറ്റ ചെയ്യാം, ബീറ്റ പഠിക്കാം. ജസ്റ്റ് ഒന്ന് റിവ്യൂ ഇടുവോ, നമുക്ക് നോക്കാലോ. എന്നിട്ട് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യണോ വേണ്ടയോ നോക്കാലോ. പോയാ ഹലോ, ഓക്കെ അല്ലേ? അങ്ങനെ ഞങ്ങൾ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാലോ. എനിക്ക് തോന്നുന്നു നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി വർക്ക്ഔട്ട് ചെയ്യണ്ടാവും. നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അത് പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് ആൻ ഇൻട്രസ്റ്റ്, അതായത് RF എന്ന് പറയുന്നത് 10% ആൻഡ് എക്സ്പെക്ടഡ് റിട്ടേൺ ഓഫ് ദി മാർക്കറ്റ് പോർട്ട്ഫോളിയോ, RM എന്ന് പറയുന്നത് മാർക്കറ്റിൽ നമുക്ക് കിട്ടാൻ പോകുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 15% ആണ്. ആസ് ദ എക്സ്പെക്ടഡ് റിട്ടേൺ ഓഫ് ദി പോർട്ട്ഫോളിയോ ഇഫ് ദ പോർട്ട്ഫോളിയോ ബീറ്റാസ് ആർ 0.10. ആ ഇക്വേഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ CAPM മെത്തേഡ് ആണെന്ന് അപ്പൊ തന്നെ മൈൻഡിലേക്ക് വരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അതിന്റെ ഇക്വേഷൻ എന്താ, RF plus RM minus RF into beta, RF plus RM minus RF into beta. ഇവിടുത്തെ RM എത്ര, റിട്ടേൺ ഓഫ് ദി മാർക്കറ്റ് എത്രയാ, 15%, RF എത്രയാ 10%, ബീറ്റ എത്രയാ 0.10. സോ 15 മൈനസ് 10 ഇൻറ്റു 0.10 പ്ലസ് നമ്മുടെ RF എത്രയായിരുന്നു, 10 അല്ലേ? കാൽക്കുലേറ്റ് ചെയ്തു, ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ്. കാരണം നിങ്ങൾ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്ത് ഈ കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് കയറി കഴിയണം. ഓൾറെഡി നിങ്ങൾ ഇന്റർമീഡിയറ്റ് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളവരാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. Let me see what things are doing. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പ്രോബ്ലം ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ജസ്റ്റ് കാൽക്കുലേറ്റർ അടിച്ചാൽ മാത്രം മതി, നിങ്ങൾ എഴുതി നോക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയാ ആൻസർ വരുന്നത് വെച്ചാൽ
RM റിസ്ക് മാർക്കറ്റ് റിട്ടേൺ ആയ 15 അകത്തുനിന്ന് റിസ്ക് ഫ്രീ റേറ്റ് ആയ 10 കുറച്ച് ബാക്കി 5 വരും. ആ 5ന്റെ മുകളിൽ 0.10 അപ്ലൈ ചെയ്യുക. 5 into 10 എടുക്കുക, 0.10 എടുക്കുക, 0.5 വരും. നിങ്ങൾ എന്ത് ചെയ്യുക, RF ആഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ആ ഇക്വേഷൻ വരാനുള്ള കാര്യം. അതായത് RF എന്ന് പറയുന്നത് എത്രയാ, 10 അല്ലേ, 10 0.05 ആഡ് ചെയ്യുമ്പോൾ 10.50 വരും. ഇത് സിമ്പിൾ ആണ്. ഇതിനകത്ത് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നില്ല. ഓൾറെഡി നിങ്ങൾ ഇന്റർമീഡിയറ്റ് പഠിച്ചു വന്നവരാണ്. ബട്ട് ഞാൻ ഒരു കാര്യം പറയാം, ഇന്റർമീഡിയറ്റിനകത്ത് നമ്മൾ കുറെ കാര്യങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് എക്സാം കവർ ചെയ്യാൻ വേണ്ടി പഠിച്ചിട്ട് പാസ്സായിരിക്കുന്ന കുറെ കുട്ടികൾ ഈ ക്ലാസ്സിൽ തന്നെ ഇരിക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണലി അറിയുന്നവർ കുറെ ആൾക്കാരുണ്ട്. അവരെന്നോട് ഇപ്പൊ വിളിച്ച് പറയുന്ന കാര്യം വെച്ചാൽ, എടാ അതിന്റെ കോൺസെപ്റ്റ് എന്തായിരുന്നു, ഇതിന്റെ കോൺസെപ്റ്റ് എന്താ. കാരണം ഇന്റർമീഡിയറ്റിൽ പഠിച്ചിരിക്കുന്ന കുറെ കാര്യങ്ങൾ എന്തുണ്ട്, ഫൈനലിൽ റിപ്പീറ്റേഷൻ, ഈവൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് വരെ. അന്ന് കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കാത്തവർക്ക് ഇപ്പൊ സഫർ ചെയ്യുന്നുണ്ടാവാം. സോ സഫർ ചെയ്യാതിരിക്കാൻ വേണ്ടി മക്കളെ ഇനിയെങ്കിലും എന്ത് ചെയ്യാം, നമ്മൾ ഇന്റർമീഡിയറ്റിൽ പറ്റിയിരിക്കുന്ന തെറ്റ് നമ്മൾ എവിടെ തിരുത്തണം, മിനിമം ഫൈനലിൽ വന്ന് തിരുത്തണം. ഫൈനലിൽ വന്നിരിക്കുന്ന തെറ്റ് നിങ്ങൾക്ക് തിരുത്താൻ വേണ്ടി ഒരു ഓപ്ഷൻ ഇല്ല. അത് തെറ്റ് തിരുത്തുമ്പോൾ ടൈം പാസ്സായിരിക്കും. കാരണം നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ട്, ഓപ്പൺ ആയിട്ട് പറയാം, നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ട്, അതെന്റെ ചില സുഹൃത്തുക്കള് ഓരോ കമ്പനി ജോലി കിട്ടിയെന്ന് തന്നെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞ് എംബ്രാസ് ആയിരിക്കും. കാരണം എടാ അവൻ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം ഒരു കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന അവിടെ നിന്ന് വരുന്ന കുട്ടികൾക്കുള്ള ഒരു ഇമേജ്, അവർ സ്കെയിൽ ഇട്ടിട്ടുണ്ടാവും, ഒരു മെഷർമെന്റ് ഉണ്ടാവും. അല്ലാതെ ഒന്നും അവർ മാസം 1 ലക്ഷം രൂപയൊന്നും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇടുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് സാലറി ആയിട്ട് 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപയൊക്കെ കിട്ടുന്നില്ലേ? അങ്ങനെ കിട്ടണം എന്നാണെന്നുണ്ടെങ്കിൽ 1 ലക്ഷം നിങ്ങൾക്ക് സാലറി അല്ലെങ്കിൽ ഒരു 80,000 രൂപയെങ്കിലും നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് മിനിമം കിട്ടും. അങ്ങനെ 80,000 രൂപ മിനിമം. അനീഷ് സാറിന് മനസ്സിലാവുന്നില്ലേ? സൗണ്ട് ക്ലിയർ ആവുന്നില്ലേ? മനസ്സിലാവും തോന്നുന്നു. ഓക്കെ, അങ്ങനെ 80,000 രൂപയെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരണം എന്നാണെങ്കിൽ 1,60,000 രൂപയുടെ അവർ നിങ്ങളുടെ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള എക്യുപ്ഡ് ആയിട്ട് നിങ്ങൾ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ മക്കളെ, ജോബ് ഫീൽഡിൽ അല്ലെങ്കിൽ നിങ്ങളൊരു എംപ്ലോയ്മെന്റ് ലെവലിൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവലിൽ നിങ്ങൾക്ക് ഫെയിലിയർ ആകേണ്ടി വരും. ഫെയിലിയർ ആവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റിൽ വാട്ട് എവർ മിസ്റ്റേക്ക് യു ഹാവ് ഡൺ, ഇന്റർമീഡിയറ്റ് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഫൈനൽ വന്ന് റെക്ടിഫൈ ചെയ്തു പോകുക. മാക്സിമം കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക. കുറച്ചുകൂടി കാര്യമുണ്ട് പറയാനുള്ളത്. ഈ ഇന്റർമീഡിയറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പൊ ആർട്ടിക്കിൾഷിപ്പ് ഒക്കെ ചെയ്യുന്നുണ്ടാവും അല്ലെ. ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്ന സമയത്ത് കുറെ ഒരു 90% CMA ഇന്റർമീഡിയറ്റ് കഴിഞ്ഞ കുട്ടികൾ ചെയ്യുന്നത് ഡമ്മി ആർട്ടിക്കിൾഷിപ്പ് ചെയ്തിട്ട്, അതായത് പ്രോപ്പർ ട്രെയിനിങ് ഇല്ലാതെ കണ്ടു പോയിട്ട് കമ്പനികൾ കയറിയിട്ട് കമ്പനിയിലെ ഫിനാൻസ് മാനേജറെ തെറിയും കെട്ടി വരേണ്ട ആവശ്യം വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക, ആർട്ടിക്കിൾഷിപ്പും കൂടി ചെയ്യുക. നിങ്ങൾ ഈ പുസ്തകത്തിൽ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല നിങ്ങൾ ജോബ് ഓറിയന്റഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ എന്തുണ്ടാവും, കമ്പനിയിൽ പ്രിഫറൻസ് ഉണ്ടാവും. പ്രിഫറൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ വിതിൻ എ ഷോർട്ട് ഓഫ് വൈൽ നിങ്ങൾ അതിൽ നിന്ന് പുറത്തായിരിക്കും. നിങ്ങൾ ആ സർക്കിളിൽ നിന്ന് പുറത്തു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. പഠിക്കാൻ പറ്റുന്ന ഏരിയകൾ ഏതാണോ, അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏരിയകൾ ഏതാണോ അതൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾ കരിയറിൽ നിങ്ങൾക്ക് സക്സസ് ചെയ്യാൻ വേണ്ടി പറ്റൂ. അല്ല എന്നുണ്ടെങ്കിൽ CMA സർട്ടിഫിക്കറ്റിന്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്തിട്ട് നിങ്ങൾക്ക് പാസ്പോർട്ട് മറ്റേ പുറത്തേക്ക് വരാനാണെങ്കിൽ നിങ്ങൾ ഒന്ന് സ്റ്റാമ്പ് ചെയ്യിക്കാൻ വേണ്ടി കൊടുക്കാം. വേറൊരു പർപ്പസും അത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പെട്ടി തന്നെ വെക്കേണ്ടി വരും. ജസ്റ്റ് സെക്കൻഡ്, ഞാൻ ഒരു കോൾ അറ്റൻഡ് ചെയ്യട്ടെ. ജസ്റ്റ് സെക്കൻഡ്. വരാവും സാർ. സാർ ഞാനൊരു ക്ലാസ്സിലായിരുന്നു, ഒരു 5 മിനിറ്റ് അങ്ങോട്ട് വിളിക്കേ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. എക്സാമിന് വരുന്ന പ്രോബ്ലംസ് മാത്രം ഫോക്കസ് ചെയ്യാതിരിക്കുക. എല്ലാം അറിഞ്ഞിട്ട് മാത്രം പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. സോ നമുക്ക് എന്ത് ചെയ്യാം, ആരും പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ കേട്ടോ. ഞാൻ ഒരു കോമൺ ഫാക്ട് പറഞ്ഞതാ. ഇല്ലുസ്ട്രേഷൻ നമ്പർ 2 പോകുന്നു. ഇല്ലുസ്ട്രേഷൻ നമ്പർ 2 പറഞ്ഞിരിക്കുന്നത് സുബോ ഹാസ് ഇൻവെസ്റ്റഡ് ഇൻ 4 സെക്യൂരിറ്റി MNOP. 4 സെക്യൂരിറ്റി ഉണ്ട്. ദ പെർട്ടിക്കുലർ ഓഫ് വിച്ച് ആർ ഫോളോസ്. അതായത് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അവിടെ തന്നിരിക്കുന്നുണ്ട്. M എന്ന് പറയുന്ന സെക്യൂരിറ്റിയിൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 125,000. N എന്ന് പറയുന്ന സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 150,000. ഓയിൽ 80,000, ടീയിൽ 145,000. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എത്രയാണ് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. 125,000 പ്ലസ് 150,000 പ്ലസ് 80,000 പ്ലസ് 145,000 എത്ര വരുന്നുണ്ട്? കാൽക്കുലേറ്റ് ചെയ്യൂ. 500,000 അല്ലെ, അതായത് 5 ലക്ഷം. 5 ലക്ഷം അല്ലേ നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ആ 5 ലക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. ബീറ്റ എന്ന് പറയുന്നത് റിസ്ക് ആണ് അല്ലെ. 0.60, 1.50, 0.90, 1.30. If RBI bonds securities interest rate is 8% and Nifty yield is 14%. RBI എന്ന് പറയുന്നത് റിസ്ക് ഫ്രീ റേറ്റ് ആണ്. അപ്പൊ RF is equal to 8%. Then Nifty yield is equal to 14. മാർക്കറ്റിന് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ലേ, നമ്മൾ എന്ത് ചെയ്യുന്നു, മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്തു പോകുന്ന തിയറി പറഞ്ഞിട്ടുണ്ടായില്ലേ. അതാണ് RM എന്ന് പറയുന്നത്. RM is equal to 14%.
Then what is the expected return of the portfolio? ഈ പോർട്ട്ഫോളിയോയുടെ എക്സ്പെക്ടഡ് റിട്ടേൺ കമ്പയറിംഗ് ടു മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര എക്സ്പെക്ടഡ് റിട്ടേൺ കിട്ടുമെന്ന് നിങ്ങളോട് നോക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ഇത് കണ്ടുപിടിക്കുന്നു. ഇപ്പൊ നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് അവൈലബിൾ ആയിട്ടുണ്ട്? RM അവൈലബിൾ ആയിട്ടുണ്ട്, RF അവൈലബിൾ ആയിട്ടുണ്ട്, ബീറ്റ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? CAPM മെത്തേഡ് യൂസ് ചെയ്തുകൂടെ? അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? CAPM മെത്തേഡ് യൂസ് ചെയ്യണം. CAPM മെത്തേഡ് യൂസ് ചെയ്യുന്നതിന് മുൻപ് ചോദ്യത്തിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? വാട്ട് ഈസ് ദ എക്സ്പെക്ടഡ് റിട്ടേൺ ഓൺ പോർട്ട്ഫോളിയോ? നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു എക്സാമിന് ഇതിവിടെ ആൻസർ കാണുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഡയറക്റ്റ് പോയിട്ട് അങ്ങ് ചെയ്യും. ഓരോ സെക്യൂരിറ്റി എടുത്ത് RM - RF ബീറ്റ ആയിട്ട് അങ്ങ് അടിച്ചു കൊടുക്കും അല്ലെ. ഓരോ ബീറ്റ് ഓരോ സെക്യൂരിറ്റിക്ക് അപ്ലൈ ചെയ്തിട്ട് M ഇത്ര, N ഇത്ര, O ഇത്ര, P ഇത്ര അങ്ങ് ചെയ്തു വെക്കും. തെറ്റ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നീറ്റായിട്ട് വായിക്കും. പോർട്ട്ഫോളിയോയുടെ ബീറ്റ ആണ് നിങ്ങളോട്, അല്ല റിട്ടേൺ ആണ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഇവിടെയാണ് നിങ്ങളുടെ എക്സാമിന് മാർക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞത്. സോ നമുക്ക് എന്ത് ചെയ്യണം? പോർട്ട്ഫോളിയോയുടെ ബീറ്റ കണ്ടുപിടിക്കണം. എങ്ങനെയാ പോർട്ട്ഫോളിയോയുടെ ബീറ്റ കണ്ടുപിടിക്കുക? ഞാൻ പറഞ്ഞു 500,000, 5 ലക്ഷം രൂപയാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞല്ലേ. അങ്ങനെയാണെങ്കിൽ 5 ലക്ഷം രൂപക്കകത്ത് 1,25,000 എന്ന് പറയുന്നത് എമ്മുമായി ബന്ധപ്പെട്ടതല്ലേ. അങ്ങനെയാണെങ്കിൽ എം എത്ര ശതമാനം അവിടെ ഹോൾഡ് ചെയ്യണ്ടേ? 125,000 ഡിവൈഡ് ബൈ 500,000 then 0.25. അതായത് അതാണ് അവര് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന മക്കളെ. പ്രൊപ്പോർഷൻ കണ്ടുപിടിച്ചിട്ട് കണ്ടോ? 0.25. അതായത് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് 0.25%, 25% ആര് ഹോൾഡ് ചെയ്യുന്നു? എം ഹോൾഡ് ചെയ്യുന്നു. N എത്ര ഹോൾഡ് ചെയ്യുന്നു? 30% ഹോൾഡ് ചെയ്യുന്നു. O എത്ര ഹോൾഡ് ചെയ്യുന്നു? 16% ഹോൾഡ് ചെയ്യുന്നു. P എത്ര ഹോൾഡ് ചെയ്യുന്നു? 29% ഹോൾഡ് ചെയ്യുന്നു. Then we are going to calculate beta of the weighted beta of the portfolio. അങ്ങനെയാണെങ്കിൽ ഈ 25% ബീറ്റ, അതായത് M എന്ന സെക്യൂരിറ്റി ടോട്ടൽ 0.60 ഉണ്ടായിരുന്നില്ലേ, അതിൽ 25% എന്റെ പോർട്ട്ഫോളിയോനെ അഫക്ട് ചെയ്യില്ലേ? ഇൻറ്റു 0.25 എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.150 വെയിറ്റേജ് ഓഫ് ബീറ്റ നമുക്ക് കിട്ടില്ലേ? അതാണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് 0.25 എന്റെ പ്രൊപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു ബീറ്റ ഓഫ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെന്റ്. സോ നമ്മൾ എന്ത് ചെയ്യും? ഓരോന്നും ഇങ്ങനെ ബീറ്റ കാൽക്കുലേറ്റ് 0.150, 0.450, 0.0144, 0.377. ടോട്ടൽ വി വിൽ ഗെറ്റ് ദ ബീറ്റ ഓഫ് ദ പോർട്ട്ഫോളിയോ ആസ് 1.121. നമുക്ക് എന്ത് കിട്ടി? ബീറ്റ ഓഫ് ദ പോർട്ട്ഫോളിയോ കിട്ടി. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാലോ? മാർക്കറ്റ് നമ്മുടെ റിട്ടേൺ ഓഫ് ദ പോർട്ട്ഫോളിയോ കണ്ടുപിടിക്കാലോ. എങ്ങനെ കണ്ടുപിടിക്കുക? റിട്ടേൺ ഓഫ് ദ പോർട്ട്ഫോളിയോ ഈസ് ഈക്വൽ ടു RF. ഏത് മെത്തേഡ്? അണ്ടർ CAPM ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നു. റിട്ടേൺ ഈസ് ഈക്വൽ ടു RF പ്ലസ് RM മൈനസ് RF ഇൻറ്റു ബീറ്റ. RM എത്രയാ? 14%. RF എത്രയാ? 8%. 14 മൈനസ് 8 എത്ര കിട്ടി? നമ്മള് റിസ്കി റിട്ടേൺ എത്രയാ? 6 ഇൻറ്റു 1.121 എത്ര കിട്ടി? 6.726 പ്ലസ് 8 റിസ്ക് ഫ്രീ റേറ്റ് ആയ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? പോർട്ട്ഫോളിയോ റിട്ടേൺ എന്ന് പറയുന്നത് 14.726 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റർ അടിച്ചു നോക്കിയ മക്കളെ, അത് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാം. പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്തെന്ന് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. ഇനി അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ ചോദിക്കാം. റൈസ് യുവർ ഹാൻഡ്സ്, I will explain you well. ആർക്കും ഡൗട്ട് ഇല്ലാന്ന് തോന്നുന്നു. ക്ലിയർ? കാരണം ഇത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് നമുക്ക് ക്ലിയർ ആയി പോകും. നമ്മൾ ഒന്നും ശ്രദ്ധിക്കേണ്ട, നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നീറ്റായിട്ട് വായിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. എക്സാമിന് ഇതൊക്കെ ആയിരിക്കും നമ്മുടെ പ്രശ്നമായിട്ട്. ഏറ്റവും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന പേപ്പർ എന്ന് പറഞ്ഞാൽ SFM ആണ്. നിങ്ങൾ SFM-നകത്ത് ഒരു 3 പ്രാവശ്യം സ്റ്റഡി മെറ്റീരിയൽസിലെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാം. ഒരു തവണ പ്രാക്ടീസ് മാനുവൽ നമ്മുടെ CAയുടെ പ്രാക്ടീസ് മാനുവൽ ഉണ്ടെങ്കിൽ അതിനകത്ത് വർക്ക്ഔട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ സ്കാനറോ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും എടുക്കുക. PTP RTP എടുത്ത് വർക്ക്ഔട്ട് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 70-80 മാർക്കും വാങ്ങിച്ചിട്ട് SFM-ലേക്ക് ഇറങ്ങി വരാം. ഒരു പോർട്ട്ഫോളിയോ പഠിക്കാം, ഒരു കുറച്ച് ഡെറിവേറ്റീവ്സ് പഠിക്കാം, കുറച്ച് സ്വാപ്പ് എന്തായാലും വരും, പിന്നെ നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് പഠിക്കുക, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പഠിക്കുക, കഴിഞ്ഞു. ഇത്ര മാത്രമേ അതിനകത്തുള്ളൂ. മ്യൂച്വൽ ഫണ്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. മ്യൂച്വൽ ഫണ്ട് ചിലപ്പോൾ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. സോ നെക്സ്റ്റ് നമ്മൾ അടുത്ത പാർട്ടിലേക്ക് പോകുന്നു. കമ്പ്യൂട്ടേഷൻ വെയിറ്റ്. ഓക്കെ, if the investment in security or is replaced by an investment in RBI bond, what is the corresponding change in the portfolio beta and expected return? അവര് പറയാണ് നമ്മൾ നിലവിലുള്ള സെക്യൂരിറ്റിയില്ലേ, ഏത് ഓയുടെ ബീറ്റ് എത്രയായിരുന്നു? 0.90 ആയിരുന്നു അല്ലേ. അത് ഞാൻ എന്ത് ചെയ്യുന്നു? RBI റേറ്റുമായിട്ട് എന്ത് ചെയ്യുന്നു? അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. RBI റേറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. അവിടെ എന്താ? റിസ്ക് ഇല്ല. റിസ്ക് ഫ്രീ എന്നല്ലേ പറഞ്ഞത്? അവിടെ ആരില്ല? ബീറ്റ ഇല്ല. ബീറ്റയുടെ വാല്യൂ എത്രയായി മാറും? 0 ആയി മാറും. സോ രണ്ടാമത്തെ എന്നിട്ട് 0 ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം?
ബീറ്റ ഓഫ് ദി പോർട്ട്ഫോളിയോയുടെ ബീറ്റ കമ്പ്യൂട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റിട്ടേൺ പോർട്ട്ഫോളിയോയുടെ റിട്ടേൺ റീകമ്പ്യൂട്ട് ചെയ്യണം. ഒന്നും ചെയ്യേണ്ട മക്കളെ. ഇതാ ഓ ഇല്ലേ, ഓയുടെ ഈ പ്രൊപ്പോർഷണൽ ഇൻവെസ്റ്റ്മെന്റ് 0.167 ഉണ്ടാവും. ഈ 0.90 ഇല്ലേ, അവിടെ പോയിട്ട് 0 ആക്കി കൊടുത്താൽ മാത്രം മതി. ഇതാ അവരിത് അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നത്, വേറെ ഒന്നും അവർക്ക് ചെയ്യാനില്ല. ഇവിടെ ഓ റീപ്ലേസ് ചെയ്തിട്ട് RBI ബോണ്ട് ആക്കി, പ്രൊപ്പോർഷണൽ മാറ്റമില്ല. ബട്ട് ബീറ്റ ഓഫ് ദി ഇൻവെസ്റ്റ്മെന്റ് വിൽ ചേഞ്ച്. ബീറ്റ ചേഞ്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചേഞ്ച് ചെയ്യും? നമ്മുടെ പോർട്ട്ഫോളിയോ, ബീറ്റ ഓഫ് ദി പോർട്ട്ഫോളിയോ ചേഞ്ച് ചെയ്യും. ബീറ്റ ഓഫ് ദി പോർട്ട്ഫോളിയോ ചേഞ്ച് ചെയ്യുമ്പോൾ റിട്ടേൺ ഓഫ് ദി പോർട്ട്ഫോളിയോ നമുക്ക് എന്ത് ചെയ്യും? അൾട്ടിമേറ്റ് ആയിട്ട് മാറും എന്ന് പറഞ്ഞു. RF എത്രയായിരുന്നു? 8 ആയിരുന്നു. RM എത്രയായിരുന്നു? 14 ആയിരുന്നു. 14 - 8 ഇൻറ്റു 0.777 പ്ലസ് 8 എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ റിട്ടേൺ ഓഫ് ദി പോർട്ട്ഫോളിയോ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് അടിച്ചു നോക്കിയാൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. കാരണം സെയിം കോൺസെപ്റ്റ് ആണ്. ജസ്റ്റ് വി ആർ റീപ്ലേസിംഗ് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് RBI ബോണ്ട് ടു സെക്യൂരിറ്റി O. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റോക്സ് P and Q ഹാവ് ദ ഫോളോവിംഗ് ഹിസ്റ്റോറിക്കൽ റിട്ടേൺ. ഹിസ്റ്റോറിക്കൽ റിട്ടേണിനെ കുറിച്ച് സംസാരിക്കുന്നു ഇവര്. നമ്മുടെ കമ്പനിയിലെ ഹിസ്റ്റോറിക്കൽ, അതായത് പാസ്റ്റ് ഡാറ്റ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു ചാർട്ട് പഠിച്ച ഓർമ്മയുണ്ടായോ? പാസ്റ്റ് ഡാറ്റയാണ് തന്നിട്ടുണ്ടെങ്കിൽ സിഗ്മ X ഡിവൈഡ് ബൈ N ഈസ് ഈക്വൽ ടു അവർ റിട്ടേൺ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത് X മൈനസ് X ബാർ, സിഗ്മ X മൈനസ് X ബാർ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ N റൂട്ട് ആയിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത് പാസ്റ്റ് ഡാറ്റേനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ വായിക്കാം. 2009, 2010, 2011, 2012, 13, 5 വർഷമുണ്ട്. 5 വർഷത്തിൽ എന്റെ പോർട്ട്ഫോളിയോ, എന്റെ സ്റ്റോക്ക് പിയും ക്യൂവും ചേർന്നാണ് എന്റെ പോർട്ട്ഫോളിയോ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? 2009 പിയിലെ റിട്ടേൺ എന്ന് പറയുന്നത് മൈനസ് ലോസ് ആയിരുന്നു, ക്യൂവിൽ ലോസ് ആയിരുന്നു. 10 ലാഭത്തിലെത്തി, 11 ലാഭത്തിലെത്തി, 12 വീണ്ടും ഡൗൺ ആയി, 13 വീണ്ടും ഗെയിനിലേക്ക് കയറി. 28 ഹിസ്റ്റോറിക്കൽ റേറ്റ്, അതായത് ടോപ്പ് റേറ്റിലേക്ക് നമ്മൾ കയറി 13 വന്നിട്ട്. ഇൻ കേസ് ഓഫ് സെക്യൂരിറ്റി പി വായിക്കുമ്പോൾ അങ്ങനെയൊക്കെ നോക്കണം കേട്ടോ. Okay, you are required to calculate the average return of the for each stock. Question വീണ്ടും നമ്മൾ ക്രിട്ടിക്കൽ ആക്കുന്നു. You are required to calculate the average rate of return of each stock. ഓരോ സ്റ്റോക്കിനെയും കമ്പ്യൂട്ട് ചെയ്യണം. അപ്പൊ പിടിച്ച് പോർട്ട്ഫോളിയോ ഇടാൻ വേണ്ടി പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 2009 തൊട്ട് 2013 വരെയുള്ള റിട്ടേൺ നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പ്യൂട്ട് ചെയ്യുന്നു. ആവറേജ് റിട്ടേണിലെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞേ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് ചെയ്തോ. -12.24 പ്ലസ് 23.68 പ്ലസ് 33.44 പ്ലസ് 5.82 പ്ലസ് 28.30 ഡിവൈഡഡ് ബൈ 5. 5 വർഷത്തേക്കല്ലേ? അപ്പൊ നമ്മുടെ ഞാൻ ആദ്യം പറഞ്ഞിരിക്കുന്ന എഴുതിയെടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ സിഗ്മ X ഡിവൈഡഡ് ബൈ N കിട്ടിയില്ലേ? ആവറേജ് എത്ര കിട്ടുക ഇവിടെ? ഇതാ -12.24 പ്ലസ് 23.68 33 ആഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി 80 കിട്ടും. 80 ഡിവൈഡഡ് ബൈ 5 വർഷത്തെ ഡാറ്റ. സോ അവർ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ഷുഡ് ബി 16% ഇൻ കേസ് ഓഫ് സെക്യൂരിറ്റി പി. പിയുടെ കേസിൽ നമ്മുടെയൊക്കെ എന്ത് കിട്ടും? ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ആയ 16% നമുക്ക് കിട്ടും. മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. ദെൻ അതേപോലെ ക്യൂവിന്റെ നിങ്ങൾ എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. സമ്മപ്പ് ഇവിടെ 85 കിട്ടും. 85 ഡിവൈഡ് ബൈ 5 ഈക്വൽ ടു 17% നമുക്ക് എന്ത് കിട്ടും? ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടി. ആ ഭാഗം അവിടെ കഴിഞ്ഞു. അസ്യൂം ദാറ്റ് someone held a portfolio consisting of 50% of stock A and 50% of stock Q. അവരെന്ത് പറഞ്ഞു? രണ്ടാമത്തെ കേസ് പറഞ്ഞു, ഏതോ ഒരാള് 50% ഓഫ് എയും 50% പിയും 50% ഓഫ് ക്യൂവും ഹോൾഡ് ചെയ്യുന്നു. അത് ഈക്വൽ പോർഷൻ ഷെയർ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ പറഞ്ഞു, what would have been a realized rate of return on the portfolio in each year from 2019 to 2030? ഓരോ വർഷം എത്രയായിരിക്കും അയാൾ റിയലൈസ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത്? അത് കമ്പ്യൂട്ടർ ആണ് അല്ലേ? അങ്ങനെ നമ്മൾ എന്ത് പറഞ്ഞു? 50-50 എടുക്കുന്നല്ലേ? റിട്ടേൺ പോയിന്റ് നേരെ പകുതിയാക്കിയ പോരെ? ഇതാ ഓരോ വർഷം പോയിരുന്നു, ഓരോ വർഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇക്വേഷനെ പകുതിയാക്കുന്നു. 0.50 ആയില്ലേ പ്രൊപ്പോർഷൻ? ഇവിടെയും 0.50 ആയില്ലേ? അപ്പൊ 2009 റിട്ടേൺ എന്ന് പറഞ്ഞു 12.24 ഇൻറ്റു 0.50 നമുക്ക് എത്ര കിട്ടും? നെറ്റ് റിട്ടേൺ -6.12 കിട്ടത്തില്ലേ? ഇപ്പൊ 40 വരില്ല ടോട്ടൽ. ഇങ്ങനെ എടുക്കുമ്പോൾ 40 വരില്ല ടോട്ടല്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് പിയുടെ റിട്ടേൺ എന്ന് പറയുന്നത് 40യും സ്റ്റോക്ക് ക്യൂവിന്റെ റിട്ടേൺ എന്ന് പറയുന്നത് 42 ടോട്ടൽ റിട്ടേൺ എന്ന് പറയും ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡ്യൂറിംഗ് എ പെർട്ടിക്കുലർ പീരീഡ് എന്ന് പറയുന്നത് 40 പ്ലസ് 42.51 is equal to 82.51. Then average return of the portfolio during the last 5 years will be 82.51 divided by 5 is equal to 16.50%. ആർക്കെങ്കിലും വന്നിരിക്കുന്ന ഡാറ്റയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. സിമ്പിൾ ആയിട്ട് പറയാം മക്കളെ, 50-50 ഹോൾഡ് ചെയ്യുന്നല്ലേ പറഞ്ഞത്. ഇതാ നിങ്ങൾ 80 ഡിവൈഡ് ബൈ 2 എടുക്കുക.
85 ഡിവൈഡ് ബൈ 2 എടുക്കുക, എത്ര വരും? 40 + 42.5 82.5 വരും. ഡിവൈഡ് ബൈ 5 എടുത്താൽ മതി, സിമ്പിൾ ആയിട്ട് പരിപാടി കഴിയും. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 16.50 നമ്മുടെ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേണും കിട്ടും. ഇല്ലുസ്ട്രേഷൻ നമ്പർ 3 ഈസ് ഓവർ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ഒന്നുകിൽ എല്ലാവരും ഉറങ്ങി, അല്ലെങ്കിൽ ആർക്കും ഡൗട്ട് ഇല്ല. ഓക്കെ, ദെൻ ഇല്ലുസ്ട്രേഷൻ നമ്പർ 4. Clear? Okay, then we are going to illustration number 4. Securities X and Y, standard deviation is 3% and 9%. Security X ഉം Y എന്ന രണ്ട് സെക്യൂരിറ്റി ഉണ്ട്. അതിലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് Xന്റെ 3%, Yയുടെ 9%. Sir, thank you. Okay. Xന്റെയും Yന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ 3%, 9%. It is having a surplus of 20 ലക്ഷം. ഇതിനെന്ന് പറഞ്ഞ ഒരു പാവപ്പെട്ടവന്റെ കയ്യിൽ ഒരു 20 ലക്ഷം രൂപ ബാലൻസ് കിടപ്പുണ്ട്. Investment in those securities having surplus 20 lakhs for investment. അതായത് എക്സിനും വൈയിലും ഇടാൻ വേണ്ടി മാത്രം അവന്റെ കയ്യിൽ 20 ലക്ഷം രൂപ കിടപ്പുണ്ട്. ഭാഗ്യവാൻ. How much should he invest in each of the securities to minimize his risk? റിസ്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ഓരോ ഷെയറിലും എത്ര ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഓരോ സെക്യൂരിറ്റിയിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട എത്ര പ്രൊപ്പോർഷൻ എടുക്കണം എന്നുള്ളത് പറയാം. അതായത് റിസ്ക് റെഡ്യൂസ് ചെയ്തിട്ട് എത്ര പ്രൊപ്പോർഷൻ ഞാൻ ഓരോ ഷെയറിൽ ഇടണം എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ ഇവിടെ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നില്ലേ, നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം പറഞ്ഞിട്ട് കോറിലേഷൻ ടേബിൾ പറഞ്ഞ സമയത്ത് അതായത് പ്രൊപ്പോർഷണൽ ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ വേരിയൻസ് ഓഫ് എക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പ്രൊപ്പോർഷൻ ഓഫ് എക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ വേരിയൻസ് ഓഫ് വൈ മൈനസ് കോവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് വേരിയൻസ് ഓഫ് വൈ മൈനസ് 2 കോവേരിയൻസ് ഓഫ് എക്സ് ആൻഡ് വൈ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഇത് ഒന്നും കൂടി ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് പറഞ്ഞുതരാം. നിങ്ങൾ ഇവിടെ ഈ ഒരു ഏരിയയിൽ ഞാൻ പറയുന്ന ഒരു സാധനം ആഡ് ചെയ്യണം. വേരിയൻസ് ഓഫ് വൈ പ്ലസ് വേരിയൻസ് ഓഫ് എക്സ് മൈനസ്, അപ്പോൾ വേരിയൻസ് ഓഫ് എക്സും കൂടി അവിടെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് വരും? ഈ വേരിയൻസ് ഓഫ് വൈയും വേരിയൻസ് ഓഫ് എക്സും മൂലം താഴെ ഉണ്ടല്ലോ, കട്ട് ചെയ്ത് പോകും. നമുക്ക് എന്ത് കിട്ടും? കോവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ കോവേരിയൻസ് ഓഫ് 2 കോവേരിയൻസ് വരും. കോവേരിയൻസ് വരുമ്പോൾ 1/2 വരും. 1/2 = 0.5050. അതായത് കോറിലേഷൻ ഇല്ലാത്ത കേസാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഷെയർസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റിലേഷൻഷിപ്പും വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഡൈവേഴ്സിഫിക്കേഷൻ ബെനിഫിറ്റിന് സാധ്യത ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ശതമാനം ഷെയർ ഇൻവെസ്റ്റ് ചെയ്യാം? യു ഷുഡ് ഇൻവെസ്റ്റ് 50%. അതാണ് ഇക്വേഷൻ. നിങ്ങൾ പറയുന്നതാണ് നിങ്ങളുടെ ഒരു കമ്പനിയിൽ നിങ്ങൾ അനലൈസ് ചെയ്യാൻ എടുക്കുന്ന 2 ഷെയറുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോർ റിലേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം? 50% ഇൻവെസ്റ്റ് ചെയ്യണം. ബട്ട് ഇഫ് ദർ ഈസ് എ കോറിലേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ചിന്തിക്കണം. എത്ര ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഇക്വേഷൻ ആണ് മക്കളെ പ്രൊപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ സെക്യൂരിറ്റി എക്സ് ആൻഡ് സെക്യൂരിറ്റി എക്സ് എന്ന് പറയുന്ന ഈ ഒരു ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം ജസ്റ്റ് ആ ഇക്വേഷൻ എഴുതിയിട്ടോ, variance of y minus proportion of investment of security x is equal to variance of y minus covariance of xy divided by variance of y plus variance of x minus 2 covariance of xy. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻസ് നിങ്ങൾ ഒരു പേപ്പറിനകത്ത് എഴുതിയിട്ടിട്ട് നിങ്ങൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം അതിനകത്ത് വേറെ ഒന്നും ചെയ്യാനില്ല. ഇതാ ഇക്വേഷനകത്ത് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. വേരിയൻസ് ഓഫ് വൈ പറഞ്ഞില്ലേ, ഇവിടെ എത്ര വേരിയൻസ് ഓഫ് വൈ എന്ന് പറയുന്നത് 9 അല്ലെ. ഇത് എന്താ പറയുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലേ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ അല്ലേ. അപ്പൊ 9 എന്ത് വരും? 81 വരും. 81 മൈനസ് കോവേരിയൻസ് ഓഫ് എക്സ് വൈ. ഫസ്റ്റ് കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? -1 ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇക്വേഷൻ സോൾവ് ചെയ്തു. 3 റേഷ്യോ വെച്ച് അവർ പറയുന്നത് -1 പറയുന്നുണ്ട്, -0.30 പറയുന്നുണ്ട്, 0 പറയുന്നുണ്ട്, 0.60 പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായില്ലേ, ഇവിടെ നിങ്ങൾ എന്ത് ഒന്ന് കൺഫേം ചെയ്യാം. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് കേസിൽ എന്ത് ചെയ്യുക? ഇക്വേഷൻ ഇട്ടുക. ഫസ്റ്റ് ഇക്വേഷൻ എങ്ങനെ ഇടേണ്ടത്? വേരിയൻസ് അല്ലേ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ അല്ലേ. 81 മൈനസ് 2 കോവേരിയൻസ് ഓഫ് എക്സ് വൈ. കാൽക്കുലേറ്റ് ചെയ്ത വേഗം. ഇതാ ടൈം കളയണ്ട, ഇതിനകത്തുണ്ട്. 81 മൈനസ് കോവേരിയൻസ് ഓഫ് എക്സ് വൈ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാ?
327 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ഇപ്പൊ കോവേരിയൻസ് കിട്ടി ഇൻറ്റു കോറിലേഷൻ -1 അപ്പൊ -27 കിട്ടി ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ഓഫ് എക്സ് പ്ലസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ഓഫ് എക്സ് പ്ലസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ഓഫ് വൈ -2 കോവേരിയൻസ് 2 ഇൻറ്റു കോവേരിയൻസ് ഓഫ് എക്സ് ഓഫ് വൈ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 81 പ്ലസ് മൈനസും കൂടി പ്ലസ് ചെയ്യും ഇവിടെ 81 പ്ലസ് 27 ഡിവൈഡ് ബൈ 9 പ്ലസ് 8 9 17 പ്ലസ് 54 നിങ്ങൾക്ക് എന്ത് കിട്ടും എക്സിന്റെ പ്രൊപ്പോർഷൻ 108 ഡിവൈഡ് ബൈ 144 അതായത് 0.75 ആയിരിക്കും നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ എക്സിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈയിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന എക്സിൽ എത്രയാ 0.75% ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ അങ്ങനെയാണെങ്കിൽ വൈയിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂ 0.25% മാത്രമേ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി പറ്റൂ ആ പാവപ്പെട്ടവന്റെ കയ്യിൽ എത്ര ഫണ്ട് ഉണ്ടായിരുന്നത് 20 ലക്ഷം അല്ലേ 20 ലക്ഷത്തിന്റെ 75% നമ്മൾ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്തു നമ്മൾ എക്സിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു 20 ലക്ഷം അതായത് 2 million into 0.75 എത്ര വരും 15 ലക്ഷം രൂപ നിങ്ങൾ എന്ത് ചെയ്യും എക്സിൽ ഇൻവെസ്റ്റ് ചെയ്യും 5 ലക്ഷം രൂപ നിങ്ങൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യും വൈയില് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും എന്ന് പറഞ്ഞു ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം കോറിലേഷൻ -1 മാറ്റിയിട്ട് അടുത്ത ഏതിട്ട് നോക്കണം 0.03 -0.30 ഇട്ട് നോക്കുക 0 ഇട്ട് നോക്കുക ഡി ഇട്ട് നോക്കുക 0.60 ഡി ആയ 0.60 ഇട്ട് നോക്കിയിട്ട് വർക്ക്ഔട്ട് ചെയ്യുക യു ഷുഡ് സ്പെൻഡ് മച്ച് മോർ ടൈം ഓൺ ദിസ് കാൽക്കുലേഷൻ ഇത് എക്സാം ഞാൻ എഴുതിയ എക്സാമിനകത്ത് ഈ സാധനം വന്നിട്ടുണ്ടായി 8 മാർക്കായിരുന്നു ഇതിന് 2019 ജൂലൈ അറ്റംപ്റ്റ് ആണെന്ന് തോന്നുന്നു ആ എക്സാമിന് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായി ഐ ആം ഷുവർ പക്ഷെ എങ്കിൽ ഫിഗേഴ്സ് ഒക്കെ കുറച്ച് മാറ്റായിരുന്നു ഈ പ്രോബ്ലം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തെറ്റാനുള്ള സാധ്യതയുണ്ട് ഈവൻ ഇഫ് യു ആർ നോട്ട് സ്ട്രോങ് ഇൻ മാത്സ് കണക്കിൽ അത്ര നല്ല സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു മിസ്റ്റേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എവിടെയാന്ന് വെച്ചാല് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഇക്വേഷൻ ഒരു ഷോർട്ട് കട്ട് കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇവിടെ നിങ്ങളിലെ ഈ ഇത് ശ്രദ്ധിച്ചോ കോറിലേഷൻ -1 ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ കോറിലേഷൻ -1 ആണെന്നുണ്ടെങ്കിൽ ഓൾവേസ് നിങ്ങൾ എന്ത് ചെയ്യും ഇവിടെ വന്നിട്ട് ആഡ് ചെയ്യും 81+ ആയിരിക്കും കേട്ടോ കോറിലേഷൻ ഇവിടെ -1 ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യണം കോറിലേഷൻ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ 0.60 നോക്കി വയ്ക്കോ നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക മൈനസ് ആയിരിക്കും അത് നിങ്ങൾ ആ ഒരു ഇത് കണ്ടോ നിങ്ങൾ ഇവിടെ മൈനസ് ചെയ്തു 0.60 കേസ് അല്ലേ അപ്പൊ ഇവിടെ മൈനസ് വരും അതായത് ഇവിടെ കോറിലേഷൻ മൈനസ് ആണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ ചെയ്യുമ്പോൾ ആഡ് ചെയ്യുക കോറിലേഷൻ പോസിറ്റീവ് ആണെന്നെങ്കിൽ ഇക്വേഷൻ ചെയ്യുമ്പോൾ മൈനസ് ചെയ്യുക അത് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് മനസ്സിൽ ഓൾവേസ് കീപ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും അത്രയും കംഫർട്ടായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സാം എഴുതിയിട്ട് സ്കോർ ചെയ്തിട്ട് ഇറങ്ങി വരാൻ വേണ്ടി പറ്റും നിങ്ങൾക്കത് മനസ്സിലായെന്ന് തോന്നുന്നു മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം റെഡി ടു എക്സ്പ്ലെയിൻ ദാറ്റ് വൺ ആസ് വെൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറയാം നിങ്ങൾ നല്ല ഫൈനൽ സ്റ്റുഡൻസ് ആണ് അപ്പൊ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഞാൻ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നത് കാരണം മക്കളെ നിങ്ങൾക്ക് എന്തറിയാം നിങ്ങൾക്ക് എന്ത് വർക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു കമ്പനി പോയിരുന്നു കഴിഞ്ഞാൽ നോ വൺ വിൽ കെയർ യു നിങ്ങളെ ആരും കെയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല ഒന്നാമത്തെ കേസ് ഞാൻ നിങ്ങളോട് പറയാം അവിടെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഉണ്ടാവും ഏതൊരു കമ്പനി പോയാലും ഒരു നിങ്ങൾ ഈവൻ ഇഫ് യു ഗോയിങ് ഫോർ എ ബിഗ് കമ്പനി പോയാൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ടാവും ഞാൻ കണ്ടിരിക്കുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് ഇനി ഒരു കമ്പനിയിൽ ചാർട്ടേഡ് അക്കൗണ്ട്സ് ഉണ്ടാവും കോസ്റ്റ് അക്കൗണ്ട്സ് ഉണ്ടാവും ഇൻ ബിറ്റ്വീൻ മുഷ്കിലായിരിക്കും ദുഷ്മനായിരിക്കും ഇങ്ങോട്ടും കാണാൻ പറ്റും ഈഗോ എന്ന് പറയുന്നത് ഈ പ്രൊഫഷണൽസിന്റെ കീഴിൽ വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ മാത്രമേ ഈഗോ കോംപ്ലക്സ് ഇല്ലാത്തുള്ളൂ സോ അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്കാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ ടൈം ടു ഷോ വാട്ട് യു ഹാവ് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റണം നിങ്ങൾക്ക് എന്തറിയാം എന്നുള്ളത് വെച്ച് നിങ്ങളുടെ മനസ്സിലിരിച്ചിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ എന്ത് ചെയ്യണം എക്സ്പോസ് ചെയ്യാൻ വേണ്ടി പറ്റണം ദെൻ ഓൺലി യു ക്യാൻ സർവ് ഇൻ ദിസ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഞാൻ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഒരു ചൈനീസ് കമ്പനിയിൽ വർക്ക് ചെയ്ത് റീസെന്റ് ആണ് വേറൊരു കമ്പനിയിലേക്ക് മാറിയത് അപ്പോൾ ഞാൻ അവിടെ ഫേസ് ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു അവിടെ ഒന്നാമത് ഞാൻ വർക്ക് ചെയ്യുന്നത് എബ്രോഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ വാസ് മൈ പ്രോബ്ലം എനിക്ക് ആദ്യം വന്ന സമയത്ത് ഇംഗ്ലീഷ് സംസാരിക്കാൻ കാര്യമായിട്ട് അറിയുന്നുണ്ടല്ലോ കാരണം ആകെ കൂടി നമ്മളൊക്കെ മലയാളം മീഡിയത്തിലെ ഒരു ആവറേജ് ബേസിലെ സ്റ്റുഡൻസ് ആണ് ഇപ്പൊ മലയാളത്തിലൊക്കെ പഠിച്ച് മലയാളത്തിൽ തന്നെ എഴുതുന്നതും വായിക്കുന്നു ഈവൻ നമ്മൾ പരീക്ഷ എക്സാമിന് ഫൈനൽ പഠിക്കുന്ന സമയത്തൊക്കെ സെൽഫ് സ്റ്റഡി ആയിരുന്നു സെൽഫ് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും മലയാളത്തിൽ ഞാൻ നോട്ട് എഴുതും സൈഡിൽ അപ്പൊ അതിന്റെയൊക്കെ ഡിഫിക്കൽട്ടി നമ്മൾ ഫേസ് ചെയ്യാൻ വേണ്ടി പോയത് ഇപ്പോൾ വെൻ യു ആർ ഗെറ്റിംഗ് ഹയർഡ് നിങ്ങൾ ജോബിലേക്ക് എത്തിക്കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് എല്ലാ കോൺസെപ്റ്റും അറിയാം നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഫൈനാൻസ് മാനേജർക്ക് നിങ്ങൾ ചിലപ്പോൾ PV റേഷ്യോ എന്താണെന്ന് വരെ അറിയാത്ത ആളായിരിക്കും പക്ഷെ നിങ്ങൾക്ക് അറിയുന്ന കോൺസെപ്റ്റ് അവരിലേക്ക് അറിഞ്ഞെത്താൻ കാരണം ഡിഫറെന്റ് നാഷണാലിറ്റിയിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടി വരും ഡിഫറെന്റ് കൾച്ചർ ആയിരിക്കും അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ യു വിൽ ബിക്കം ഫെയിലിയർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റില്ല അതിനുവേണ്ടി ബി വെൽ എക്യുപ്ഡ് നൗ ഓൺവേർഡ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം വെൽ എക്യുപ്ഡ് ആയിരിക്കണം നിങ്ങൾ സംസാരിച്ച് തന്നെ നിങ്ങൾ തെളിയണം സോ ഞാനിപ്പോ പറയാനത് കാരണം നിങ്ങൾ ഉള്ളിലുള്ള മടികളൊക്കെ മാറ്റി വെച്ച്
എന്നോട് ഓപ്പൺ ആയിട്ട് പറയാം നിങ്ങൾക്ക് എന്താണ് ഇവിടെ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ what are things that you are going to face a difficulty, എന്താണോ ബാരിയേഴ്സ് ഉള്ളത് നിങ്ങൾ എന്നോട് പറയാം, നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാം. ഈവൻ ഇഫ് ഐ കനോട്ട് ഹാൻഡിൽ, എനിക്കിത് നിങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫാക്കൽറ്റി കൂടി ഉണ്ട് SFM-ന്, അക്ഷയ് സാർ ഉണ്ട്. അക്ഷയ് കാലിക്കറ്റ് ബേസ്ഡ് ആയിട്ട് ക്ലാസ് എടുക്കുന്നതാണ്. അത് നമ്മുടെ അപ്കമിങ് സെഷൻസിൽ എന്തായിരിക്കും അക്ഷയ് സാറിന്റെ ടൈം ഷെഡ്യൂൾ നോക്കിയിട്ട് നമ്മൾ ഒരു ക്രാഷ് കോഴ്സ് ഇതിനു വേണ്ടി അറേഞ്ച് ചെയ്യും. ഈവൻ ഇഫ് ഹി ഓൾസോ കനോട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ SEML ലിജിൻ അല്ലാടത്ത് എന്ന് പറഞ്ഞൊരു ഫാക്കൽറ്റി ഹി ഓൾസോ ഡൂയിങ് ഫോർ SFM ആസ് വെൽ. SFM ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ലിജിനെ കൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അൾട്ടിമേറ്റ്ലി നമ്മുടെ എയിം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങളുടെ എക്സാമിന് കിട്ടണം, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ക്ലിയർ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ സീക്ക്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് നമ്മളോട് പറയാം, ഓപ്പൺ ആയിട്ട് പറഞ്ഞു. ദാറ്റ്സ് വൈ ഐ എം ആസ്കിങ് എവറി ടൈം. ഓരോ ക്വസ്റ്റ്യൻ കഴിഞ്ഞ സമയത്തും നിങ്ങളോട് ചോദിക്കാനുള്ള കാരണം അതാണ്. നിങ്ങൾക്ക് ഇതിനകത്തൊന്നും പറയാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിതിൻ എ വൈൽ ഓഫ് 20 minutes, നമ്മൾ 20 മിനിറ്റിൽ ഇന്നത്തെ സെഷൻ ക്ലോസ് ചെയ്യും. ബാക്കി നമ്മൾ എന്തായിരിക്കും സെക്കൻഡ് സെഷനിലേക്ക് എടുക്കുക. എനിക്ക് വേറെ അസൈൻമെന്റ് കൂടി ഉണ്ട്. സോ അപ്പൊ ഇലിസ്ട്രേഷൻ നമ്പർ 5 പോകുന്നു. ഇലിസ്ട്രേഷൻ നമ്പർ 5 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അടുത്ത ക്വസ്റ്റ്യൻ. ആൻ ഇൻവെസ്റ്റർ ഇസ് കൺസിഡർഡ് ടു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ദ ഫോളോവിംഗ് റിസ്ക് ആൻഡ് റിട്ടേൺ ക്യാരക്ടറിസ്റ്റിക്സ്. ഇതൊക്കെ ഒരേ സ്വഭാവമുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. കാൽക്കുലേറ്റ് റിട്ടേൺ ഓഫ് ദ പ്രൊപ്പോസ് പോർട്ട്ഫോളിയോ ഷെയർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതായത് ഇൻവെസ്റ്റർ പ്ലാൻ 80% 20% ആണെങ്കിൽ 0.8 മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അതിനെക്കുറിച്ച് ഞാൻ ഇനി ചിന്തിക്കുന്നില്ല. പോർട്ട്ഫോളിയോയുടെ ആണ്. അപ്പൊ നിങ്ങൾ എന്താണ് പോർട്ട്ഫോളിയോയുടെ ബീറ്റ കണ്ടുപിടിക്കണം കേട്ടോ. Then calculate the risk of the portfolio beta. Suppose the correlation between companies was. മൂന്നാമത്തെ കേസ്, ഈ കേസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഇപ്പൊ റീസെന്റ് ആയി ഡിസ്കസ് ചെയ്തിരിക്കുന്ന എക്സാമ്പിൾ ബേസ്ഡ് ആണ് ആ ക്വസ്റ്റ്യൻ പറഞ്ഞത്. സോ വി ഡോണ്ട് വാണ്ട് ടു സ്പെൻഡ് അവർ ടൈം ഓൺ ദിസ് ക്വസ്റ്റ്യൻ ആസ് വെൽ. Then an investor has two portfolio known to be on a minimum variance set of for population. The security RST having the weight of mentioned below. ആറാമത്തെ ക്വസ്റ്റ്യൻ, പോർട്ട്ഫോളിയോയിലെ എക്സിനകത്ത് 0.30 ഇട്ടിട്ടുണ്ട്. പോർട്ട്ഫോളിയോ ഓക്കെ, WR എന്ന് പറയുന്നത് ഇപ്പോ മിനിമം വേരിയൻസ് ടു പോർട്ട്ഫോളിയോ. An investor has two portfolio known to be on minimum variance for a set of population of 3 security. RST എന്ന് പറയുന്ന REST എന്ന് പറയുന്ന സെക്യൂരിറ്റി, ഇത് ഷെയർസും ഇത് പോർട്ട്ഫോളിയോ ആണ്. എക്സ് അതായത് R എന്ന് പറയുന്ന ഷെയർസ് പോർട്ട്ഫോളിയോ എക്സ് 30%, എസ് എന്ന സെക്യൂരിറ്റിയിൽ പോർട്ട്ഫോളിയോ എക്സിൽ 40% 30%. ഓക്കെ, അതാണ്. ഇറ്റ് ഇസ് സപ്പോസ്ഡ് ദാറ്റ് ദർ ആർ നോ റെസ്ട്രിക്ഷൻസ് ഓൺ ഷോർട്ട് സെയിൽസ്. അതായത് ഷോർട്ട് സെയിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് വാങ്ങാനും വിൽക്കാൻ, അതായത് ഇന്ന് വാങ്ങി ഇന്ന് തന്നെ വിൽക്കുന്നതിന് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അതായത് ലോങ് ടൈം ഹോൾഡ് ചെയ്യേണ്ട റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്തതിനാണ് നമ്മൾ എന്ത് ചെയ്യാം, ഷോർട്ട് സെയിൽസ് എന്ന് പറയാം. What would be the weight for each stock for a portfolio constructed by investor 600 in portfolio X and portfolio 4000 in portfolio Y? അതായത് what would be the weight for each stock for a portfolio constructed by investing 6? അതായത് നിങ്ങൾ 6000 രൂപയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് പോർട്ട്ഫോളിയോ ഇതിനകത്ത്, അതായത് REST എന്ന് പറയുന്ന ഈ 0.3%, 0.4%, 0.3% മിക്സ് ആയിരിക്കുന്ന ഷെയർസ് ആ പോർട്ട്ഫോളിയോയിൽ നിങ്ങൾക്ക് 6000 രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും, എങ്ങനെ അത് കൺസ്ട്രക്ട് ചെയ്യുന്ന പറഞ്ഞത്. പോർട്ട്ഫോളിയോ എക്സ് ആണ്, പോർട്ട്ഫോളിയോ വൈ 6000 4000 ആണ് നമുക്ക് എമൗണ്ട് ഇടാൻ വേണ്ടി പറ്റുന്നത്. സപ്പോസ് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് 5000 ഔട്ട് ഓഫ് 10,000. ഓക്കെ, ഫസ്റ്റ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻവെസ്റ്റ്മെന്റ് ഇൻഡിവിജ്വൽസ് സെക്യൂരിറ്റി, അതായത് പോർട്ട്ഫോളിയോ വൈ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, 6000ന്റെ 0.30 അല്ലേ ഇവിടെ എടുത്തിടുക. കാരണം 6000 ഞാൻ മൊത്തം ഇടാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഫണ്ട് എത്രയാ, അല്ല ആദ്യം ഈ ഇതിനകത്ത് പോർട്ട്ഫോളിയോ ഇടാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഫണ്ട് എത്രയാ, 6000 അല്ലേ. 6000 into 0.30 ഫസ്റ്റ് 0.30 ആയിരിക്കില്ല ആദ്യ സെക്യൂരിറ്റിയിൽ ഇടുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 1800 കിട്ടും. ദെൻ എസ് എത്ര വരും, 0.40, 6000 into 0.40 2400. ദെൻ ടി എത്ര വരും, 6000 into 0.30 1800. സോ ടോട്ടൽ മൈ പോർട്ട്ഫോളിയോ വാല്യൂ ബിക്കം 6000. പോർട്ട്ഫോളിയോ വൈയിലും നിങ്ങൾ എന്ത് ചെയ്യുക, അതേപോലെ അപ്ലൈ ചെയ്യുക. 5000 അല്ലേ, 4000 അല്ലേ, 4000 into 0.20, 4000 into 0.50, 4000 into 0.30. Total my investment become 4000. Then ആറിന്റെ ടോട്ടൽ വെയിറ്റ് കണ്ട്, അപ്പൊ ടോട്ടൽ എത്രയും നമ്മൾ 6 ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എത്രയാ, 2600. 1800 എക്സിലും 1800 എന്ത് ചെയ്യുന്നു വൈയിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തല്ലേ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കുന്നത് എത്രയാ, 2600. സോ എസിൽ എത്രയാ, 4400, ടിയിൽ എത്രയാ, 3000. ടോട്ടൽ മൈ ഇൻവെസ്റ്റ്മെന്റ് ബിക്കം 10,000. സോ ഹൗ മച്ച് മേ ബി ദ ടോട്ടൽ വെയിറ്റ് ഓഫ് ബോത്ത് ഇൻക്ലൂഡിംഗ് ദ ബോത്ത് പോർട്ട്ഫോളിയോ. എല്ലാ രണ്ട് പോർട്ട്ഫോളിയോ ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിന് മൊത്തം വന്നിരിക്കുന്ന വെയിറ്റ് എത്രയാ, 10,000. 6000 ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തു, 4000 ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തു അല്ലെ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാ, 10,000. 10,000ൽ 2600 ഞാൻ എവിടെ ഇട്ടിട്ടുണ്ട്, 6ൽ ഇട്ടിട്ടുണ്ട്. 4400 ഞാൻ എവിടെ ഇട്ടിട്ടുണ്ട്, എസിൽ ഇട്ടിട്ടുണ്ട്. 3000 ഞാൻ എവിടെ ഇട്ടിട്ടുണ്ട്,
ടിയിൽ ഇടുന്നുണ്ട്. സോ മൈ വെയിറ്റേജ് ഓവർ ദ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാ? 0.26 ഫോർ ആറിലും 0.444 എസിലും 0.304 ടിയിലും ഇട്ടിട്ട് ഞാൻ 10,000 എന്ന് പറയുന്ന ടോട്ടൽ പോർട്ട്ഫോളിയോ ഞാൻ കൺസ്ട്രക്ട് ചെയ്തു. ഇതൊക്കെ എന്തിനാ നമ്മളോട് ചോദിക്കുന്നല്ലേ? +2 പഠിക്കുന്ന കുട്ടികൾ ചെയ്യേണ്ടതാണ്. സപ്പോസ് investor invest 5,000 out of 10,000 in security R, how much will allocate the balance between security S and T to ensure that portfolio is a minimum variances? അയാൾ നല്ലൊരു കഥ പറയാണ്. സപ്പോസ് ഇൻവെസ്റ്റ് 5,000 out of 10,000 സെക്യൂരിറ്റി ആർ. സെക്യൂരിറ്റി ആറിൽ അവരെന്ത് ചെയ്യുന്നു? 50% ഇൻവെസ്റ്റ് ചെയ്യുന്നു. 5,000 out of 10,000 50% ആറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ നമ്മൾ ബാക്കി 15നെ കുറിച്ച് ചിന്തിച്ചാൽ മതി. How he will allocate the balance between security S and T. എസ് ആൻഡ് ടിയില് 0.40 നമ്മൾ ആദ്യം അലോട്ട് ചെയ്തു, 0.50 ചെയ്യുന്നു. ടി ഓൾവേസ് നമ്മൾ എത്ര ഹോൾഡ് ചെയ്യുന്നത്? 0.30 ഹോൾഡ് ചെയ്യുന്നത്. അതായത് ഈ 10,000 രൂപയിൽ 50% നമ്മൾ എന്തിൽ ഇൻവെസ്റ്റ് ചെയ്തു? ഓൾറെഡി ആറിൽ ഇൻവെസ്റ്റ് ചെയ്തു. ബാക്കി എന്താകുന്ന 50% 0.30 ടിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ബാക്കി 20% തന്നെ. അതെന്താ അർത്ഥം? അത് തന്നെ അല്ലേ ആൻസർ? നോക്കട്ടെ. Therefore, solving 1 and 2 we get that instead of എസ് എന്ന് പറഞ്ഞ 20% കൺക്ലൂഷൻ അലോക്കേഷൻ ഓഫ് ഫണ്ട്. ആറിൽ 5,000 ഗിവൺ, ദെൻ എസിൽ 20%, 20%, ടിയിൽ 30%. കറക്റ്റ് തന്നെ. ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഈ ഇക്വേഷൻ വെച്ചൊന്നും ചെയ്ത് നോക്കണ്ട കേട്ടോ. സിമ്പിൾ ആയിട്ട് ചിന്തിക്കാതെ. എന്താ വെച്ചാൽ ഇവിടെ ടിയിൽ ഓൾവേസ് വി ആർ കീപ്പിംഗ് ഹൗ മച്ച്? 0.30. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ 0.30 തന്നെ കീപ്പ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഔട്ട് ഓഫ് 50 ബാലൻസ് 50 ഉള്ളതിനകത്ത് 30 ഇവിടെ കഴിഞ്ഞാൽ ബാക്കി എസിൽ എടുത്തിടും. ആൻസർ സോൾവ് ആയി. Alternative കൊടുത്തിട്ടുണ്ട്. Since the proportion investment is 3% and is constant across the both of the portfolio, any linear equation drawn from the data given would be result in the weight of T being the constant. Correct ആണ്. അതായത് 3.30 കോൺസ്റ്റന്റ് ആയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കും ഏതൊരു പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ലീനിയർ പ്രോഗ്രാം വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു. സോ ബാലൻസ് നമ്മൾ എന്തെങ്കിലും അടുത്ത സെക്യൂരിറ്റിയിലേക്ക് എടുത്തിട്ട് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യും. നമുക്ക് എന്നാൽ എന്ത് ചെയ്യാം? ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. കാരണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് റെസ്പോൺസ് ഇല്ല. പിന്നെ ഓൾമോസ്റ്റ് ടൈമും ആയി. അടുത്ത സെഷനിൽ നമ്മൾ എന്ത് ചെയ്യും? ഇല്ലുസ്ട്രേഷൻ നമ്പർ 7 to ഇല്ലുസ്ട്രേഷൻ നമ്പർ 36, 36, 37 പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. എല്ലാ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കേസ് നിങ്ങൾ ഈ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്തിട്ട് നമ്മുടെ പ്രൊഡിഗിയുടെ CMA ഫൈനലിന്റെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് നിങ്ങളവിടെ ഡൗട്ട്സ് എവിടെയാണോ നിങ്ങൾ സ്റ്റെക്ക് വരുന്നത്, ഈവൻ എ സിംഗിൾ ഡൗട്ട്, ഒരു റുപ്പിയുടെ ഡൗട്ട് ആണെന്നുണ്ടെങ്കിൽ, ഡിഫറൻസ് ആണെന്നെങ്കിലും നിങ്ങൾ ആ ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ വി വിൽ കൺസിഡർ ഞങ്ങൾ കൺസിഡർ ചെയ്യും ഉറപ്പായിട്ടും. കാരണം നമ്മൾ തന്നെ വേണം വരാത്തില്ല. ഇപ്പൊ നമ്മളിപ്പോ ജോബുമായിട്ട് ബിസി ആയിട്ട് ഷെഡ്യൂൾ ആണ് എന്നുണ്ടെങ്കിലും അവിടെ നിൽക്കുന്നത് എന്താണ്? എല്ലാ ഫൈനൽ സ്റ്റുഡൻസ് തന്നെ ആണ് അല്ലെ? അപ്പൊ അവർക്കൊക്കെ ഇതുമായിട്ട് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഓട്ടോമാറ്റിക്കായി നടക്കും. നമ്മുടെ പ്രൊഡിയിൽ തന്നെ ഇന്റർമീഡിയറ്റ് പഠിച്ച കുട്ടികൾക്ക് മനസ്സിലായുള്ള ഒരു കാര്യം ഉണ്ടാവും. നമ്മൾ ആ എക്സാം ടൈം, ആ ഒരു ടൈമിൽ നടന്നിരിക്കുന്ന ഗ്രൂപ്പ് ഡിസ്കഷൻ നിങ്ങളുടെ എക്സാമിന് എത്ര, അവരിൽ ഇപ്പോൾ ഫൈനലിൽ ഇരിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്ര മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ബെനിഫിഷ്യൽ ആയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. സോ നിങ്ങൾ എന്ത് ചെയ്യുക? യു പുട്ട് യുവർ കോൺസെപ്റ്റ് ഓവർ ദ. നിങ്ങളുടെ കോൺസെപ്റ്റ് എന്താണോ, നിങ്ങളുടെ ഡൗട്ട്സ് എന്താണോ, നിങ്ങളുടെ പ്രശ്നംസ് എന്താണോ, നിങ്ങളുടെ ആ ഫൈനൽ ഗ്രൂപ്പിലേക്ക് ഇടുക. നമ്മൾ അവിടുന്ന് ഡിസ്കസ് ചെയ്യും. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പഠിച്ചും നമുക്ക് ഒരുമിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നേടാം. നിങ്ങളൊക്കെ പാസ്സാവും ഉറപ്പായിട്ടും. ഞാൻ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. ഞാൻ പാസ്സായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലിജിൻ എല്ലായിടത്തും എന്ന് പറയുന്ന ഒരു നമ്മുടെ ഫാക്കൽറ്റി, നമ്മുടെ മാസ്റ്റർ മൈൻഡ് ബിഹൈൻഡ് ദിസ് പ്രൊഡിയുടെ പറയുള്ള മാസ്റ്റർ ബ്രെയിൻ മൂപ്പിയുടേതാണ്. അപ്പം അവർ പാസ്സായിട്ടുണ്ട്. ഒരു ആവറേജ് സ്റ്റുഡന്റ് പാസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് നല്ലൊരു കമ്പനിയുടെ നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുട്ടികളും എന്ത് ചെയ്യും? ഉറപ്പായിട്ടും പാസ്സാവും. നിങ്ങൾ ക്വാളിഫൈഡ് ആവും. എന്നിട്ട് ഞങ്ങൾക്ക് വേണം, പ്രൊഡിക്ക് ആവശ്യമുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തെ ക്ലാസ്സസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഈവൻ ഇഫ് യു ഹാവ് ഫേസ് എനി ഡിഫിക്കൽട്ടി യു ക്യാൻ ഷെയർ നൗ. ഇപ്പൊ എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയണമെന്നില്ല. നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യണോ, അല്ലെങ്കിൽ ക്ലാസ് സ്പീഡാണോ, അല്ലെങ്കിൽ സംസാരിക്കുന്നത് സ്ലാങ് മനസ്സിലാവുന്നില്ല, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് സംസാരിക്കുക. ഒന്നുകിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഓക്കെ, ലെറ്റ് മീ സീ. താങ്ക് യു മാൻ. ഇത് അങ്ങോട്ടേക്ക് ഉണ്ടാവും ഷുവർ ആയിട്ടും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വി വിൽ ബി ദേർ, ഡോണ്ട് വറീസ് ഓൺ ദാറ്റ്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫീഡ്ബാക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ പ്രൊഡിയുടെ ഫൈനൽ ഗ്രൂപ്പിൽ നിങ്ങൾ ഉണ്ടാവുമെന്ന് കരുതും. ഇല്ലാത്തവർ എന്ത് ചെയ്യുക? നമ്മുടെ അഡ്മിൻ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി പോയ നമ്പറില്ലേ, ആ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. മെസ്സേജ് ചെയ്തിട്ട് ഞങ്ങളുടെ ഫൈനൽ ഗ്രൂപ്പിലേക്ക് വരിക. വി വിൽ ഡിസ്കസ് ദ, വി വിൽ സോൾവ് യുവർ പ്രോബ്ലംസ് ഓവർ ദ ആൻഡ് വി വിൽ മേക്ക് യു എ കോസ്റ്റ് അക്കൗണ്ടന്റ് ആസ് സൂൺ ആസ് പോസിബിൾ. ഓക്കെ, അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാം. ക്ലാസ് ഇത്ര സമയം കേട്ടുന്നവർക്ക് എല്ലാവർക്കും നല്ല നന്ദി. അപ്പോൾ ബൈ ബൈ.